ഇല്ല, വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോന്ന്. ലാൽ, ഓക്കെ, നമുക്കൊരു പ്രാർത്ഥനയോട് തുടങ്ങാം. എന്നിട്ടിരിക്കാം. ഓം ഗുരുബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം ഭൃഗുർ അത്രി വസിഷ്ഠസ്യ വിശ്വകർമാ മയസ്തഥാ നാരദോ നഗ്നജിത്സൈവ വിശാലാക്ഷഃ പുരന്ദരഃ ബ്രഹ്മകുമാരോ നന്ദിശഃ ശൗനകോ ഗർഗ ഏവ ച വാസുദേവോ അനിരുദ്ധശ്ച തഥാ ശുക്ര ബൃഹസ്പതി അഷ്ടാദശൈത വിഖ്യാത വാസ്തുശാസ്ത്രോപദേശ. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വന്നൊരു ഹോംവർക്ക് ഉണ്ടായിരുന്നാണ് എൻ്റെ ഓർമ്മ. അല്ലേ, ഹോംവർക്ക് ഉണ്ടായിരുന്നല്ലോ അല്ലേ? കഴിഞ്ഞ ക്ലാസ് ചെയ്യാനായിട്ട് ഒരു ഹോംവർക്ക് കിട്ടിയിരുന്നല്ലോ. ചെയ്തോ എല്ലാവരും? പരമേശ്വരൻ ചെയ്തു. മറ്റുള്ളവര് ബിജു, മാത്യു, ഗംഗാധരൻ, സോൺ ചെയ്തോ? ഹലോ, അൺമ്യൂട്ട് ചെയ്ത് പറയാ, ചെയ്തോ ചെയ്തിട്ടോ എന്ന് പറയാ. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഇല്ലായിരുന്നു സർ, ചെയ്തില്ല. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഇല്ലായിരുന്നു, ചെയ്തില്ല. ഓക്കെ, മറ്റുള്ള ഇനിയും രണ്ടുപേരുണ്ടല്ലോ. കാരണം ഇതൊക്കെ വീട്ടിൽ ചെയ്തു നോക്കിയാൽ മാത്രമേ നമുക്ക് ക്ലാസ്സിൽ ചെയ്യുമ്പോഴേ അത് കറക്റ്റ് മനസ്സിലാവുള്ളൂ. നമ്മൾ ഒരെണ്ണം ചെയ്തു ക്ലാസ്സിൽ, ഒരെണ്ണം ഹോംവർക്ക് കിട്ടുമോ എന്ന് ക്വസ്റ്റ്യൻ. പിന്നെ അതിന് നമുക്ക് സ്ഥാനം കാണാനാണ്. എൻ്റെ സ്ഥാനം കൃത്യമായിട്ട് ആൻസർ കിട്ടിയോ? മിസ്റ്റർ പരമേശ്വരൻ ചെയ്തു എന്ന് പറഞ്ഞു. കംപ്ലീറ്റ് ചെയ്തായിരുന്നോ? കംപ്ലീറ്റ് ആയിട്ടില്ല സർ. വ്യത്യാസമുണ്ട്. പിന്നെ ഗമനം രണ്ടും കണ്ടോ? ഗമനം കിട്ടിയിട്ടുണ്ട്. രണ്ട് ഗമനവും കിട്ടി. രണ്ട് ഗമനവും കിട്ടിയിട്ട് പക്ഷെ അതിന്റെ സ്ഥാനം കാണാൻ ശരിയായില്ല അല്ലേ? വരയ്ക്കാൻ ശരിയായില്ല. അതെ അതെ. ഓക്കെ, പിന്നെ ആരെയാ? രമേഷ് കുമാർ ചെയ്തായിരുന്നോ? സർ ഞാനും പിന്നെ ഗമനത്തിന്റെ അടുത്ത് എത്തുമ്പോ സംശയം വന്നുകൊണ്ട് ഞാൻ അതുവരെ ചെയ്തുള്ളൂ. ഗമനം കിട്ടിയോ രണ്ടും? ഇല്ല, ഗമനം കിട്ടില്ല. ഞാൻ സൂത്രവീതി കഴിഞ്ഞ് ഗമനത്തിന്റെ അടുത്ത് നിന്ന് എനിക്കത് എന്തോ ഒരു സംശയം വന്നപ്പോ ഞാൻ പിന്നെ അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. സിമ്പിൾ. കഴിഞ്ഞ പ്രോബ്ലം ചെയ്ത് അതുപോലെ തന്നെ ഗമനം വെക്കാറുന്നതിന് ഒരു വ്യത്യാസമൊന്നുമില്ല. ഗമനം കണ്ടുപിടിക്കാം. ബിജു ചെയ്തായിരുന്നോ? ഇല്ല സാർ, കഴിഞ്ഞ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. ഓക്കെ. മാത്യു? ലിജു മാത്യു കേട്ടി ലിജു ചെയ്തായിരുന്നോ? ഹലോ, കാരണം ചെയ്യാൻ അറ്റംപ്റ്റ് എങ്കിലും ഹലോ ഹലോ പറയൂ. ഞാൻ ഹോസ്പിറ്റലിൽ കൂടെ ആയിരുന്നു അതുകൊണ്ട് നോക്കാനൊന്നും പറ്റിയില്ല. കാരണം ഞാൻ പ്രത്യേകം പറയുന്നത് വെച്ചാല് വീട് വെച്ച് നിങ്ങളുടെ അത് ചെയ്യാനായിട്ട് ശരിയോ തെറ്റോ എന്തോ ആയിക്കോട്ടെ, ആൻസർ എന്തോ ആയിക്കോട്ടെ, ചിലപ്പോൾ ഒരുപക്ഷെ അത് ചെയ്യാൻ പറ്റിയില്ലെന്ന് വരും. അതൊക്കെ ആയാലും ഒരു അറ്റംപ്റ്റ് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ, അറ്റംപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ക്ലാസ്സിൽ ചെയ്യുമ്പോൾ കുറെ കൂടെ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. കാരണം ഈ വർക്ക് നമ്മൾ ചെയ്യും. അപ്പോൾ ഞാൻ എൻ്റെ ഇത് ഷെയർ ചെയ്യാം. ഇതാണ് ക്വസ്റ്റ്യൻ അല്ലേ? കിഴക്ക് പടിഞ്ഞാറ് 1512 സെന്റിമീറ്റർ നീളവും
തെക്ക് വടക്ക് 1284 സെന്റിമീറ്റർ വീതിയുമുള്ള ഒരു വാസ്തു മണ്ഡലത്തിൽ 1078 സെന്റിമീറ്റർ നീളവും 950 സെന്റിമീറ്റർ വീതിയുമുള്ള ഒരു വീട് വടക്കിനിയായി ചെയ്യുന്നതിനുള്ള ഉത്തമമായ സ്ഥാനം കാണുക. ഇതാണ് ക്വസ്റ്റ്യൻ അല്ലെ? ഇതല്ലേ ക്വസ്റ്റ്യൻ? ആരെങ്കിലും അഡ്മിറ്റ് ചെയ്ത് പറയാം. ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു. നമുക്കിത് ചെയ്യുന്ന നോക്കാം. വീട്ടിൽ ചെയ്യാനൊരു അറ്റംപ്റ്റ് നടത്തിയിട്ടുള്ളവർക്ക് ഇതും കൂടെ കാണുമ്പോൾ എളുപ്പമായിരിക്കും. പക്ഷെ നിങ്ങൾ ചെയ്താലും ചെയ്തില്ല, നിങ്ങൾ ഒന്നും കൂടെ അത് ചെയ്തു നോക്കുക. ഒരു പ്രാവശ്യം കൂടെ ചെയ്യുക. കാരണം നമ്മൾ എക്സാമിനോ അല്ലെങ്കിൽ മറ്റൊന്നിനൊക്കെ വീണ്ടും നോക്കുമ്പോൾ ഇത് പിന്നെ ഒരിടത്ത് എഴുതി പിന്നെ അങ്ങനെ എഴുതുന്നതിനൊക്കെ നല്ല കണ്ടിന്യൂസ് ആയിട്ട് അതിൻ്റെ തുടക്കം മുതൽ സ്റ്റെപ്പായിട്ട് എഴുതുന്ന ആൻസർ എഴുതുന്നത് നല്ലതാണ്. അപ്പൊ അത് മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും ചെയ്തിട്ടില്ലെങ്കിലും എഴുതിക്കൊള്ളും. ആദ്യമായിട്ട് വാസ്തുമണ്ഡലം വരയ്ക്കുക. തീരെ ചെറുതായിട്ട് വരയ്ക്കരുത്, കുറച്ച് വലുപ്പത്തിൽ വരയ്ക്കണം. കാരണം അതിനകത്ത് പിന്നെ കുറേ ലൈൻസ് ഒക്കെ വരുന്നതുകൊണ്ട് തീരെ ചെറുതായിട്ട് വരച്ചാൽ ഒരു കൺഫ്യൂഷൻ പോലെ ഉണ്ടായേക്കാം. വാസ്തുമണ്ഡലം വരച്ചിട്ട് 4 ദിശകളും അടയാളപ്പെടുത്തുക. ഈസ്റ്റ്, വെസ്റ്റ്, നോർത്ത്, സൗത്ത്. നമ്മൾ വരച്ചോളൂ. അതിൻ്റെ കൂടെ തന്നെ ഓൾസോ ഡ്രോ, ഇതിൻ്റെ കൂടെ തന്നെ വരയ്ക്കാം. ഇത് സ്കെയിലും പെൻസിലും എടുത്ത് വരയ്ക്കണമെന്നില്ല. അതിന് സ്കൂളിൽ സമയമെടുക്കും. ഫ്രീ ഹാൻഡായിട്ട് വരച്ചാൽ മതി. ഇത് കഴിഞ്ഞാൽ സൗത്ത് വെസ്റ്റ് കോർണറിന് 0 കൊടുക്കുക. കന്നിമൂല തെക്ക് പടിഞ്ഞാറ് ആ മൂലയ്ക്ക് 0, അത് നോക്കുക. അവിടെ 0 എന്ന് വന്നു കഴിഞ്ഞു. അതാണ് അടുത്തായിട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം വാസ്തുമണ്ഡലം വരച്ചു, 4 ദിശകളും അടയാളപ്പെടുത്തി, കന്നിമൂലയ്ക്ക് സൗത്ത് വെസ്റ്റ് മൂലയ്ക്ക് 0 കൊടുത്തു. ഇനി അടുത്തായിട്ട് നമ്മൾ വാസ്തുമണ്ഡലം നീളവും വീതിയും തന്നിട്ടുണ്ട്. അത് ഇവിടെ മാർക്ക് ചെയ്യാം. ഇവിടെ നോക്കുക. വാസ്തുമണ്ഡലം നീളം 1512 സെന്റിമീറ്റർ ആണ്. അപ്പോൾ സൗത്ത് സൈഡിലുള്ള ആ 0 മുതൽ ആ മുകളത്തറ്റം വരെയുള്ള വെസ്റ്റ് ഈസ്റ്റ് 1512 സെന്റിമീറ്റർ ആണ്. അതുപോലെ വാസ്തുമണ്ഡലത്തിന്റെ വീതി നമുക്ക് തന്നിട്ടുണ്ട് 1284 സെന്റിമീറ്റർ. അപ്പോൾ അവിടെ ആ 1287 അവിടെ എഴുതുക. ഇതാണ് അടുത്തായിട്ട് ചെയ്യാനുള്ളത്. ഇത്രയും എല്ലാവർക്കും ചെയ്തു കാണുമെന്ന് വിചാരിക്കുന്നു. ആരെങ്കിലും ചെയ്തിട്ടില്ലെങ്കിൽ പറയണം. ഞാൻ നിങ്ങൾ ഈ ചെയ്ത് ഇത്രയും നിങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ അടുത്ത പറയുകയാണെങ്കിൽ നിങ്ങൾ പറയാം. പിന്നെ എഴുതിയില്ല എന്ന് നിങ്ങൾക്ക് പറയാം. കാരണം ഇത് ഓരോന്ന് എഴുതിക്കൊണ്ട് എഴുതി തീർത്ത് തന്നെ മുമ്പോട്ട് പോകണം. ഇത് കൂടെ എത്തുന്നില്ലെങ്കിൽ പറയാം, സ്ലോ ചെയ്യാം. ഇത്രയും കഴിഞ്ഞെന്ന് വിചാരിക്കുന്നു. കഴിഞ്ഞില്ലെങ്കിൽ പറയാം. ഓക്കെ. ഇനി അടുത്തതായിട്ട് പരമശായിക പദവിന്യാസം അല്ലെങ്കിൽ നവവർഗ പദവിന്യാസം 9 നീളവും വീതി 9 ഭാഗിച്ചിട്ട് അതിന്റെ അളവുകളും എഴുതണം. അപ്പോൾ ആദ്യം നമ്മൾ ആ നീളത്തെ, അതായത് ഈസ്റ്റ് വെസ്റ്റ് ആണ് നീളമുള്ളത്. അപ്പോൾ അതിനെ നമ്മൾ 9 ഭാഗിച്ച് ആദ്യത്തെ ഭാഗമാണത്. അത് എഴുതിയിട്ട് അതിന്റെ അളവ് എന്ന് പറഞ്ഞാൽ 1512 ഡിവൈഡഡ് ബൈ 9 ആയിരിക്കും. അപ്പോൾ നമുക്ക് 168 കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഇത് എഴുതിയിട്ട് ചെയ്ത് കഴിഞ്ഞവരെ അവർ ചെയ്തതായിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കണം. ഇസ് ഇറ്റ് കറക്റ്റ് ഓർ നോട്ട്. നിങ്ങൾ ചെയ്തതുമായിട്ട് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്ന് നോക്കിയിട്ട് അപ്പം നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പമുണ്ട്. അതിൻ്റെ സെക്കൻഡ് ലൈൻ 336. ഇത് പോയിന്റ് ഒന്നും വരാത്തതുകൊണ്ട് എളുപ്പമാണ്. ഓക്കെ. അടുത്തത് 504. നെക്സ്റ്റ് വൺ 672. അടുത്തത് 840. സ്കെയിലും പെൻസിലിട്ട് വരച്ചാൽ കൂടുതൽ സമയമെടുക്കും. ഈ ഫ്രീ ഹാൻഡായിട്ട് വരച്ച് തീർക്കുക. അടുത്തത് 1008. 1008. അതിനടുത്തത് 1176. നെക്സ്റ്റ് വൺ 1344. അത് കഴിഞ്ഞ് 1344-നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്ത് 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പം 1512 കിട്ടുമെന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പൊ ഇത് നമ്മൾ നീളത്തിലെ കംപ്ലീറ്റ് ആയി. ഇനി വീതിയിൽ ഇത്രയും എല്ലാവരും കഴിഞ്ഞാണെന്ന് വിചാരിക്കുന്നു. ആരെങ്കിലും ഇത് കഴിഞ്ഞിട്ടില്ലെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് പറയുക. ഓക്കെ. ഇനി അടുത്ത വീതി ഫസ്റ്റ് വൺ 1284 ഡിവൈഡഡ് ബൈ 9 142.67 കിട്ടും. 6666 ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അത് എത്ര അതിനകത്തുണ്ടെങ്കിലും അതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ സെക്കൻഡ് വൺ 142.6666 കാൽക്കുലേറ്റർ കാണുന്നതിനെ മൾട്ടിപ്ലൈഡ് ബൈ 2
അപ്പോൾ നമുക്ക് 285.33 കിട്ടും. അടുത്ത ലൈൻ വരയ്ക്കുക. അപ്പോൾ അതിന് 285.33 ഡിവൈഡഡ് ബൈ 2 മൾട്ടിപ്ലൈഡ് ബൈ 3 അതിനുള്ള എങ്ങനെയാണെന്ന് പറഞ്ഞതാണ്. അപ്പോൾ നമുക്ക് 428 കിട്ടും. 428. ഇനി ആ 428നെ ഡിവൈഡഡ് ബൈ 3 മൾട്ടിപ്ലൈഡ് ബൈ 4. So you will get 570.67. 570.67. അടുത്ത ലൈൻ വരയ്ക്കുക. 570.666 എന്ന് കിട്ടിയതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് 5 കൊണ്ട് ഗുണിക്കുക. ഡിവൈഡഡ് ബൈ 4 മൾട്ടിപ്ലൈഡ് ബൈ 5. Then you will get 713. 713.33. അടുത്ത ലൈൻ വരയ്ക്കുക. അതിൻ്റെ അളവ് തന്നെ 713.33 ഡിവൈഡഡ് ബൈ 5 മൾട്ടിപ്ലൈഡ് ബൈ 6. 5 കൊണ്ട് ഭാഗിച്ച് 6 കൊണ്ട് ഗുണിക്കുക. അപ്പം 856 കിട്ടും. 856. ഇനി അതിനെ ഇപ്പം 3 3 6 ലൈനായി. ഇപ്പം അതിനെ 6 കൊണ്ട് ഭാഗിച്ച് 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഡിവൈഡഡ് ബൈ 6 മൾട്ടിപ്ലൈഡ് ബൈ 7 വരച്ചിട്ട് നമുക്ക് 998.67 എന്ന് കിട്ടും. അടുത്ത ലൈൻ വരയ്ക്കുക. അപ്പോൾ അത് കിട്ടണമെങ്കിൽ 998.67 ഡിവൈഡഡ് ബൈ 7 മൾട്ടിപ്ലൈഡ് ബൈ 8. 7 കൊണ്ട് ഭാഗിച്ചിട്ട് 8 കൊണ്ട് ഗുണിക്കുക. അപ്പം 1141.33 എന്ന് കിട്ടും. ഇനി ചെക്കിങ്ങിന് വേണ്ടി ആ സംഖ്യ 1141.333 എന്നുള്ളതിനെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് 9 കൊണ്ട് ഗുണിക്കുക. ഡിവൈഡഡ് ബൈ 8 മൾട്ടിപ്ലൈഡ് ബൈ 9. 1284 വരുവും ചെക്ക് ചെയ്ത് നോക്കുക. അത് ചെക്കിങ്ങിന് വേണ്ടിയാണ്. അപ്പോൾ ഇത്രയാണ് അടുത്ത സ്റ്റെപ്പായിട്ടുള്ളത്. ഇതെല്ലാവരും കഴിഞ്ഞു കാണുന്ന വിചാരിക്കുന്നു. ആരെങ്കിലും കഴിഞ്ഞിട്ടില്ലെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് പറയുക. ഓക്കെ. അപ്പോൾ ഇനി നമുക്ക് അടുത്തയായിട്ട് ചെയ്യേണ്ടത് നമ്മൾ ഒരു കർണം വരച്ചു. അതായത് ഇപ്പം വരച്ചിരിക്കുന്നത് മൃത്യുസൂത്രമാണ്. അതായത് അഗ്നിമൂലയിൽ നിന്നും വായുമൂലയിലേക്ക്, സൗത്ത് ഈസ്റ്റ് കോർണറിൽ നിന്നും നോർത്ത് വെസ്റ്റ് കോർണറിലേക്കുള്ള മൃത്യുസൂത്രമാണ് വരച്ചിരിക്കുന്നത്. ആ വര വളഞ്ഞാലും സാരമില്ല, കോർണറെല്ലാം ടച്ച് ചെയ്യണം. പോയിന്റ്സ് മൂലകളെല്ലാം ചെറിയ സ്ക്വയറിൻ്റെ മൂലകൾ ടച്ച് ചെയ്ത് തന്നെ വരയ്ക്കണം. അല്ലെങ്കിൽ അവസാനം നമുക്കത് ഒരു കൺഫ്യൂഷൻ വരും. അപ്പോൾ അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക. വര വളഞ്ഞാലും ശരി, അതിൻ്റെ കോർണറുകളെല്ലാം കറക്റ്റ് ടച്ച് ചെയ്ത് വേണം. ആദ്യം ആ കോർണറൊക്കെ ഒന്ന് അടയാളപ്പെടുത്തിയിട്ട് വരച്ചാൽ മതി. അപ്പം ഇത് മൃത്യുസൂത്രമാണ്. അടുത്ത കർണസൂത്രം. നോർത്ത് ഈസ്റ്റ് കോർണറിൽ നിന്നും സൗത്ത് വെസ്റ്റ് കോർണറിലേക്ക് അത് വരയ്ക്കുക. അത് കർണസൂത്രം. ഇത് രണ്ടും എല്ലാവരും വരച്ച് കഴിഞ്ഞെന്ന് വിചാരിക്കുന്നു. ആരെങ്കിലും വരച്ച് തീർന്നിട്ടില്ലെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് പറയാം. ഓക്കെ. ഇത് നമുക്ക് ബ്രഹ്മസൂത്രവും അതുപോലെ യമസൂത്രവും. ഈസ്റ്റിൽ നിന്ന് വെസ്റ്റിലേക്ക് നടുക്കൂട്ടുള്ളതാണ് ബ്രഹ്മസൂത്രം. ഈ ബ്രഹ്മസൂത്രം അത് നമ്മൾ സെൻട്രൽ ലൈൻ ആയതുകൊണ്ട് സ്ട്രെയിറ്റ് ലൈനോ അല്ലെങ്കിൽ ഡോട്ടഡ് ലൈനോ അല്ല, ഒരു ചെറിയ ലൈൻ ഡോട്ട് ലൈൻ ഡോട്ട് ലൈൻ ചെറിയൊരു വരയിട്ട് ഡോട്ട് അങ്ങനെയാണ് വരയ്ക്കാൻ, സെൻട്രൽ ലൈൻ ആയതുകൊണ്ട്. ഇത് ബ്രഹ്മസൂത്രം. അടുത്ത യമസൂത്രമാണ് നോർത്ത് സൗത്ത് മിഡിൽ ലൈൻ. അതിൻ്റെ ആ ഈസ്റ്റ് ബ്രഹ്മസൂത്രത്തിൻ്റെ അളവ് എഴുതണം. അതായത് 1284 ഫുൾ ലെന്ത്. അതിൻ്റെ പകുതി വരുമ്പം 1284 ഡിവൈഡഡ് ബൈ 2 642. അത് ആരോ അവിടെ കാണിക്കുക. 642 ആണ് സെൻട്രൽ ലൈൻ. ഇനി അടുത്തത് യമസൂത്രം, നോർത്ത് സൗത്ത് ആ മിഡിൽ ലൈൻ. അതും സെൻട്രൽ ലൈൻ ആയതുകൊണ്ട് ലൈൻ ഡോട്ട് കാണിക്കുക. അതിൻ്റെ അളവ് 1512 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. സോ വിൽ ഗെറ്റ് 756. അതാണ് ആ പോയിന്റ്, സെൻട്രൽ ലൈൻ്റെ പോയിന്റ്. അതായത് യമസൂത്രം ആ കട്ട് ചെയ്യുന്ന പോയിന്റാണ് 756. ബ്രഹ്മസൂത്രം വരുന്നത് 642. ഇനി ഈ 4 ലൈനൂടെ മീറ്റ് ചെയ്യുന്ന പോയിന്റാണ് ബ്രഹ്മനാഭി. അത് അടയാളപ്പെടുത്തുക. ബ്ലൂ കളർ ഡോട്ട് വന്നേക്കുന്നത് ബ്രഹ്മനാഭിയാണ്, വാസ്തുമണ്ഡലത്തിന്റെ മധ്യം. അപ്പൊ ഇത്രയും കഴിഞ്ഞാണെന്ന് വിചാരിക്കുന്നു. ആരെങ്കിലും ഇത്രയും തീർന്നിട്ടില്ലെങ്കിൽ പറയുക. ഓക്കെ. അപ്പൊ ഇനി അടുത്തതായിട്ട് നമ്മൾ മഹാമർമ്മം കണ്ടുപിടിക്കണം. 4 മഹാമർമ്മങ്ങളുണ്ട്. ഈ 4 മഹാമർമ്മങ്ങൾ കണ്ടുപിടിക്കണം. അതിനായിട്ട് നമുക്കറിയാം ഏറ്റവും സൗത്ത് നോർത്ത് ഈസ്റ്റ് നോക്കുക, വടക്ക് കിഴക്കേ മൂലയുടെ ഭാഗത്ത് നോക്കുക. ഒരു
ക്രോസ് ആയിട്ട് ഒരു ലൈൻ വന്നു. അതിന് രജ്ജു എന്നാണ് പറയുന്നത്. നോർത്ത് ഈസ്റ്റ് കോർണറിൽ നിന്ന് തെക്കോട്ട് 3-ാമത്തെ പോയിന്റും പടിഞ്ഞാറോട്ട് 3-ാമത്തെ പോയിന്റും. അതിലെന്തെങ്കിലും പറഞ്ഞോ? എന്താ ശബ്ദം കേട്ടു? സംശയം വല്ലതും പറഞ്ഞാണോ? ഓക്കെ, അപ്പൊ അത് 3-ാമത്തെ ഒരു ലൈൻ വരച്ചു. അതുപോലെ തന്നെയാണ് നേരെ ഓപ്പോസിറ്റ്. ഇപ്പൊ നോർത്ത് ഈസ്റ്റിലാണ് വരച്ചേക്കുന്നത്, അതിന്റെ ഓപ്പോസിറ്റ് സൗത്ത് വെസ്റ്റിലും ആ 3-ാമത്തെ ജോയിൻ ചെയ്തിട്ട് ലൈൻ വരയ്ക്കുക. അപ്പൊ ഇത് 2-ാമത്തെ രജ്ജുവായി. അപ്പൊ ഇനി അതിന്റെ ആ നീളം, ആ ഒരു റെക്ടാങ്കിളിന്റെ നീളവള 2 വശവും. അപ്പൊ അത് ആദ്യം ഇവിടെ ഇത് ജോയിൻ ചെയ്യാം. ഇതൊക്കെ വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, വര വളഞ്ഞാലും സാരമില്ല, ആ കോർണർ എല്ലാം ടച്ച് ചെയ്ത് വേണം വര പോകാൻ. എല്ലാ കോർണറും ടച്ച് ചെയ്ത് പോകണം. മുകളിലത്ത് ഒരു ചരിഞ്ഞ റെക്ടാങ്കിൾ ആയി കഴിഞ്ഞു. ആ ചരിഞ്ഞ റെക്ടാങ്കിളിന് 4 വശങ്ങളുണ്ട്. ആ 4 വശങ്ങൾക്കും അതിൽ ഓരോ വശത്തിനും രജ്ജു എന്നാണ് പറയുന്നത്. അപ്പം ഇതിപ്പോ 4 രജ്ജുവായി. ഇതുപോലെ ഓപ്പോസിറ്റ് മറ്റേ ഡയറക്ഷനിൽ 4 രജ്ജുവുണ്ട്. നമുക്ക് സൗത്ത് ഈസ്റ്റ് നോക്കാം. സൗത്ത് ഈസ്റ്റിൽ നമ്മൾ ഒരു രജ്ജു വരച്ചു, ആ മൂന്നാമത്തെ കൂടെ ജോയിൻ ചെയ്ത്. അത് കഴിഞ്ഞ് താഴെ നോർത്ത് വെസ്റ്റ് അല്ലെങ്കിൽ വായുമൂല വടക്ക് പടിഞ്ഞാറ് നോക്കുക, അവിടെ ഒരു രജ്ജു വരച്ചു. അതും ഓരോ ഡയറക്ഷനിലും 3-ാമത്തെ എടുത്താണ് വരച്ചത്. എന്നിട്ട് നീളമുള്ള വശം വരച്ചു. 1, 2. അവിടെയും മൂലകളൊക്കെ ടച്ച് ചെയ്ത് പോകണം, അവിടുത്തെ ശ്രദ്ധിക്കുക. ഇപ്പൊ 2 റെക്ടാങ്കിളും വരച്ചു, ചരിഞ്ഞ 2 റെക്ടാങ്കിളും വരച്ചു. ഈ റെക്ടാങ്കിൾ രണ്ടിനും കൂടെ 8 വശങ്ങളുണ്ട്. ആ 8 വശങ്ങളെ രജ്ജുക്കൾ എന്ന് പറയും. ഇത്രയും ഫിനിഷ് ചെയ്യാത്തവരുണ്ട് പറയണം. അടുത്ത ലൈൻ അടുത്ത വരയ്ക്കുന്നതിന് മുമ്പ് ഇത്രയും തീരാത്തവരുണ്ടെങ്കിൽ പറയുക. ഓക്കെ, ഇത്രയും സംശയമുണ്ട് ആർക്കെങ്കിലും? നമ്മൾ ഇന്നലെ ചെയ്തുകൊണ്ടാണ് സ്പീഡിൽ പോകുന്നത്. ഇന്നലെ എല്ലാം എങ്ങനെയാണെന്നുള്ള പറഞ്ഞാണ് കാര്യങ്ങൾ. ഇന്നലെയല്ല, കഴിഞ്ഞ ക്ലാസ്സിൽ. അപ്പോൾ നമ്മളിപ്പം പിന്നെ ഇനി നമ്മൾ അടുത്ത ചെയ്യേണ്ടത് മഹാമർമ്മങ്ങൾ അടയാളപ്പെടുത്തണം. 4 മഹാമർമ്മങ്ങളുണ്ട്. അത് ഇപ്പോൾ ഇവിടെ അടയാളപ്പെടുത്തുകയാണ്. 1, 2, 3, 4. ഏറ്റവും കൂടുതൽ എനർജി പോയിന്റ്സ് മീറ്റ് ചെയ്യുന്ന, അത് 8 എനർജി പോയിന്റ്സ് ഈ 4 മീറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ആ 4 മഹാമർമ്മങ്ങൾ അടയാളപ്പെടുത്തുക. ഈ മഹാമർമ്മങ്ങൾ അടയാളപ്പെടുത്തുമ്പോൾ കറക്റ്റ് ഇതിന്റെ ഓരോ ചെറിയ സ്ക്വയറിന്റെ മൂലകളിൽ കൂടി ആ മർമ്മ ലായകനിലൊക്കെ ടച്ച് ചെയ്ത് പോയില്ലെങ്കിൽ ഇത് വരയ്ക്കാൻ കുറച്ച് കൺഫ്യൂഷൻ ചിലപ്പം വരും. ഇത്രയും കഴിഞ്ഞ് കാണുന്ന വിചാരിക്കുന്നു. കഴിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് പറയുക. ഓക്കെ, ഇനി അടുത്തത് നമ്മളിവിടെ പിന്നെ 2 ഗമനങ്ങൾ കാണണം. 2 ഗമനവും കാണണം. അതിലേക്ക് നോക്കാം. അതായത് ആദ്യം ഫോർമുല എഴുതുക. നീളം, അതായത് ലെങ്ത് വൈസ് ആയിട്ടുള്ള അതിൻ്റെ ഫോർമുല എഴുതുക. L - L × 2 / 9 - L / 9 × 12 - 2 × G = സ്മാൾ ലെറ്റർ L. ക്യാപിറ്റൽ L എന്ന് പറഞ്ഞാൽ വാസ്തു മണ്ഡലത്തിലെ നീളം, സ്മാൾ ലെറ്റർ L എന്ന് പറഞ്ഞാൽ വീടിന്റെ നീളം, ക്യാപിറ്റൽ G എന്ന് പറയുന്ന ഗമനം. ഇനി അതിന്റെ ഈ എല്ലിന്റെ അളവ് എഴുതുക. നമുക്കറിയാം L എന്ന് പറയുന്നത് നമുക്കറിയാം 1512 ആണ്. 1512 - 1512 × 2/9. ആ എല്ലിന് വരാൻ 1512 എഴുതി. വീണ്ടും -1512 / 9 × 12. ഇനി -2G അതുപോലെ എഴുതുക. G ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. പരമാവധി ഗമനം കാണണം. അപ്പോൾ -2 × G = L. ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് വീടിന്റെ നീളം. അപ്പോൾ ആ നീളം എഴുതുക. 1078 സെന്റിമീറ്ററാണ് വീടിന്റെ നീളം തന്നേക്കുന്നത്. ദിസ് ഈസ് 1078. അപ്പോൾ ഇതിൽ G മാത്രമേ ഉള്ളൂ നമുക്ക് അറിഞ്ഞുകൂടാത്ത, അത് കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യം 1512. അതുപോലെ വീണ്ടും ഈ ലൈൻ എഴുതുമ്പോൾ ഓരോ സ്റ്റെപ്പും നമ്മൾ ക്ലിയർ ആയിട്ട് എഴുതിക്കൊണ്ട് പോയാൽ വളരെ ഈസിയാണ്. ആദ്യം 1512 അതുപോലെ എഴുതുക. -1512 2 കൊണ്ട് ഗുണിച്ചിട്ട് 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ എത്ര കിട്ടും നോക്കുക. കാൽക്കുലേറ്ററിന് ഈസി ആയിട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ചെയ്യുമ്പോൾ അത് 336 കിട്ടും. 336 മൈനസ് ഇനി 1512 / 9 അഗൈൻ / 12. അത് ചെയ്യുമ്പോൾ നമുക്ക് 14 കിട്ടും. 14. ഇനി -2 × G അതുപോലെ എഴുതുക. = 1078. അപ്പോൾ ഈ സ്റ്റെപ്പും സംശയമില്ലാന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തത് നോക്കുമ്പോൾ 1512
336 കുറച്ചിട്ട് വീണ്ടും 14 കുറയ്ക്കണം. ആ ആദ്യത്തെ 3 നമ്പർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് വിൽ ഗെറ്റ് 1162 മൈനസ് ആ 2 ഇൻറ്റു ജി ഈക്വൽ ടു 1078. 1512 മൈനസ് 336 മൈനസ് 14 എന്നുള്ളത് ചെയ്തപ്പോഴാണ് 1162 കിട്ടുന്നത്. -2. ഇപ്പൊ ഇവിടെ നമുക്ക് ഇനി 2 ഇൻറ്റു ജി എത്രയാണെന്നുള്ളത് നമുക്ക് 2 ഇൻറ്റു ജി ഈക്വൽ ടു 1162 മൈനസ് 1078. അത് 84 സെന്റിമീറ്റർ വരും. ഇത് കഴിഞ്ഞായിരിക്കുന്നു. ഏതെങ്കിലും നിങ്ങൾ ആയിട്ടില്ലെങ്കിൽ പറയണം, അൺമ്യൂട്ട് ചെയ്ത് പറയുക. അപ്പൊ ഇത് 2 ഇൻറ്റു ജി ആണ്. അപ്പൊ ജി എന്ന് പറഞ്ഞാൽ 2 കൊണ്ട് ഭാഗിക്കണം. അപ്പൊ ജി ഈസ് ഈക്വൽ ടു 84 ഡിവൈഡഡ് ബൈ 2, 42 സെന്റിമീറ്റർ വരും. അതിനെ നമ്മൾ ഇതിപ്പോൾ സെന്റിമീറ്റർ ആണ്, നമ്മൾ ഗമനം കാണുന്ന അങ്കുലത്തിലായതുകൊണ്ട് അങ്കുലം ആക്കണം. 42 ഡിവൈഡഡ് ബൈ 3, 14 അങ്കുലം എന്ന് വരും. അപ്പൊ ജി ഇത് പിന്നെ 1512 എന്ന് പറയുന്നത് കിഴക്ക് പടിഞ്ഞാറാണ്, ഈസ്റ്റ് വെസ്റ്റ് ലെന്താണ് 1512. അപ്പൊ ഗമനവും ഈസ്റ്റ് വെസ്റ്റ് ആയിരിക്കും. ഈസ്റ്റ് വെസ്റ്റ് ഗമനം സമം 14 അങ്കുലം. അല്ല, ഈസ്റ്റ് വെസ്റ്റ് ഗമനം 14 അങ്കുലം പരമാവധിയാണ്. അപ്പൊ നമുക്ക് ഇവിടെ നമുക്ക് ഏതാണ് ചെയ്ത വടക്കിനിയായിട്ടാണെന്നാണ് ക്വസ്റ്റ്യൻ അല്ലേ? വടക്കിനിയല്ലേ ക്വസ്റ്റ്യൻ നോക്കിയിട്ട് പറയും. വടക്കിനി ആകുമ്പോൾ നമുക്കറിയാം തെക്കിനിക്ക് 1 ഏറ്റവും കുറഞ്ഞത്, കിഴക്കിനിക്ക് 3, വടക്കിനിക്ക് 5. 5 ആദ്യത്തെയാണ്. 5, 5 തൊട്ട് 13, 13 തൊട്ട് 21 ഇതൊക്കെ വരാം. പക്ഷെ ഇവിടെ 21 ഒക്കില്ലാണ്, 14 പരമാവധി. 14 കൂടാൻ പാടില്ല. അപ്പം 5 തൊട്ട് 13 ഗമന നിയമം അനുസരിച്ച് കൊടുക്കാവുന്ന പരമാവധി ഗമനം. അപ്പം ജി അപ്പ് ആൻഡ് ഡൗൺ, അതായത് കിഴക്ക് പടിഞ്ഞാറിലുള്ള ഗമനം എന്ന് പറയുന്നത് 13 അങ്കുലമായിരിക്കും. 13 അങ്കുലം എന്ന് പറഞ്ഞാൽ നമുക്ക് സെന്റിമീറ്റർ ആകുമ്പോൾ 39 സെന്റിമീറ്റർ. 13 ഗുണം 3 സമം 39 സെന്റിമീറ്റർ. അപ്പോൾ ആ ഒരു ഗമനം കിട്ടും. അത് കിഴക്ക് പടിഞ്ഞാറ് ഗമനം കിട്ടും. ഇനി ഇതുപോലെ തന്നെ നമുക്ക് തെക്ക് വടക്ക് ഗമനം കാണണം. കിഴക്ക് പടിഞ്ഞാറ് ഗമനം 39 സെന്റിമീറ്റേഴ്സ് കിട്ടി. ഇനി കിഴക്ക് പടിഞ്ഞാറ് ഗമനം ഇതുപോലെ കാണും. അവിടെ ബി ആണ്, ക്യാപിറ്റൽ എൽ വരെ ക്യാപിറ്റൽ ബി. അതുപോലെ പിന്നെ വീടിന്റെ നീളത്തിന് വരെ വീടിന്റെ വീതിയാണ് സ്മാൾ ബി. അപ്പം ബി ക്യാപിറ്റൽ ബി നമുക്കറിയാം. വാസ്തവത്തിന്റെ വീതി നമുക്കറിയാം 1284 മൈനസ് 1287 ഗുണം 2/9 മൈനസ് ആ ബി ഉള്ളിടത്തല്ല, ക്യാപിറ്റൽ ബി ഉള്ളിടത്തല്ല 1284 ആക്കുക. 1287 ഡിവൈഡഡ് ബൈ 9 ഇൻറ്റു 12 മൈനസ് 2 ഇൻറ്റു ജി. ഇനി സ്മാൾ ബിയും ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, വീടിന്റെ വീതി അതും ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. അത് 950. അപ്പം ഇതാണ്. ഇതിൽ നിന്ന് ആ ക്യാപിറ്റൽ ജി കണ്ടുപിടിക്കണം, പരമാവധി ഗമനം കണ്ടുപിടിക്കണം. അവൻ 1287 മൈനസ് അതുപോലെ എഴുതുക. ഇനി അടുത്ത 1287 2 കൊണ്ട് ഗുണിച്ചിട്ട് 9 കൊണ്ട് ഭാഗിച്ച് എത്ര കിട്ടും നോക്കുക. അപ്പൊ നമുക്ക് ഇതൊക്കെ സ്വന്തമായിട്ട് ചെയ്തു നോക്കണം, വീട്ടിൽ പോയി ഒന്നും ചെയ്തു നോക്കണം. ഇത് വെറുതെ എഴുതി എടുത്തോണ്ടായില്ല. 285.33 മൈനസ് അടുത്ത 1287 ഡിവൈഡഡ് ബൈ 9 അഗെയിൻ ഡിവൈഡഡ് ബൈ 12. നമുക്ക് 11.89 കിട്ടും. നമുക്ക് ഏതാ ചെയ്ത് നോക്കാൻ കഴിയുന്നത്. ചെയ്ത് നോക്കാൻ പറ്റില്ലെങ്കിൽ വീട്ടിൽ പോയെങ്കിലും ചെയ്ത് നോക്കണം വീണ്ടും. 2 ഇൻറ്റു ജി അതുപോലെ എഴുതുക. ജി ആണ് കണ്ടുപിടിക്കാനുള്ളത്. സമം 950. ഇനി 1284 285.33 കുറയ്ക്കണം. വീണ്ടും 11.89 കുറയ്ക്കണം. അപ്പൊ നമുക്ക് 986.78 എന്ന് കിട്ടും. അത് 3 ചെയ്യുമ്പോൾ. പിന്നെ അത് കഴിഞ്ഞാൽ മൈനസ് 2 ഇൻറ്റു ജി ഈക്വൽ ടു 950. അപ്പോൾ ഇന്ന് 2G കാണാൻ 986.78 മൈനസ് 950 വരും. 2G ഈക്വൽ ടു 986.78 മൈനസ് 950 സമം 36.78 സെന്റിമീറ്റർ വരും. അപ്പോൾ ജി എന്ന് പറഞ്ഞാൽ അതിന്റെ പകുതി വരും. ഇത് 2 ഇൻറ്റു ജി ആണ്. ജി ഈക്വൽ ടു 36.78 ഡിവൈഡഡ് ബൈ 2 18.39 വരും. 18.39 സെന്റിമീറ്റർ. അതിനെ നമുക്ക് അങ്കുലമാക്കണം. ഡിവൈഡ് ബൈ 3 അപ്പോൾ 6.13 അങ്കുലം. ഇതിൽ കൂടാൻ പാടില്ല ഗമനം. ഇനി നമുക്ക് ഗമനം ഏറ്റവും ഇത് വടക്കിനി ആയതുകൊണ്ട് നമുക്ക് 5 മിനിമം 5 അങ്കുലം. അത് കഴിഞ്ഞ് 5 8 13. പക്ഷെ ഇവിടെ 13 നോക്കില്ല, 6 പരമാവധി ആകാവൂ. അപ്പോൾ ഇവിടെ 5 അങ്കുലം വേണം എടുക്കാം. ഏറ്റവും കുറച്ച് 5 അങ്കുലം എടുക്കാവുള്ളൂ. അപ്പൊ ജി തെക്ക് വടക്ക് ഗമനം, തെക്ക് വടക്കുള്ള ഗമനം എന്ന് പറഞ്ഞാൽ 5 അങ്കുലം എന്ന് കിട്ടും. ആരും ഇട്ടേക്കുന്നത് ഫ്രം ഗമന നിയമപ്രകാരം വടക്കിനിക്ക് ഏറ്റവും കുറഞ്ഞ ഗമനം 5 ആണ്.
അത് കഴിഞ്ഞ് 5 8 13 ഇവിടെ 13 കൊടുക്കാൻ ഒക്കില്ല, കാരണം പരമാവധി 6.13, അതിൽ കൂടുതൽ കൊടുക്കാൻ ഒക്കില്ല. അതിൽ കൂടുതൽ ഗമനം കൊടുത്താൽ വീട് കയറി പിശാചി വീതിയിലോട്ടൊക്കെ കയറി വരും. അപ്പം ഗമനം എനിക്ക് അതുവരെ ശരിയായി സാർ, അതുവരെ ശരിയായി, ഇതുവരെ ശരിയായിരുന്നു, അതുവരെ ശരിയായി. ഓക്കെ. അപ്പൊ 5 അങ്കുലം പറഞ്ഞാൽ 3 15 സെന്റിമീറ്റർ. നമ്മുടെ സെന്റിമീറ്ററാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ അത് 15 സെന്റിമീറ്റർ. അപ്പൊ അതും അപ്പൊ രണ്ട് ഗമനവും കിട്ടി. ഈ 2 ഗമനവും കിട്ടിക്കഴിഞ്ഞാൽ വീണ്ടും അപ്പൊ ആദ്യത്തെ ഗമനം നമുക്ക് 39 സെന്റിമീറ്റർ കിട്ടി, കിഴക്ക് പടിഞ്ഞാറ്. തെക്ക് വടക്ക് ഗമനം 15 സെന്റിമീറ്റർ കിട്ടി. ഇനി ഇത് നമ്മൾ പടത്തിലോട്ട് പോകണം. ഇവിടെ നമുക്ക് പിന്നെ 756 നോർത്ത് സൗത്ത് യമസൂത്രം കട്ടിയത് 756. അതാണ് സെൻട്രൽ ലൈൻ. നമുക്കിവിടെ വടക്കിനിയാണെന്ന് പറയുന്നുണ്ട്. വീട് വടക്കിനിയാണ്. വടക്കിനി ആകുമ്പോൾ നമുക്ക് എപ്പോഴും നല്ലത് ഗൃഹമധ്യം, കാരണം നമുക്കറിയാം പിന്നെ ഗൃഹമധ്യം അല്ലെങ്കിൽ ഗൃഹനാഭി തെക്ക് കിഴക്ക് അല്ലെങ്കിൽ സൗത്ത് ഈസ്റ്റ് അല്ലെങ്കിൽ അഗ്നിമൂലയുടെ ഭാഗത്തോ അല്ലെങ്കിൽ നോർത്ത് വെസ്റ്റ് അല്ലെങ്കിൽ വായുമൂലയുടെ ഭാഗത്തോട്ടോ വരാൻ പാടില്ല. ഒന്നുകിൽ തെക്ക് പടിഞ്ഞാറ് അല്ലെങ്കിൽ കന്നിമൂലയുടെ ഭാഗത്തേക്കായിരിക്കണം, അല്ലെങ്കിൽ നോർത്ത് ഈസ്റ്റ് ഈശാന്യമൂലയുടെ ഭാഗത്തേക്കായിരിക്കണം. ഇതിപ്പം വടക്കിനി ആയതുകൊണ്ട് വടക്ക് കിഴക്കോട്ട് മാറിയിരിക്കണം. തെക്കിനിയോ പടിഞ്ഞാറ്റിനിയോ ആണെങ്കിൽ തെക്ക് പടിഞ്ഞാറോട്ടും, വടക്കിനിയോ കിഴക്കിനിയോ ആണെങ്കിൽ വടക്ക് കിഴക്കോട്ട് മാറിയിരിക്കണം. അപ്പൊ അങ്ങനെ വരുമ്പം ഇവിടെ വടക്ക് കിഴക്കോട്ട് മാറിയിരിക്കണം. വടക്ക് കിഴക്കോട്ട് മാറിയിരിക്കുമ്പം ഇവിടെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തത് ഗമനം കുറയ്ക്കുകയായിരുന്നു. കാരണം തെക്കോട്ടും പടിഞ്ഞാറോട്ടും കുറഞ്ഞു വരികയാണ്, നോക്കിയറിയാം. അതേസമയം വടക്കോട്ടും കിഴക്കോട്ടും കൂടി വരികയാണ്. അപ്പൊ ഇവിടെ കൂട്ടണം. അപ്പൊ ഇവിടെ ആദ്യം നമ്മൾ ഗമനം കണ്ടത് 39 സെന്റിമീറ്റർ ആണ്. അപ്പൊ 756 39 കൂട്ടണം. നോക്കുക, 756 + 39. അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. 756 മിഡ് ലൈൻ. അതിന്റെ ഗമനം ഗൃഹമധ്യം കാണാനായിട്ട് ആദ്യം 39 സെന്റിമീറ്റർ ഗമനം അതിൻ്റെ കൂടെ കൂട്ടണം. 756 39 കൂട്ടുമ്പം 795 795 കിട്ടും. ഈ 795 എവിടെ വരും നോക്കണം. 756 കൂടുതലാണ്, പക്ഷെ അടുത്ത ലൈൻ 840 ആണ്. നോക്കിയാൽ കാണാം, റിക്വസ്റ്റ് നോക്കുക, 840 അപ്പൊ 840 കുറവുമാണ്. അപ്പം ആ രണ്ടിന്റെ 756 മിഡ് ലൈൻ്റെയും അതിന്റെ അടുത്ത് വരുന്ന നാഡി 840, അതിന്റെ ഇടയ്ക്ക് ഒരു ഡോട്ടഡ് ലൈൻ വരും. നോക്കുക, ഇവിടെ വരയ്ക്കുക, നോക്കുക, ആ ഡോട്ടഡ് ലൈൻ എല്ലാവരും വരയ്ക്കുക. എന്നിട്ട് അതായിരിക്കും നമ്മൾ ഈ കൂട്ടിയ 795. അപ്പൊ അതവിടെ എഴുതണം, 795. ഇത്രയും ചെയ്തു കഴിഞ്ഞെന്ന് വിചാരിക്കുന്നു. ആരും ചെയ്തിട്ടില്ലെങ്കിൽ പറയുക. മനസ്സിലാവുന്നുണ്ടോ എല്ലാവർക്കും? ഒരെണ്ണം കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തതാണ്, അതുകൊണ്ടാണ് നമ്മൾ സെയിം മെത്തേഡിലാണ്. അവിടെ കന്നിമൂലയിലേക്കായിരുന്നു ഗമനം കുറയ്ക്കുകയായിരുന്നു വേണ്ടത്. ഇവിടെ നമ്മൾ ഗമനം കൂട്ടുകയാണ്, കാരണം വടക്കേക്കാണ് മാറുന്നത്. സംശയമില്ല, പറഞ്ഞു. കേട്ടില്ല? ആരെങ്കിലും വല്ലതും പറഞ്ഞോ? ഇല്ല സാറേ. ഓക്കെ. അപ്പൊ ഇവിടെ 795 കിട്ടി. അപ്പൊ അത് നമുക്ക് ആ മിഡ് ലൈനിൽ കൂടെ, അതായത് വീടിന്റെ മധ്യത്തിൽ കൂടെ ഉള്ള ആ തെക്ക് വടക്ക് ലൈൻ കിട്ടി. ആ തെക്ക് വടക്ക് അതിനകത്ത് എവിടെയെങ്കിലും ആയിരിക്കും ഗൃഹമധ്യം വരുന്നത്. ഇനി ആ ഗൃഹമധ്യം കറക്റ്റ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ കിഴക്ക് പടിഞ്ഞാറ് കാണണം. അപ്പൊ കിഴക്ക് പടിഞ്ഞാറ് നമുക്കറിയാം, കിഴക്ക് പടിഞ്ഞാറ് 642 മധ്യം. അതിൽ നിന്ന് കൂട്ടണം. 642 പ്ലസ് നമുക്ക് കിട്ടിയ ഗമനം കൂട്ടണം. 642 പ്ലസ് നമുക്ക് കിട്ടിയ ഗമനം 15 സെന്റിമീറ്റർ ആയിരുന്നു. എല്ലാ സെന്റിമീറ്റർ 15 സെന്റിമീറ്റർ ആണ്. അപ്പൊ 652 15 കൂടെ കൂട്ടുമ്പം 657 വരും, 657. അപ്പൊ 657 ഇവിടെ എവിടെ വരും നോക്കണം. ഇവിടെ നമുക്ക് 642 മിഡ് ലൈൻ, അതിൽ കൂടുതലായിരിക്കും 657. പക്ഷെ അടുത്ത ലൈൻ വരുന്നത് 713 ആണ്. അപ്പൊ 642ന്റെയും 713 ഇടയ്ക്കാണ് 657 വരുന്നത്. അപ്പൊ അതിന്റെ രണ്ടിലും ഇടയ്ക്ക് ഒരു ഡോട്ടഡ് ലൈൻ വരയ്ക്കുക. അവിടെ ഡോട്ടഡ് ലൈൻ വരയ്ക്കുന്നു. എല്ലാവരും ആ ഡോട്ടഡ് ലൈൻ വരയ്ക്കുക. എന്നിട്ട് ആ ഡോട്ടഡ് ലൈനിന്റെ അളവ് 657. അവിടെ താഴെ കൂടുതൽ നമ്പർ എഴുത്തുള്ളതുകൊണ്ട് മുകളിൽ എഴുതുക 657. ഒരു ആരോ കൊടുത്ത അത് ഏതാണ് ക്ലിയർ ആക്കുക.
അപ്പോൾ ആ ലൈൻ, അതായത് അപ്പോൾ ആ രണ്ട് ലൈനും അത് വീടിന്റെ മധ്യത്തിൽ കൂടെയുള്ള ലൈനാണ് രണ്ടും. ഗ്രഹത്തിന്റെ മധ്യത്തിൽ കൂടെയുള്ള രണ്ട് ലൈനുകളാണ്. ആ 795 ഒന്ന് വന്നു, അടുത്തത് 657 വേറെണ്ണം വന്നു. ഇനി അത് രണ്ടും കൂടെ ചേരുന്ന പോയിന്റിൽ അവിടെ ഗ്രഹനാഭി, വീടിന്റെ മധ്യം, അത് മാർക്ക് ചെയ്യാം. ഗ്രഹനാഭി മാർക്ക് ചെയ്തു. ആ രണ്ട് ലൈൻ കൂടെ, അതായത് 657 നിന്ന് താഴോട്ടുള്ള ലൈനും 795 നിന്ന് തെക്കു ഭാഗത്തേക്കുള്ള ആ രണ്ട് ലൈനുകളെ കൂട്ടിമുട്ടുന്നതാണ് ഗ്രഹനാഭി അല്ലെങ്കിൽ വീടിന്റെ മധ്യം. അത് വടക്ക് കിഴക്കോട്ട് മാറി നിൽക്കുകയാണ്. വാസ്തുമണ്ഡലത്തിൽ നിന്നും നോർത്ത് ഈസ്റ്റിലേക്ക് മാറി നിൽക്കുകയാണ്. അപ്പോൾ ഗ്രഹത്തിന്റെ മധ്യം കിട്ടി. ഇനി വീടിന്റെ നീളത്തിന്റെ പകുതിയും വീതിയുടെ പകുതിയും നോക്കുക, മോളി നോക്കുക. സൂത്രവീതി കാണണം. സൂത്രവീതി കാണുന്ന, അതായത് പിന്നെ സൂത്രവീതിയുടെ പകുതി കാണണം. അവിടെ ഒരു ആരോ ഇട്ട് നോക്കുക. അവിടെ ആരോ, അവിടെ ആ ഇടത്ത് മുകളിലറ്റം നോക്കുക. ഇടത്ത് വശം മുകളിലറ്റം ഒരു ആരോ വന്നു. ആ ആരോ എന്ന് പറയുന്നത് കിഴക്ക് പടിഞ്ഞാറ് ഡയറക്ഷനിലുള്ള ആരോ ആണ്. കിഴക്ക് പടിഞ്ഞാറ്, അതായത് കിഴക്ക് പടിഞ്ഞാറ് ഡയറക്ഷനിലുള്ള വാസ്തുമണ്ഡലത്തിന്റെ നീളം. ആ നീളത്തിന്റെ പിന്നെ ആ നീളത്തിന് 9 കൊണ്ട് ഭാഗിക്കുമ്പോൾ പദവിസ്താരം കിട്ടും. വീണ്ടും 12 കൊണ്ട് ഭാഗിക്കുമ്പോൾ സൂത്രവീതി കിട്ടും. വീണ്ടും 2 കൊണ്ട് ഭാഗിക്കുമ്പോൾ സൂത്രവീതിയുടെ പകുതി കിട്ടും. അപ്പൊ അത് അതായത് 1512 ഡിവൈഡഡ് ബൈ 9 again divided by 12 again divided by 2. അപ്പോൾ 1512 അത് ഡിവൈഡ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് 7 എന്ന് കിട്ടും. 1512 ഡിവൈഡഡ് ബൈ 9 again divided by 12 again divided by 2. ആദ്യം 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ സൂത്രവീതി കിട്ടും. ആദ്യം 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ പദവിസ്താരം കിട്ടും. പദവിസ്താരത്തിന് 12 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ സൂത്രവീതി കിട്ടും. സൂത്രവീതി 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ സൂത്രവീതിയുടെ പകുതി കിട്ടും. അതാണ് 7. കിഴക്ക് പടിഞ്ഞാറ്. ഇത് തെക്ക് വടക്ക് ഡയറക്ഷൻ നോക്കുക. അവിടെ ഒരു ആരോ വന്നു. അപ്പോൾ അതാണ് 1284. 1284 ഡിവൈഡഡ് ബൈ 9 സൂത്രവീതി കിട്ടും. ഡിവൈഡഡ് ബൈ 2, പിന്നെ വീണ്ടും 12 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ പദവിസ്താരം കിട്ടും. വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1284 9 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ പദവിസ്താരം കിട്ടും. അതിനെ 12 കൊണ്ട് വീണ്ടും ഡിവൈഡ് ചെയ്യുമ്പോൾ സൂത്രവീതി കിട്ടും. സൂത്രവീതിയുടെ പകുതി കാണാൻ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ അങ്ങനെ 1284 ഡിവൈഡഡ് ബൈ 9 അഗൈൻ ഡിവൈഡഡ് ബൈ 12 അഗൈൻ ഡിവൈഡ് ബൈ 2. അത് ചെയ്യുമ്പോൾ നമുക്ക് 5.94 കിട്ടും. ചെയ്ത രണ്ടുപേരും ഇതൊക്കെ ചെയ്തിരുന്നോ? കണക്ക് ചെയ്തു എന്ന് പറഞ്ഞവര് ഗമനം വരെ വന്നിട്ടുള്ളൂ. ചെയ്തില്ല. മനസ്സിലായോ? ഇതുവരെ പറഞ്ഞില്ല, മനസ്സിലായോ? മനസ്സിലായി സാർ, മനസ്സിലായി. വീട്ടിൽ വെച്ച് നോക്കിയവർക്ക് ഈസി ആയിട്ട് മനസ്സിലാവും. നോക്കാത്തവർക്ക് ചിലപ്പോൾ അത്രയും പെട്ടെന്ന് മനസ്സിലായില്ലെന്ന് വരും. അപ്പൊ ഇപ്പം സൂത്രവിധിയുടെ പകുതി കിഴക്ക് പടിഞ്ഞാറ് ദിശയിൽ 7 പിന്നെ സെന്റിമീറ്റർ ആണ്. തെക്ക് വടക്ക് ഡയറക്ഷനിൽ 5.94 സെന്റിമീറ്റർ ആണ്. അപ്പൊ ഇനി അടുത്ത് നമ്മള് നീളത്തിന്റെ പകുതി കാണണം. L/2. അത് വീടിന്റെ നീളത്തിന്റെ പകുതി, സ്മാൾ ലെറ്റർ L/2. അത് നമുക്കറിയാം, L നമുക്ക് തന്നിട്ടുണ്ട്, വീടിന്റെ നീളം തന്നിട്ടുണ്ട്. അതിന് 2 കൊണ്ട് ഭാഗിക്കുമ്പോൾ 539 സെന്റിമീറ്റർ കിട്ടും. അതുപോലെ B/2 വീതിയുടെ പകുതി, വീതി നമുക്ക് തന്നിട്ടുണ്ട്. അപ്പം വീതിയെ പകുതി, അതായത് പിന്നെ 475 കിട്ടും B/2. അപ്പൊ നീളത്തിന്റെ പകുതി, വീടിന്റെ നീളത്തിന്റെ പകുതി 539 ആണ്. വീടിന്റെ വീതിയുടെ പകുതി 475 ആണ്. അത് നമ്മൾ എഴുതുക, നോട്ട് ചെയ്യുക. അടുത്ത വീട് നമ്മൾ സെന്ററിൽ, വീടിന്റെ സെന്റർ ഞാൻ റെഡ് ലൈൻ ആണ്. എപ്പോഴും നമുക്കറിയാം മധ്യത്തിൽ നിന്ന് പകുതി ഒരറ്റത്തെടുത്താൽ ഒരറ്റ് കിട്ടും. ഇപ്പൊ നമ്മൾ റെഡ് ലൈൻ മാർക്ക് ചെയ്തെടുത്തുന്ന നമ്മൾ വീടിന്റെ വീതി എന്ന് പറഞ്ഞാൽ വീതിയുടെ പകുതി 475 ആണ്. അപ്പൊ ആ റെഡ് ലൈൻ മാർക്ക് ചെയ്തിരിക്കുന്നത് 475 സെന്റിമീറ്റർ നമ്മൾ കൂട്ടുകയാണെങ്കിൽ നമുക്ക് വീടിന്റെ വടക്കേറ്റം കിട്ടും. 475 സെന്റിമീറ്റർ കുറയ്ക്കുകയാണെങ്കിൽ വീടിന്റെ തെക്കേറ്റവും കിട്ടും. അതുപോലെ പിന്നെ മറ്റേ സെൻട്രൽ ലൈൻ 795 സെൻട്രൽ ലൈൻ വരുന്നത്, അത് കാണാം. ആ 795 കൂടെ L/2 539 കൂട്ടിയാൽ കിഴക്കേറ്റം കിട്ടും. 539 കുറച്ചാൽ പടിഞ്ഞാറേറ്റം. വീടിന്റെ പകുതി സെന്ററിൽ നിന്ന്, സെന്റർ മധ്യമാണ്, സെന്ററിൽ നിന്ന് പകുതി കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്താൽ രണ്ടറ്റവും വരും. അതുപോലെയുള്ളൂ. അപ്പൊ അതായത് ഇപ്പൊ ഇവിടെ നമുക്ക് വീടിന്റെ ഏത് വശം ഇതിനകത്ത് കണ്ടേക്കുന്നത് 795 ആണ്. 795 എന്ന് പറയുമ്പം നീളം വരും. വീടിന്റെ നീളം ഈസ്റ്റ് വെസ്റ്റ്, കിഴക്ക് പടിഞ്ഞാറാണ് കൂടുതൽ. അപ്പൊ 795 കൂടെ കിഴക്ക് പടിഞ്ഞാറ് ദിശയിലുള്ള നമുക്ക് L/2 വരും. L/2 539 ആണ്. നീളമാണ് കിഴക്ക് പടിഞ്ഞാറ് വരുന്നത്. അതിന്റെ പകുതി 539. അപ്പം മധ്യത്തിൽ നിന്ന് ആ നീളത്തിന്റെ പകുതി കിഴക്കോട്ടെടുത്താൽ കിഴക്കേറ്റം കിട്ടും.
അപ്പോൾ 795 പ്ലസ് 539 കൂട്ടുമ്പോൾ നമുക്ക് വീടിന്റെ കിഴക്കേ അറ്റം കിട്ടും. അപ്പോൾ നമുക്ക് കിട്ടുന്നത് രണ്ടും കൂടെ കൂട്ടുമ്പം 1334 കിട്ടും. അപ്പൊ 1334 വീടിന്റെ കിഴക്കേ അറ്റം. അപ്പൊ 1300 നമ്മൾ നോക്കുക. അപ്പൊ 1346 ഇവിടെ ഉണ്ട്, കാണാം. നമുക്ക് കിഴക്കോട്ട് പോകുമ്പോൾ ഏറ്റവും കിഴക്കേ അറ്റം 1512, അതിന്റെ താഴെ 1344. അതിൽ നിന്ന് 10 സെന്റിമീറ്റർ താഴെയാണ് 1334. അപ്പൊ അവിടെ ലൈൻ വരയ്ക്കുക, ഡോട്ടഡ് ലൈൻ നോക്കുക. അവിടെ ഡോട്ടഡ് ലൈൻ വരച്ചു. അതിന്റെ അളവ് എഴുതുക 1334. അപ്പം ഇതാണ് വീടിന്റെ ഏറ്റവും കിഴക്കേ അറ്റത്തുള്ള, അതായത് വീടിന്റെ കിഴക്കേ അറ്റത്തുള്ള ഭിത്തിയുടെ ഏറ്റവും കിഴക്കുവശമാണ്, പ്ലാസ്റ്ററിങ് ഉൾപ്പെടെ ഉള്ള അളവാണ് 1334. ഇനി പടിഞ്ഞാറേ അറ്റം എടുക്കുക. പടിഞ്ഞാറേ അറ്റം എടുക്കണമെങ്കിൽ 1334 കിഴക്കേ അറ്റമാണ്. വീടിന്റെ നീളം കുറച്ചാൽ മതി. വീടിന്റെ നീളം കുറച്ച്, അപ്പൊ 1334 മൈനസ് അവിടെ നോക്കുക 1078. അതാണ് വീടിന്റെ നീളം ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, 1078. അപ്പൊ അത് കുറയ്ക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് എത്രയാണ്? 256 കിട്ടും. 1334 എന്ന് പറയുന്ന 1078 കുറയ്ക്കുന്നു. 1078, അതായത് 1335 ഏതാണ്? വീടിന്റെ കിഴക്കേ അറ്റമാണ്. കിഴക്കേ അറ്റത്തുനിന്ന് വീടിന്റെ നീളം കുറച്ചാൽ പടിഞ്ഞാറേ അറ്റം കിട്ടും. അത് വീടിന്റെ നീളം 1078 സെന്റിമീറ്റർ ആണ്. അത് കുറയ്ക്കുമ്പോൾ 256. 256 എവിടെ വരും നോക്കുക. ഏറ്റവും താഴെയുള്ളത് നോക്കുക 168 അത് കഴിഞ്ഞാൽ 336. അപ്പൊ അതിന് രണ്ടും ഇടയ്ക്ക് വരും. 168ന്റെയും 336ന്റെ ഇടയ്ക്കായിട്ട് 256 എന്നുള്ള ഭാഗത്ത് ഡോട്ടഡ് ലൈൻ വരയ്ക്കുക. അത് അവിടെ വരച്ചു കഴിഞ്ഞു ഡോട്ടഡ് ലൈൻ. അപ്പൊ അവിടെ അതിന്റെ നേരെ 256 എന്ന് എഴുതുക. അപ്പം കിഴക്കേ അറ്റത്തെ ലൈനുമായി വീടിന്റെ കിഴക്കേ അറ്റത്തെ ഭിത്തിയുമായി പടിഞ്ഞാറേ അറ്റത്തെ ഭിത്തിയുമായി. മനസ്സിലായെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും. എല്ലാവരും വരച്ചു കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു. ആരെങ്കിലും വരച്ചു കഴിഞ്ഞ് തീർന്നില്ലെങ്കിൽ പറയുക. ഓക്കെ, ഇനി നമുക്ക് വടക്കേ അറ്റത്തെ ഭിത്തിയും തെക്കേ അറ്റത്തെ ഭിത്തിയും വേണം. വടക്കേ അറ്റത്തെ ഭിത്തി കിട്ടണമെങ്കിൽ സെന്റർ ലൈൻ, സെന്റർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. ആ സെന്റർ പോകുന്ന നമുക്ക് 657. 657ന്റെ കൂടെ വീടിന്റെ വീതിയുടെ പകുതി കൂട്ടണം. കാരണം മധ്യമാണ് ഈ കാണുന്നത്. മധ്യത്തിൽ നിന്ന് വീതിയുടെ പകുതി കൂട്ടിയാൽ നമുക്ക് വടക്കേ അറ്റം കിട്ടും. അതായത് വീതി എന്ന് പറയുന്നത് 657. 657 പ്ലസ് വീതിയുടെ പകുതി നമുക്ക് b/2 475 കൂട്ടണം. 657 പ്ലസ് 475 ഇവിടെ എടുത്തു വെച്ച് ചെയ്തുകൊണ്ട്. അപ്പൊ ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ യു വിൽ ഗെറ്റ് 1132, 1132. അപ്പൊ അതാണ് വീടിന്റെ വടക്കേ അറ്റം. അപ്പൊ 1132 എവിടെ വരും നോക്കുക. നമുക്ക് താഴെ അങ്ങ് ഏറ്റവും അറ്റത്ത് വരുന്ന 1284. അത് കഴിഞ്ഞാൽ വരുന്ന 1141. അത് കഴിഞ്ഞാൽ 998 പോയിന്റാണ്. അപ്പൊ അതിന് രണ്ട് ഇടയ്ക്ക് വരും. 1141.33ന്റെയും 998.67 ഇടയ്ക്ക് വരും 1132. അപ്പൊ ആ 1132 അവിടെ ഒരു ലൈൻ വരയ്ക്കുക. ഒരു ലൈൻ വരച്ചു ആ രണ്ടിന്റെ ഇടയ്ക്ക്. 1141.33ന്റെയും 998.67 ഇടയ്ക്ക് ഒരു ലൈൻ വരച്ചു. ആ ലൈനിന്റെ അളവാണ് 1132. അത് അവിടെ എഴുതുക. 1132 അത് അവിടെ എഴുതി കഴിഞ്ഞു. അപ്പൊ അത് ഇതെല്ലാം വരച്ചു കഴിഞ്ഞാൽ ഉടനെ എഴുതണം. പിന്നെ നമുക്ക് ചിലപ്പം നോക്കിയെടുക്കാൻ പ്രയാസമായിരിക്കും. അതുകൊണ്ട് അപ്പോഴങ്ങ് എഴുതുക. ഓരോ ലൈനും വരച്ചിട്ട് അപ്പോഴങ്ങ് എഴുതുക. 1132 ആ ലൈൻ. അപ്പൊ അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇത് വീടിന്റെ വടക്കേ അറ്റമാണ്. തെക്കേ അറ്റം കാണണമെങ്കിൽ വീതിയെ കുറയ്ക്കണം. വീടിന്റെ വടക്കേ അറ്റത്ത് നിന്ന് വീടിന്റെ വീതി കുറച്ചാൽ തെക്കേ അറ്റം കിട്ടും. അപ്പൊ 1132 വീടിന്റെ വീതി നമുക്കറിയാം 950 തന്നിട്ടുണ്ട്, ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അപ്പൊ 1132 950 കുറയ്ക്കുമ്പോൾ നമുക്ക് 182 കിട്ടും. 182. ഇവിടെ 182 എവിടെ വരും നോക്കണം. തെക്കേ അറ്റത്ത് വരുന്നത് 142.67 ആണ്. ആ 0 കഴിഞ്ഞാൽ പിന്നെ വരും 142.67. അത് കഴിഞ്ഞാൽ 285.33. അപ്പൊ അതിന്റെ രണ്ട് ഇടയ്ക്ക് വരും 182. അപ്പൊ അതിന്റെ ഈ 142.67ന്റെയും 285.33 ഇടയ്ക്ക് ലൈൻ വരയ്ക്കുക. അത് അവിടെ ലൈൻ വരച്ചു, ഡോട്ട് ലൈൻ വരയ്ക്കുക. ആ ലൈനാണ് 182. അതവിടെ മുകളിൽ എഴുതുക 182. അതാ ആരോ കാണിച്ചിട്ട് ആ ലൈൻ അതൊന്ന് ക്ലിയർ ആക്കുക. ഇപ്പൊ നമ്മൾ വീണ്ടും 4 വശവും വരച്ചു കഴിഞ്ഞു. കിഴക്ക് വശം, പടിഞ്ഞാറ് വശം, വടക്ക് വശം, തെക്ക് വശം വരച്ചു കഴിഞ്ഞു. അപ്പൊ അതൊന്ന് ക്ലിയർ ആക്കാൻ വേണ്ടി ഒരു ചുവന്ന ലൈൻ ഇട്ട് നമുക്ക് മാർക്ക് ചെയ്യാം. അത് നോക്കുക. മുകളിലായി ചുവന്ന ലൈൻ, കിഴക്ക് വശത്തായി, തെക്ക് വശത്ത് ചുവന്ന ലൈൻ വന്നു. ആ ഡോട്ടഡ് ലൈനിൽ കൂടെ പടിഞ്ഞാറ് വശത്ത് വന്നു, വടക്ക് വശത്തും വന്നു. അപ്പൊ ഇതാണ് വീട്.
വീടിന്റെ സ്ഥാനം ഇതായിരിക്കും. അപ്പൊ ഇനി ഇത്രയും കണ്ടു കഴിഞ്ഞാൽ ഇനി ഒരു ലൈനും കൂടി എഴുതണം, എന്നാലേ കംപ്ലീറ്റ് ആവുള്ളൂ. എല്ലാം അറിയാമെന്ന് വിചാരിക്കുന്നു. എങ്ങനെയാണ് എഴുതേണ്ടത്? ആരെങ്കിലും പറയാമോ? ഏതായാലും പറയും. ലാസ്റ്റ് ലൈനിന്റെ ആൻസർ എഴുതണ്ടേ? ആൻസർ അതാണ് ആൻസർ, നമ്മൾ കുറിച്ചു കൊടുക്കുന്നത് അതാണ്. എങ്ങനെയാണ് വരുന്നത്? ആരെങ്കിലും പറയാമോ നോക്കിയിട്ട്? എന്തുവാണ് നമ്മളെ സ്ഥാനം എങ്ങനെയാണ് എഴുതി കൊടുക്കേണ്ടത്? ആരെങ്കിലും അഡ്മിറ്റ് ചെയ്ത് പറയുക. തെറ്റുന്നെങ്കിൽ തെറ്റിക്കോട്ടെ. ആർക്കും അറിഞ്ഞൂടാ. കഴിഞ്ഞ ക്ലാസ്സുകൾ പറഞ്ഞത് എങ്ങനെയാണെന്നോ? വീടിന്റെ കന്നിമൂലയുടെ സ്ഥാനം നമ്മുടെ പ്ലോട്ടിന്റെ അല്ലെങ്കിൽ വാസ്തുമണ്ഡലത്തിലെ കന്നിമൂലയിൽ നിന്നും വീടിന്റെ കന്നിമൂലയുടെ സ്ഥാനം എങ്ങനെയാണ് കാണുന്നത് എന്നുള്ളത് എഴുതണം. കാര്യം കേൾക്കുന്നുണ്ടോ? ആരും ശബ്ദമേ ഇല്ല. കേൾക്കുന്നുണ്ടോ ഈ പറയുന്നതൊക്കെ? കേൾക്കുന്നുണ്ട് സാർ, കേൾക്കുന്നുണ്ട്. സ്ക്രീൻ കാണുകയും കേൾക്കുന്നുണ്ട് സാർ. സ്ക്രീൻ കാണാമല്ലോ. ഹലോ, കാണാം, സ്ക്രീൻ കാണാം. ഓക്കെ. അപ്പൊ ഇനി ആ വീടിന്റെ സ്ഥാനം എങ്ങനെയാ പറയുന്നത്? പറയാം, ആരും പറയാം. സർ, വാസ്തുമണ്ഡലത്തിന്റെ കന്നിമൂലയിൽ നിന്നും വടക്ക് ദിശയിലേക്ക് 182 സെന്റിമീറ്ററും 182. ഓക്കെ. പിന്നെ കന്നിമൂലയിൽ നിന്നും പടിഞ്ഞാറ് വശത്തേക്കല്ല, കിഴക്ക് വശത്തേക്ക് 256 സെന്റിമീറ്ററും മാറി ഗൃഹത്തിന് ഉത്തമ സ്ഥാനം ആണ്. ഗ്രഹത്തിനെന്ന് പറഞ്ഞാൽ പോരാ, ഗ്രഹത്തിന്റെ കന്നിമൂലയ്ക്ക് കറക്റ്റാണ്. അതായത് ഇവിടെ നോക്കിയാൽ അറിയാം, ഈ പടം നോക്കിയാൽ അറിയാം, വാസ്തുമണ്ഡലത്തിലെ കന്നിമൂലയാണ് നമ്മൾ 0 എന്ന് എഴുതിയേക്കുന്നത്. അവിടുന്ന് പറഞ്ഞിട്ട് സംശയം ചോദിക്കാം. വാസ്തുമണ്ഡലത്തിലെ കന്നിമൂലയാണ് 0 എന്ന് എഴുതിക്കുന്ന ആ കോർണർ. അവിടുന്ന് വടക്ക് ദിശയിലേക്ക് നമ്മൾ നോക്കുക. 182 ആണ് വരുന്നത്. 182 ആണ് വരുന്നത്. കിഴക്കോട്ട് വരുന്നത് 256 ആണ്. അപ്പൊ വാസ്തുമണ്ഡലത്തിലെ കന്നിമൂലയിൽ നിന്നും 182 സെന്റിമീറ്റർ വടക്കോട്ടും 256 സെന്റിമീറ്റർ കിഴക്കോട്ടും മാറി വീടിന്റെ അല്ലെങ്കിൽ ഗ്രഹത്തിന്റെ കന്നിമൂലയ്ക്ക് ഉത്തമമായ സ്ഥാനം. ഇതുകൂടെ എഴുതുമ്പോഴത്തേക്ക് ജസ്റ്റ് നോക്കാം. അത് കഴിഞ്ഞ് ഡൗട്ട് ചോദിക്കാം. ഒരു സെക്കൻഡ്. അതവിടെ താഴെ എഴുതൊക്കെ നോക്കുക. വാസ്തുമണ്ഡല കന്നിമൂലയിൽ നിന്നും 182 സെന്റിമീറ്റർ വടക്കോട്ടും 256 സെന്റിമീറ്റർ കിഴക്കോട്ടും മാറി ഗ്രഹത്തിന്റെ കന്നിമൂലയ്ക്ക് ഉത്തമമായ സ്ഥാനം. ഇതുകൂടെ എഴുതുമ്പോഴേ കംപ്ലീറ്റ് ആവും. ഈ ഒരു വഴി എഴുതിയില്ലെങ്കിൽ ഫുൾ മാർക്ക് കിട്ടില്ല. പടം വരച്ച് എല്ലാം കറക്റ്റായിട്ട് ചെയ്താൽ ഈ ഒരു ലാസ്റ്റ് വരി കൂടെ എഴുതണം. എന്താ സംശയം ചോദിച്ചേ? സർ, അതിപ്പോ നമ്മളിപ്പോ കന്നിമൂലക്കുന്ന് നമ്മളിപ്പോ ഈ ഉത്തമ സ്ഥാനം പോയിന്റ് എടുത്തില്ലേ, അപ്പൊ അവിടുന്ന് പുറത്തേക്ക് മാറിയിട്ടല്ലേ തറയുടെയും പിന്നെ പാതുകത്തിന്റെയും അത് ഇതും കൂടെ വരുന്നത്? അല്ല, ഇതിപ്പോ നമ്മുടെ ഭിത്തിപ്പുറമാണ്. ഈ അളവുകളെല്ലാം നമ്മൾ കാണിച്ചത്, ഈ വീടിന്റെ ഈ അളവ് കാണിക്കുന്ന ഭിത്തിപ്പുറമാണ്. ഭിത്തിപ്പുറത്തിന് നമുക്ക് ബേസ്മെന്റിലേക്ക് പിന്നെ നമ്മള് പിന്നെ നമ്മള് തള്ളു കൊടുക്കുന്നുണ്ടോ ഇല്ലയോ നോക്കണം. തള്ളു കൊടുക്കാതെ സാധാരണ വാസ്തുപ്രകാരം ചെയ്യുന്ന വീടുകൾക്ക് തള്ളു കൊടുക്കാറില്ല. സാധാരണ ഞാനൊക്കെ ചെയ്യുന്ന മിക്കവാറും തള്ളു കൊടുക്കാറില്ല. അതായത് ഭിത്തിയുടെ അതല്ല സർ ചോദിച്ചത്. നമ്മള് തറപ്പുറം പാതുകപ്പുറവും പുറത്തേക്ക് 3 അംഗുലം വീതം എടുക്കണ്ടേ? 4 അംഗുലം. അത് തന്നെ. അത് ഭിത്തിന്ന് ബേസ്മെന്റിലേക്ക് തള്ളല്ലേ ഉദ്ദേശിക്കുന്നത്? അതെ, തള്ള അല്ല സർ. നമ്മള് എടുക്കുന്ന പിന്നെ ഒരു 3 സെന്റിമീറ്റർ 4 സെന്റിമീറ്റർ ചിലപ്പോൾ എടുക്കാറുണ്ട്. അതെ, 4 സെന്റിമീറ്റർ പുറത്തേക്ക് വരുന്നുണ്ടല്ലോ. മണ്ണിനടിയിൽ പാതുകം. മണ്ണിനടിയിലെ ഫൗണ്ടേഷനാണ്. പിന്നെ ഫൗണ്ടേഷൻ ബേസ്മെന്റിലേക്ക് നമ്മള് ഇത് കൊടുക്കണം. പക്ഷെ അത് കഴിഞ്ഞ് ബേസ്മെന്റ് ഇത് ഭിത്തിയിലേക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. ബേസ്മെന്റ് അതേ, കാരണം അങ്ങനെയാണെങ്കിൽ ബേസ്മെന്റ് കൊടുക്കുകയാണെങ്കിൽ ബേസ്മെന്റ് ചുറ്റളവ് പ്രത്യേകം കണ്ടിട്ട് അത് മരണ ചുറ്റൊന്നും അല്ലാതെ നമ്മൾ ഉറപ്പുവരുത്തണം. കാരണം ഭിത്തിയുടെ അതേ ലെവലിൽ തന്നെ നമ്മൾ ബേസ്മെന്റ് ചെയ്താൽ, രണ്ടും ഒരേ അളവിൽ ചെയ്യുകയാണെങ്കിൽ ഭിത്തിപ്പുറം ചുറ്റും ബേസ്മെന്റ് ചുറ്റും ഈക്വൽ ആയിരിക്കും. അപ്പൊ ഭിത്തിപ്പുറം ചുറ്റും നമ്മളിപ്പോൾ ഉത്തമമായിട്ടാണ് കണ്ടിരിക്കുന്നത്. അപ്പൊ അത് തന്നെ ബേസ്മെന്റ് ചുറ്റിനും കിട്ടും. അപ്പൊ അതുകൊണ്ട് നമ്മള് പ്രത്യേകിച്ച് ഒരു തള്ളു കൊടുക്കേണ്ട ആവശ്യമില്ല. മനസ്സിലായല്ലോ? പറയൂ. ഹലോ, മണ്ണിനടിയിലെ ഈ ഫൗണ്ടേഷൻ നമ്മളെ പോയിന്റ് പുറത്തേക്ക് വരുന്നത് കൊണ്ട് ദോഷം വല്ലതുണ്ടോ? നമ്മുടെ ഫൗണ്ടേഷന്റെ അടിയില് 4 സെന്റിമീറ്റർ നമ്മൾ
പുറത്തേക്ക് വരുന്നത് കൊണ്ട് നമുക്ക് ദോഷമുണ്ടോ എന്നുള്ളതാണ്. ഈ പോയിന്റ് പുറത്തേക്കല്ലേ വരിക? ബേസ്മെന്റിന്റെ മുകളിലാണ് ഉദ്ദേശിച്ചത്. ഫൗണ്ടേഷന്റെ മുകളിൽ, ഫൗണ്ടേഷനും ബേസ്മെന്റും ആയിട്ടുള്ള പത്തിരിപ്പ് എന്നാണ് പറയുന്നത്. അതായത് ഭിത്തിന്ന് തറ 4 സെന്റിമീറ്റർ ചെടി ഉണ്ടാവുമല്ലോ, അതിന്റെ 4 സെന്റിമീറ്റർ ഉണ്ടാവില്ലേ തറ, അവിടുന്ന് 4 സെന്റിമീറ്റർ പാതകം ഉണ്ടാവില്ല. ശ്രദ്ധിക്കുക, ഞാൻ പറഞ്ഞുതരാം, ശ്രദ്ധിക്കുക. ഒന്ന്, ബേസ്മെന്റും ഫൗണ്ടേഷനും തമ്മിലുള്ള പത്തിരിപ്പ്. 2, ഭിത്തിപ്പുറവും ബേസ്മെന്റും തമ്മിലുള്ള പത്തിരിപ്പ്. 2 പത്തിരിപ്പുണ്ടല്ലോ, അത് മനസ്സിലായല്ലോ? അതെ സാർ. അപ്പൊ അതില് ഫൗണ്ടേഷനും ബേസ്മെന്റുമായിട്ട് പത്തിരിപ്പ് കൊടുത്തേ പറ്റൂ. പക്ഷെ അത് ഇവിടെ വരുന്നില്ല. കാരണം ഇത് നമ്മൾ ഈ ഭിത്തിപ്പുറം അളവാണ്. ഭിത്തിപ്പുറത്ത് നിന്ന് ബേസ്മെന്റിന് വേണമെങ്കിൽ പത്തിരിപ്പ് കൊടുക്കാം. അങ്ങനെ ബേസ്മെന്റ് നമ്മൾ പത്തിരിപ്പ് കൊടുക്കുകയാണെങ്കിൽ ബേസ്മെന്റ് ചുറ്റും ഭിത്തിപ്പുറം ചുറ്റുമായിട്ട് വ്യത്യാസം വരും. ഭിത്തിപ്പുറം ചുറ്റിനേക്കാൾ കൂടുതലായിരിക്കും ബേസ്മെന്റിന്റെ ചുറ്റും. അല്ലേ? ക്ലിയർ ആയല്ലോ? അതെ സാർ. അപ്പൊ അങ്ങനെ കൂടുതലാണെങ്കിൽ ആ കൂടുന്ന ചുറ്റളവ്, നമ്മളെ ബേസ്മെന്റ് ചുറ്റളവ് പ്രത്യേകം കണ്ടുപിടിച്ചിട്ട് അത് മരണച്ചുറ്റും അല്ല. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ 4 നിഷിദ്ധ യോനികൾ പറഞ്ഞിട്ടുണ്ടല്ലോ. അതായത് കുക്കരയോനി, ഖരയോനി, വായസയോനി, പിന്നെ ധൂമയോനി. ഈ 4 നിഷിദ്ധ യോനികളിലും അതുപോലെ മരണച്ചുറ്റും ആകാൻ പാടില്ല. അപ്പൊ അത് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണം. അതേസമയം ഭിത്തിപ്പുറം ചുറ്റും ബേസ്മെന്റ് ചുറ്റും ഒരേ ലെവലാക്കിയാൽ ഭിത്തിയുടെയും ബേസ്മെന്റിന്റെ ഇടയ്ക്ക് പത്തിരിപ്പില്ലാതെ ചെയ്യാം. മിക്കവാറും വാസ്തുപ്രകാരം ചെയ്യുന്ന വീടുകളൊക്കെ അങ്ങനെയാണ് ചെയ്യുന്നത്. ഞാനൊക്കെ ചെയ്യുന്ന മിക്കവാറും വീടുകളെല്ലാം ബേസ്മെന്റിന്റെ ലെവലും ഭിത്തിയുടെ ലെവലും ഒരേ ലെവലായിരിക്കും. തള്ളുവരില്ല, വെളിയിലോട്ട് തള്ളുവരില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് പിന്നെ ഭിത്തിപ്പുറം ചുറ്റി തന്നെ ബേസ്മെന്റ് ചുറ്റുമായിട്ട് എടുക്കാം. അപ്പൊ അത് ഉത്തമമായിരിക്കും. അപ്പൊ അവിടെ പത്തിരിപ്പ് ഇല്ലാതെ കൊടുക്കാം. ക്ലിയർ ആയോ? അത് ക്ലിയർ ആയി സാർ. ഓക്കെ. വേറെ എന്തെങ്കിലും സംശയം ഈ കണക്കില്? ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. നമ്മൾ ഓരോ വീടിനും സ്ഥാനം കാണുമ്പോൾ ഇതുപോലെ തന്നെ കാണണം. വാസ്തുപ്രകാരം നമ്മൾ കാണുകയാണെങ്കിൽ ഇതുപോലെ തന്നെ കാണണം. ഇത് ആദ്യം നോക്കുമ്പോൾ ചിലർക്ക് ഒരു പ്രയാസമായിട്ട് തോന്നും. പക്ഷെ ഇത് വളരെ സെയിം പ്രൊസീജിയറാണ്. ഇത് സംഗതി വലിയ സാധാരണ ചില കേസുകളിൽ ചിലപ്പം പിന്നെ ഇതിപ്പോ ഡയറക്റ്റ് ആയിട്ട് ഇത് ഏറ്റവും ഈസി ആയിട്ട് കിട്ടിയേക്കുന്നതാണ്. ഇങ്ങനെ കിട്ടിയെന്ന് വരില്ല. ചിലപ്പോൾ ചില കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. അങ്ങനെയുള്ള കുറച്ച് കോംപ്ലിക്കേറ്റഡ് കേസുകളൊക്കെ വന്നു പ്രാക്ടിക്കലായിട്ട് വന്നെന്ന് വരാം. അത് പക്ഷെ ബേസിക്കലി നമ്മൾ പഠിക്കുന്നില്ല. ബേസിക്കലി അതിന്റെ ഏറ്റവും തിയറി നമ്മൾ മനസ്സിലാക്കുക. പ്രാക്ടിക്കലായിട്ടുള്ള ചില വരുന്ന ചില കേസുകളൊക്കെ ഈ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ കോഴ്സ് നമുക്ക് മനസ്സിലാക്കാം. ഇതിൽ എങ്ങനെയാണ് ഇതിന്റെ തിയറി ആണ് കംപ്ലീറ്റ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഇത് എങ്ങനെയാണ് ഇത് കാണുന്നത്, ആ കാണുന്നതായിട്ട് തിയറി. ഇപ്പൊ ഈ വിധത്തിലാണ് നമുക്ക് സ്ഥാനം കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമ്മളിപ്പം വാസ്തുമണ്ഡലവും വീടും ഒക്കെ ഉള്ളപ്പോൾ ആദ്യം പിന്നെ വാസ്തുമണ്ഡലത്തിൽ വയ്ക്കാവുന്ന ഒരു വാസ്തുമണ്ഡലത്തിന്റെ അളവുണ്ടെങ്കിൽ ആ വാസ്തുമണ്ഡലത്തിൽ വയ്ക്കുന്ന വീട് കിഴക്കിനി, പടിഞ്ഞാറ്റിനി, വടക്കിനി, തെക്കിനി ഇതിൽ ഏതാണെന്ന് നമുക്ക് അറിയാവുന്നുണ്ടെങ്കിൽ ആ വാസ്തുമണ്ഡലത്തിൽ വെക്കുന്ന വീടിന്റെ പരമാവധി നീളവും പരമാവധി വീതിയും കണ്ടുപിടിക്കാൻ നമ്മൾ പഠിച്ചു. അതുപോലെ അവിടെ വയ്ക്കുന്ന വീടിന്റെ അതിന്റെ സ്ക്വയർ ഫീറ്റ് അല്ലെങ്കിൽ വീടിന്റെ ഏരിയ വിസ്തീർണം നമുക്ക് അറിയാവുന്നുണ്ടെങ്കിൽ ഉത്തമമായ നീളവും ഉത്തമമായ വീതിയും കണ്ടുപിടിക്കാൻ നമ്മൾ പഠിച്ചു. അതുപോലെ തന്നെ വാസ്തുമണ്ഡലത്തിന്റെ അളവും വീടിന്റെ അളവും ആ വീട് കിഴക്കിനി, തെക്കിനി, വടക്കിനി, പടിഞ്ഞാറ്റിനി ഇതിൽ ഏതാണെന്നുള്ള ഈ 3 ഡേറ്റ നമുക്ക് ഉണ്ടെങ്കിൽ ആ വാസ്തുമണ്ഡലത്തിൽ ആ വീടിന് ഉത്തമമായ സ്ഥാനം കാണാൻ ഇപ്പൊ നമ്മൾ പഠിച്ചു. ഇത് 3 കഴിഞ്ഞു. ഇത് 3 ഇതോടെ വലിയ കോംപ്ലിക്കേറ്റഡ് കണക്കുകളൊക്കെ തീർന്നു. കുറച്ചെങ്കിലും കണക്ക് കൂടുതലുള്ള ഇത്രയേ ഉള്ളൂ. ഇനി അങ്ങോട്ടൊക്കെ വളരെ ചെറിയ സിമ്പിളായിട്ടുള്ള ഈ കഥകിന്റെയും ജനലിന്റെയും ഒക്കെ അളവ് കണ്ടുപിടിക്കുന്നതിന്റെ ഒക്കെ ഒരു ചെറിയ ഇത് വരും. അത് ഇത്രയും ഇതുപോലെയല്ല. പക്ഷെ ഇത് നമുക്ക് മനസ്സിലാക്കണം. എല്ലാവരും മനസ്സിലാക്കുക. വീട്ടിൽ പോയി ചെയ്ത് നോക്കാതെ വായിച്ചോ അല്ലെങ്കിൽ ക്ലാസ് ചെയ്ത് തലയാട്ടിക്കൊണ്ടൊന്നുമില്ല. ഞാൻ ഒരു ഉദാഹരണം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞാണെന്നാണ് എൻ്റെ ഓർമ്മ. ഞാൻ ഇതൊക്കെ ആദ്യം ഇത് ബേസിക് ഇതൊക്കെ പഠിക്കുന്നത് ആറന്മുള വാസ്തുവിദ്യാ ഗുരുകുലത്തിൽ നിന്നാണ്. ആറന്മുള വാസ്തുവിദ്യാ ഗുരുകുലത്തിൽ ഞങ്ങളെ പഠിപ്പിച്ചിരുന്നത് പിന്നെ ആ അധ്യാപകൻ ഇതെല്ലാം പഠിപ്പിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് വാസ്തവം പറഞ്ഞാൽ അപ്പോൾ ശരിക്കും മനസ്സിലായില്ല. ക്ലാസ്സിലെടുത്തു, മനസ്സിലായി ചോദിക്കും, തലയാട്ടുകയൊക്കെ ചെയ്തു, ചില സംശയങ്ങളൊക്കെ ചോദിച്ചു. എന്നാലും കംപ്ലീറ്റ് അതിൻ്റെ ശരിക്കും അതിൻ്റെ ഒരു ഉള്ളിൽ വന്നില്ല. പക്ഷെ പിന്നെ വീട്ടിൽ പോയി കുറെ നോക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് കാര്യങ്ങൾ മനസ്സിലായി. പിന്നെ അത് കഴിഞ്ഞ് കുറെ പഴയ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ എടുത്ത് ചെയ്ത് നോക്കിയപ്പം ക്ലിയർ ആയി അതിൻ്റെ എങ്ങനെയാണെന്നുള്ളത്. വാസ്തു ബേസിക് കോഴ്സിന്റെ പരീക്ഷയ്ക്കൊക്കെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യനെ വരുള്ളൂ. പക്ഷെ അത് അഡ്വാൻസ് കോഴ്സിന് കുറച്ചുകൂടെ ഒക്കെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഡയറക്റ്റ് ഇങ്ങനെ ചെയ്യാൻ വയ്യാതെ അതിന് വേറെ ചില ഇതൊക്കെ നോക്കേണ്ടി വരും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ കോഴ്സിന് വരും. ഇതിനകത്ത് അത് വരില്ല. ഇത് സിമ്പിൾ ആയിട്ടുള്ള ഒരു ഇതാണത്.
അങ്ങനത്തെ ക്വസ്റ്റ്യനൊക്കെ ആണ് അതിന്റെ ശരിക്കും പ്രൊസീജിയർ മനസ്സിലാക്കിയിരിക്കണം. ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ആർക്കും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. സാറേ ഒരു സംശയമുണ്ട് സാറേ. ആരാണ് പേരൂടെ പറഞ്ഞത്? സോൺ ഗംഗാധരൻ സാറേ. ഓക്കെ, പറയൂ സാറേ. അപ്പൊ നമ്മൾ ഫൗണ്ടേഷൻ വെക്കുമ്പോൾ ആദ്യത്തെ കല്ലിടുമ്പം നമ്മൾ ഈ കന്നിമൂലയുടെ സ്ഥാനത്തിനും തള്ളിയല്ലേ നമ്മളിപ്പോ കല്ല് വെക്കേണ്ടത്? താഴെ ഫസ്റ്റ് കല്ല് വെക്കുന്നത്, ഫസ്റ്റ് കല്ല് വെക്കുന്ന സാധനം നമ്മൾ ചെയ്യുന്നത് നമ്മള് പിന്നെ ഫൗണ്ടേഷനുള്ള കുഴി എടുക്കുമല്ലോ, വാനം തോണ്ടെന്ന് പറയും. ഫൗണ്ടേഷൻ സാധാരണ ഏത് ടൈപ്പ് പൈൽ ഫൗണ്ടേഷനോ അല്ലെങ്കിൽ വെൽ ഫൗണ്ടേഷൻ, അതല്ലെങ്കിൽ സാധാരണ കരിങ്കല്ല് കൊണ്ടോ അല്ലെങ്കിൽ കോൺക്രീറ്റ് കൊണ്ടോ ഉള്ള ഫൗണ്ടേഷനൊക്കെയാണ് നമ്മൾ സാധാരണ ചെയ്യാറുള്ളത്. അപ്പോൾ ഇതിൽ ഏത് ഫൗണ്ടേഷനാണ് നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ ആ ഫൗണ്ടേഷന് വേണ്ടി നമ്മൾ കുഴിയെടുക്കും. മണ്ണിൻ്റെ അടിയിൽ നിന്ന് അതിൻ്റെ ആഴമൊക്കെ നോക്കി മണ്ണിൻ്റെ അതിൻ്റെ ഘടന അല്ലെങ്കിൽ മണ്ണിൻ്റെ ഉറപ്പും എല്ലാം നോക്കിയിട്ട് താഴ്ത്തണോ, എത്ര താഴെ വേണമെന്നൊക്കെ, അല്ലെങ്കിൽ സ്ട്രക്ചറൽ എഞ്ചിനീയറുടെ സഹായത്തോടുകൂടി നമ്മൾ താഴ്ച എല്ലാം കണ്ടുപിടിച്ചിട്ടാണ് നമ്മൾ ഫൗണ്ടേഷൻ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഫൗണ്ടേഷൻ ചെയ്യുമ്പോൾ ഫൗണ്ടേഷൻ്റെ ഏതാണ്ട് ഭിത്തിയുടെ മൂലയ്ക്ക് വരുന്ന ഭാഗത്തായിട്ടാണ് ആദ്യത്തെ കല്ല് വയ്ക്കുന്നത്. നമ്മൾ ഭിത്തിയുടെ ഇതാണ് അവിടെ അടയാളപ്പെടുന്നത്, ഫൗണ്ടേഷന്റെ വെളിയല്ല കല്ല്. ആദ്യത്തെ കല്ല് വെക്കുന്നത് പടിഞ്ഞാറ് വശത്തെ ഭിത്തിയും തെക്ക് വശത്തെ ഭിത്തിയും തമ്മിൽ മീറ്റ് ചെയ്യുന്ന പോയിന്റിൽ അവിടെ മാർക്ക് ചെയ്യും. മനസ്സിലായല്ലോ? ഈ അളവാണ് നമ്മൾ ഈ അളവ് തന്നെയാണ് നമ്മൾ വെച്ചിട്ട് അവിടെയാണ് കല്ല് വെക്കുന്നത്, ആദ്യത്തെ കല്ല്. അത് കഴിഞ്ഞ് വെളിയിലോട്ടൊക്കെ ചെറിയ കല്ല് വെച്ച് പ്രൊജക്ട് ചെയ്ത് പിന്നെ ഫൗണ്ടേഷൻ വലുതാക്കി. കല്ലിടുന്നതെന്ന് പറഞ്ഞാൽ വീടിനുള്ളിൽ വേണം. വീടിനുള്ളിൽ എന്ന് പറയുമ്പോഴത്തേക്ക് വീടിന്റെ ഇപ്പൊ തെക്ക് വശവും ഇപ്പൊ ഇവിടെ ഈ തെക്കേറ്റത്ത് കാണുന്ന ലൈനും പടിഞ്ഞാറേറ്റത്ത് കാണുന്ന ലൈനും നമ്മുടെ പടത്തില് അത് രണ്ടും കൂടെ ചേരുന്ന ഇതാണ് കന്നിമൂല എന്ന് പറയുന്നത്. വീടിന്റെ കന്നിമൂലയുടെ ഭാഗത്ത് വേണം നമ്മൾ, അല്ലാതെ ഫൗണ്ടേഷന്റെ കന്നിമൂലയല്ല. കല്ല് ആദ്യത്തെ കല്ല് വെക്കേണ്ട വീടിന്റെ കന്നിമൂലയുടെ ഭാഗത്ത്. അത് വെച്ചിട്ട് നമ്മൾ രണ്ട് സൈഡിൽ ചെറിയ രണ്ട് കല്ലും ഒക്കെ വെക്കും. അപ്പൊ അതിന്റെ ആ നേരിട്ട് വെച്ചിട്ട് കുറച്ച് തള്ള് അതിനകത്ത് അഡ്ജസ്റ്റ് ചെയ്യും. എത്ര തള്ളു വേണം എന്നുള്ളത് നോക്കിയിട്ട് ഫൗണ്ടേഷൻ തള്ളു, അതായത് ഈ പത്തിരിപ്പ് ബേസ്മെന്റും ഫൗണ്ടേഷനുള്ള പത്തിരിപ്പ് എത്ര വേണം നോക്കിയിട്ട് അതിനെ. പക്ഷേ ഫൗണ്ടേഷന്റെ ചുറ്റ് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല, കാരണം അത് മണ്ണിനടിയിലായതുകൊണ്ട് അതിന്റെ ചുറ്റിന് പ്രസക്തിയില്ല, മണ്ണുമായിട്ട് അങ്ങ് ചേർന്ന് കിടക്കണം. പക്ഷെ മണ്ണിന് മുകളിലോട്ട് വരുന്ന ബേസ്മെന്റിന്റെ ചുറ്റും ഭിത്തിപ്പുറം ചുറ്റും പ്രധാനമാണ്. അപ്പോൾ രണ്ടും നമ്മൾ പത്തിരിപ്പില്ലാതെ ഒരേ ലെവലിൽ തന്നെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഭിത്തിപ്പുറം ചുറ്റും തന്നെ നമുക്ക് ബേസ്മെന്റ് ചുറ്റും ചെയ്യാൻ പറ്റും. ക്ലിയർ ആയല്ലോ? സംശയം ക്ലിയർ ആയി? ഓക്കെ സാർ, ഒരു പ്രോബ്ലം കൂടി ഇതുപോലെ ഇട്ടാ നന്നായി. അല്ല, ഇനി ഒരു പ്രോബ്ലം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ തരും. ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ഒരുപാട് പ്രോബ്ലം നിങ്ങൾ ചെയ്യണം. 2 പ്രോബ്ലം നമുക്ക് ചെയ്യാവുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് ഇതിൽ ഒരെണ്ണം തന്നെ ചെയ്യാൻ നമുക്കറിയാം. ഇപ്പൊ ഈ ക്ലാസ് തുടങ്ങിയപ്പോൾ ചെയ്തതാണ്, 1 മണിക്കൂർ എടുത്തു ഒരു പ്രോബ്ലം ഇപ്പൊ ചെയ്യാൻ. അപ്പൊ ഇനി നിങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ട് സംശയം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ ചെയ്യാം. അത് മാത്രമല്ല, നമ്മൾ അവസാനം റിവിഷൻ ഉണ്ട്, കംപ്ലീറ്റ് ക്വസ്റ്റ്യൻ റിവിഷൻ. അപ്പൊ റിവിഷനിൽ നമ്മളൊരു ക്വസ്റ്റ്യൻ ചെയ്യും. പക്ഷെ അപ്പൊ അത് നിങ്ങൾക്ക് ശരിക്കും ചെയ്യണമെങ്കിൽ നിങ്ങൾ നോക്കണം, വീട്ടിൽ പോയി നോക്കണം. കഴിഞ്ഞ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്തു, നമ്മൾ ക്ലാസ്സിൽ ഒരെണ്ണം ചെയ്തു, അത് ഇപ്പൊ രണ്ടാമത്തെയാണ് നമ്മൾ ചെയ്തത്. ഹോംവർക്കിൽ വീട്ടിൽ പോയി ചെയ്യാൻ പറഞ്ഞു. അത് ചെയ്ത് കഴിഞ്ഞിട്ട് വീണ്ടും ഇവിടെ വെച്ചൊക്കെ ചെയ്യുമ്പോൾ 3 പ്രാവശ്യം നിങ്ങൾ ശരിക്കും മനസ്സിലാവും എങ്ങനെയാണെന്ന്. പിന്നെ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ, പഴയ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ അതിനകത്ത് എല്ലാ ഈ 3നും ഒരു ക്വസ്റ്റ്യൻ കമ്പൽസറി ആയിട്ട് എല്ലാ ഇതിലും ഉണ്ട്. അതായത് പരമാവധി നീളവും പരമാവധി വീതി കാണാനും, ഉത്തമമായ നീളവും ഉത്തമമായ വീതി കാണാനും, സ്ഥാനം കാണാനുള്ള ചോദ്യങ്ങൾ പിന്നെ തീർച്ചയായിട്ടും കാണും. അപ്പൊ ഇത് 3 നമ്മൾ പഠിച്ചിരിക്കണം. പ്രാക്ടിക്കലായിട്ട് ഇത് 3 വളരെ ആവശ്യമുള്ളതാണ്. നമ്മള് ഒരു വീട് പുതിയതായിട്ടൊരു വീട് വയ്ക്കുമ്പം ഈ 3 നമുക്ക് കണ്ടുപിടിക്കേണ്ടി വരും. അവിടെ വെച്ച് കണ്ടുപിടിച്ചിട്ടാണ് നമ്മൾ പ്രൊസീഡ് ചെയ്യുന്നത്. സാധനം കാണുന്നതൊക്കെ ഇങ്ങനെയാണ് സാധനം കാണേണ്ടത്. അപ്പം ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. വേറെ എന്തെങ്കിലും ഈ പഠിച്ചതിനകത്ത് എന്തെങ്കിലും സംശയം, മറ്റേ ജനറൽ ആയിട്ടുള്ള സംശയം അവസാനം ചോദിക്കാം ക്ലാസിന്റെ എൻഡിൽ. സംശയമൊന്നും ഇല്ലാന്ന് വിചാരിക്കുന്നു. ഇപ്പൊ നമ്മൾ ഇതിനടുത്ത ഭാഗത്തേക്ക് കടക്കുകയാണ്. ഇപ്പൊ നമുക്ക് വീടിന്റെ നീളം, വീതി, ചുറ്റളവ്, ഇതൊക്കെ ഭിത്തിപ്പുറം ചുറ്റളവ് ഇതൊക്കെ നമുക്ക് മനസ്സിലായി. പരമാവധി നീളവും വീതിയും കാണാനും ഉത്തമമായ നീളവും വീതിയും കാണാനും സ്ഥാനം കാണാനും ഒക്കെ മനസ്സിലാക്കി. അപ്പൊ ഇനിയിപ്പം ഈ ചാപ്റ്റർ ദീർഘവിസ്താരം എന്നുള്ള ചാപ്റ്ററിൽ ദീർഘവിസ്താരം മാത്രമല്ല ഇതിനകത്ത് പറഞ്ഞാൽ വീടിന്റെ ഉയരം കാണുന്നത് നോക്കണം. വീടിന്റെ ഉയരം എങ്ങനെ കണ്ടുപിടിക്കാം? അപ്പൊ വീട് നമുക്കറിയാം, ഫൗണ്ടേഷന്റെ ഉയരം, ബേസ്മെന്റിന്റെ ഉയരം, ഭിത്തിയുടെ പൊക്കം, ഭിത്തിയുടെ മുകളിൽ റൂഫിന്റെ ഹൈറ്റ്, ഇതെല്ലാം ഉയരത്തിനകത്ത് വരും.
അപ്പൊ ഉയരം കാണുന്നതിന് പല ഇപ്പൊ ഉയരം കാണാൻ വാസ്തുശാസ്ത്രത്തിൽ തന്നെ ചില പ്രത്യേക വിധികൾ പറഞ്ഞിട്ടുണ്ട്, ചില മെത്തേഡുകൾ പറഞ്ഞിട്ടുണ്ട്. ഇന്ന വിധത്തിൽ വേണം പൊക്കം കാണാൻ. അത് ബേസ്മെന്റിന്റെ പൊക്കം കാണുന്നത് എങ്ങനെയാണ്, അത് കഴിഞ്ഞ് ഭിത്തിയുടെ പൊക്കം എങ്ങനെയാണ്, ഇതൊക്കെ പ്രത്യേകം പറയുന്നുണ്ട്. അപ്പൊ പക്ഷെ അതൊക്കെ ഇന്ന് നമുക്ക് ആവശ്യമില്ല ശരിക്കും. കാരണം ഇതൊക്കെ നേരത്തെ നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ള വാസ്തുശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്ന ആ വിധികൾ, അല്ലെങ്കിൽ ഈ പൊക്കം കാണാനുള്ള ഇതൊക്കെ പറഞ്ഞിരിക്കുന്നത് ഞാൻ നേരത്തെ നമ്മൾ ഇതിന്റെ പറഞ്ഞതാണ്. അതായത് വീതി നീളമൊക്കെ പറഞ്ഞപ്പോൾ, അതായത് ഈ വാസ്തുശാസ്ത്ര ഇതൊക്കെ വരുന്ന സമയത്ത് ശരിക്കും ഈ കോൺക്രീറ്റോ അല്ലെങ്കിൽ കമ്പികൾ, അതായത് RCC റീഇൻഫോഴ്സ് സിമന്റ് കോൺക്രീറ്റ്, അങ്ങനെ കമ്പികളൊക്കെ വെച്ചിട്ടുള്ള പരിപാടി ഇന്നിപ്പം നമുക്ക് ശരിക്കും ഒറിജിനലായിട്ട് വാസ്തുശാസ്ത്രത്തിൽ എത്ര വീടിന്റെ വിസ്താരം എത്രയാണോ ആ വിസ്താരത്തിനനുസരിച്ചേ പൊക്കം വരാവും. പൊക്കം കൂട്ടണമെങ്കിൽ വിസ്താരവും കൂട്ടണം. അപ്പൊ നമുക്കിപ്പം 5 നില വീട് ചെയ്യണം. 5 നില വീടിന്റെ 45 അടിയോ അല്ലെ 50 അടിയോ പൊക്കം 5 നില വീടിനുണ്ടെങ്കിൽ ആ 50 അടി പൊക്കത്തിനുള്ള അനുസരിച്ച് വീതിയുണ്ട്. ആ വിസ്താരം അതനുസരിച്ചുള്ള വിസ്താരം വേണം. ഇത്ര വിസ്താരത്തിന് മാക്സിമം ഇത്ര പൊക്കമേ വീടിനാകാവുന്നുണ്ട്. പക്ഷെ ഇന്നതില്ല. ഇന്ന് കാരണം അന്നത്തെ കാലത്ത് സിമെന്റും RCC ഒന്നും ഇല്ലാത്ത കാലത്തോളാണ് ആ നിയമങ്ങൾ വന്നത്. പക്ഷെ ഇന്ന് നമുക്ക് മോഡേൺ ടെക്നോളജി, സാങ്കേതിക വിദ്യ, ബിൽഡിംഗ് കൺസ്ട്രക്ഷനുള്ള സാങ്കേതിക വിദ്യ അല്ലെങ്കിൽ അതിന്റെ ടെക്നോളജി വളരെയധികം ഇമ്പ്രൂവ് ചെയ്തു. വളരെയധികം കാര്യങ്ങൾ ഇന്നിപ്പോൾ സിമെന്റ് അവൈലബിൾ ആണ്, കോൺക്രീറ്റ് അവൈലബിൾ ആണ്, റീഇൻഫോഴ്സ് സിമെന്റ് കോൺക്രീറ്റ് RCC അവൈലബിൾ ആണ്. അപ്പൊ ഒരു ചെറിയ വീതിയുള്ള ഒരു വീടിലും ഒരു ഈവൻ ഒരു 10-20 അടി വീതിയുള്ള ഒരു വീടാണെങ്കിൽ 10-15 അടി ഉള്ള വീടാണെങ്കിൽ നമുക്ക് എത്ര പൊക്കത്തിൽ വേണമെങ്കിലും കെട്ടാനുള്ള സാങ്കേതിക വിദ്യ, അതിന്റെ ടെക്നോളജി ഇന്ന് നമുക്കുണ്ട്. പക്ഷെ അന്ന് അതില്ലായിരുന്നുകൊണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ പറയുന്നത് നമ്മൾ അറിഞ്ഞിരിക്കണം, മനസ്സിലാക്കിയിരിക്കണം ഇപ്പൊ നമ്മൾ പഠിക്കാൻ പോകുന്ന കാര്യങ്ങൾ. പക്ഷെ ഇന്നിപ്പോ വീടിന്റെ ഉയരം കാണണമെങ്കിൽ ഇപ്പൊ നമ്മൾ ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ ആവശ്യമില്ല. കാരണം അതിന് തമ്പുറുകളുണ്ട്. ആ തമ്പുറുകൾ അവസാനം പറയും. നമ്മൾ അത് പിന്നെ പറഞ്ഞു തരും എങ്ങനെയാണ് ഉയരം നമ്മൾ കണ്ടുപിടിക്കേണ്ടെന്നുള്ള ഉയരം പറഞ്ഞു തരും. പക്ഷെ അത് തമ്പുറുകൾ അവസാനമാണ്. പക്ഷെ ആദ്യം നമ്മൾ പറയുന്നത് വാസ്തുശാസ്ത്രത്തിൽ എങ്ങനെയാണ് വീടിന്റെ ഉയരം കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോഴേ ഒന്നുകൂടെ പറയുവാണ്, ഇപ്പൊ നമുക്ക് അതിന്റെ ആവശ്യമില്ല, പക്ഷെ അത് അറിഞ്ഞിരിക്കണം. കാരണം ശാസ്ത്രം പറഞ്ഞിരിക്കുന്നത് ഇന്നതായതുകൊണ്ട് അതിന് അതിൻ്റെതായ കാരണങ്ങൾ കാണും. അപ്പൊ ചിലപ്പോൾ ചില ആവശ്യങ്ങൾ ചിലപ്പോൾ നമുക്ക് ആവശ്യം വരും. അപ്പൊ അതിനുകൊണ്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. ഒരു ചെറിയ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ വാസ്തുശാസ്ത്രത്തില് ഈ ദിശ കാണാൻ, കിഴക്ക് തെക്ക് പടിഞ്ഞാറ് വടക്ക് കൃത്യമായിട്ട് ദിശ കാണാനുള്ള മെത്തേഡ് വാസ്തുശാസ്ത്രമുണ്ട്. പക്ഷെ നമ്മളിപ്പോ അങ്ങനെ, കാരണം ഇപ്പം മാഗ്നറ്റ് ഉണ്ട്. അതായത് വടക്ക് നോക്കി എന്താന്നൊക്കെ പറഞ്ഞ് നമുക്ക് മാഗ്നറ്റിക് കോമ്പസ് ഉണ്ട്. മാഗ്നറ്റിക് കോമ്പസ് വെച്ചാൽ നമുക്ക് ദിശ ഒരു 2 ഡിഗ്രിയുടെ വ്യത്യാസം ഇപ്പൊ കറക്റ്റായിട്ട് കിട്ടും. കാരണം ഒരു ചെറിയ വ്യത്യാസം അതിനകത്ത് വരും. അത് അതിനെപ്പറ്റി പറയാം. അപ്പൊ അത് ഇന്ന് നമുക്ക് മാഗ്നറ്റിക് കോമ്പസ് വെച്ച് ദിശ കണ്ടുപിടിക്കാം. അപ്പൊ അതുകൊണ്ട് ദിശ കണ്ടുപിടിക്കാനുള്ള മെത്തേഡ് ഇന്ന് ആവശ്യമില്ല. അറിഞ്ഞിരിക്കാൻ വേണമെങ്കിൽ എന്നല്ലാതെ പക്ഷെ ഇന്ന് ആവശ്യമില്ല. പക്ഷെ ഇപ്പൊ നമ്മള് ക്ലാസ്സിൽ പഠിപ്പിക്കല്ല, കാരണം അതൊന്നും ഇപ്പൊ ഇന്നത്തെ ഇല്ലാതില്ല. പക്ഷെ എന്നാൽ ഇത് അറിഞ്ഞിരിക്കണം. വീണ്ടും ഉയരം കണ്ടുപിടിക്കാനുള്ള മെത്തേഡ്, ബേസ്മെന്റ് ഉയരം എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്, ഭിത്തിപ്പൊക്ക ഉയരം എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്, അതിന്റെയൊക്കെ മെത്തേഡ്സ് നമ്മൾ അറിഞ്ഞിരിക്കണം. അത് നോക്കാം, എങ്ങനെയാണ് നമുക്ക് നോക്കാം. പാദമാനം, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഇതാണ്. പാദം മുതൽ മാനം വരെ എന്നുള്ള അർത്ഥമാണ് പാദമാനം. അതായത് പാദമാനം എന്ന് പറഞ്ഞാൽ ബേസ്മെന്റ് പ്ലസ് ഭിത്തി. ബേസ്മെന്റിന്റെ പൊക്കവും ഭിത്തിയുടെ പൊക്കവും കൂടെ കൂട്ടുന്നതാണ്. ഇപ്പൊ ഒറ്റനില വീടാണ്. ഒറ്റനില വീടിനാണെങ്കിൽ ആ ഒറ്റനില വീടിന്റെ താഴത്തെ ബേസ്മെന്റിന്റെ പൊക്കം, ബേസ്മെന്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അധിഷ്ഠാനം, ഇത് ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ അസ്ഥിവാരമാണ്. അസ്ഥിവാരം നോക്കട്ടെ, അസ്ഥിവാരത്തിന് മുകളിലാണ് ബേസ്മെന്റ് വരുന്നത്, അല്ലെങ്കിൽ അസ്ഥിവാരത്തിന് മുകളിലാണ് അധിഷ്ഠാനം വരുന്നത്. ഫൗണ്ടേഷന്റെ മുകളിലാണ് ബേസ്മെന്റ് വരുന്നത്. ബേസ്മെന്റിന്റെ പൊക്കമാണ് അധിഷ്ഠാനമാണ് ബേസ്മെന്റ്, അതിന്റെ അധിഷ്ഠാന പൊക്കം. അധിഷ്ഠാന പൊക്കവും ഭിത്തിപ്പൊക്കം. ഭിത്തിപ്പൊക്കത്തിന് കാലുയരം എന്ന് പറയും, കാലുയരം. അപ്പൊ ഭിത്തിപ്പൊക്കവും അതായത് കാലുയരവും അധിഷ്ഠാനത്തിന്റെ പൊക്കവും, അതായത് ബേസ്മെന്റിന്റെ പൊക്കവും ഭിത്തിയുടെ പൊക്കവും കൂടെ കൂട്ടുന്നതാണ് പാദമാനം. നോക്കാം. ഭൂനിരപ്പ്, അതായത് ഭൂമിയുടെ നിരപ്പ്, അതാണ് ഫൗണ്ടേഷന്റെ മുകളിൽ ബേസ്മെന്റ് തുടങ്ങുന്നത്. അവിടുന്നാണ് ഭൂമിയുടെ നിരപ്പിന്റെ മുകളിൽ നിന്നാണ് ബേസ്മെന്റ് തുടങ്ങുന്നത്. അപ്പൊ ബേസ്മെന്റിന്റെ പൊക്കം ഭൂനിരപ്പ് മുതൽ മേൽക്കൂരയുടെ താഴെ വരെ, അതായത് ഭിത്തിയുടെ പൊക്കം. ഭിത്തിയുടെ മുകളിലാണുള്ള മേൽക്കൂര വരുന്നത്. അപ്പം ബേസ്മെന്റിന്റെ പൊക്കവും ഭിത്തിയുടെ പൊക്കവും കൂടെ കൂട്ടുന്നതാണ് പാദമാനം. അത് മേൽക്കൂരയുടെ താഴെ വരെയുള്ള പൊക്കമാണ് പാദമാനം. മേൽക്കൂര അതിനകത്ത് കൂട്ടില്ല. അതിപ്പോ ഒരു 10 നില വീടാണെങ്കിൽ പാദമാനം എന്ന് പറഞ്ഞാൽ അവിടെയും മണ്ണിന് മുകളിലോട്ട്, അതായത് ബേസ്മെന്റിന്റെ പൊക്കവും
പിന്നെ ഏറ്റവും മുകളിലത്തെ നിലയുടെ റൂഫിന്റെ താഴെ വരെയുള്ള പൊക്കമാണ്. ഇടയ്ക്കുള്ള പൊക്കമൊന്നും അതിനകത്ത് പാദമാറ്റി വരില്ല. ഒന്നാമത്തെ നില, രണ്ടാമത്തെ നില, മൂന്നാമത്തെ, ഇപ്പൊ 5 നില വീടാണെങ്കിൽ ആദ്യത്തെ നിലയുടെ, രണ്ടാമത്തെ നിലയുടെ, മൂന്നാമത്തെ നിലയുടെ ഒന്നും പാദമാറ്റി വരില്ല. ബേസ്മെന്റിന്റെ മുകളിൽ നിന്ന്, അല്ല ബേസ്മെന്റിന്റെ താഴെ നിന്ന്, അതായത് ഫൗണ്ടേഷന്റെ മുകളിൽ നിന്ന് അല്ലെ അസ്ഥിവാരത്തിന്റെ മുകളിൽ നിന്നും ഏറ്റവും മുകളിലത്തെ നിലയിലെ പിന്നെ റൂഫിന്റെ താഴെ വരെയുള്ള ഹൈറ്റാണ് പാദമാനം. അത് 10 നില വീടാണെങ്കിൽ 10ാമത്തെ നിലയുടെ റൂഫിന്റെ താഴെ വരെയുള്ള നോക്കിയാൽ മതി, ഇടയ്ക്കുള്ള നോക്കണ്ട. അതാണ് പാദമാനം. അപ്പൊ ഭൂനിരപ്പ് അല്ലെങ്കിൽ ചെരിപ്പ് മുതൽ മേൽക്കൂരയുടെ താഴെ വരെയാണ് പാദമാനം. ഈ താഴോട്ട് തള്ളി നിൽക്കുന്ന ബീം ഉണ്ടെങ്കിൽ ആ ബീമിന്റെ താഴെ വരെ നോക്കിയാൽ മതി. അതാണ് കോൺക്രീറ്റ് കെട്ടിടങ്ങളിൽ താഴേക്ക് തള്ളി നിൽക്കുന്ന ബീം ഉണ്ടെങ്കിൽ പ്രസ്തുത ബീമിന്റെ താഴെ വരെയുള്ളതാണ് പാദമാനമായിട്ട് എടുക്കുന്നത്. മേൽക്കൂര വരെ എടുക്കേണ്ട ആവശ്യമില്ല. തള്ളി നിൽക്കുന്ന ബീം ഇല്ലെങ്കിൽ ഭിത്തിയുടെ മുകൾ ഭാഗം വരെ, അതായത് ഭിത്തിയുടെ മുകൾ ഭാഗത്തിൽ കഴിഞ്ഞിട്ടാണ് പിന്നെ റൂഫ് വരുന്നത്. അപ്പൊ റൂഫിന്റെ താഴെ വരെ ഉള്ള ഭാഗം പാദമാനമാണ്. അപ്പൊ ഇത് ക്ലിയർ ആയിരിക്കും. ഇതൊന്നും എഴുതിയെടുക്കേണ്ട ആവശ്യമില്ല, പുസ്തകത്തിലുണ്ട്, പുസ്തകമുള്ളവർക്കെല്ലാം അത് നോക്കാം. അപ്പൊ ഇതാണ് പാദമാനം. അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു, സംശയമൊന്നുമില്ല. ബേസ്മെന്റ് പ്ലസ് ഭിത്തി. അധിഷ്ഠാന ഉയരവും, അതായത് അധിഷ്ഠാന ബേസ്മെന്റിന്റെ പൊക്കവും ഭിത്തിപ്പൊക്കവും ചേരുന്നതാണ് പാദമാനം. ബേസ്മെന്റ് ഹൈറ്റ് പ്ലസ് വാൾ ഹൈറ്റ്. ഇപ്പൊ 2 നില വീടാണെങ്കിൽ ബേസ്മെന്റും താഴത്തെ നിലയുടെ ഭിത്തിപ്പൊക്കവും അതിന്റെ മുകളിലത്തെ റൂഫിന്റെ പൊക്കവും രണ്ടാമത്തെ നിലയുടെ ഭിത്തിപ്പൊക്കവും ഇത് ഇത്രയും കൂടെ കൂട്ടുമ്പോഴാണ് പാദമാനം വരുന്നത്. രണ്ടാമത്തെ ഏറ്റവും മുകളിലത്തെ നിലയുടെ റൂഫ് നോക്കേണ്ട ആവശ്യമില്ല, അത് പാദമാറ്റി വരില്ല. ഈ വാസ്തുശാസ്ത്ര പ്രകാരം ഈ പാദമാനം കാണുന്നതിന് 12 വിധത്തിൽ കാണാവുന്നതാണ്. ഏതൊക്കെയാണ് ഈ 12 വിധമാണ് നമ്മൾ ഈ നോക്കുന്നത്? അത് ഞാൻ നേരത്തെ പറഞ്ഞു, ഈ 12 വിധങ്ങൾ ഇപ്പം നമുക്ക് ആവശ്യമില്ല ശരിക്കും. ഇപ്പം കാണണമെങ്കിൽ ഭിത്തി പാദമാനം കാണാൻ വേറെ മെത്തേഡുണ്ട്, അതിലേക്ക് നമുക്ക് പിന്നെ വരാം. വാസ്തുശാസ്ത്ര പ്രകാരം എങ്ങനെയാണ് ഈ 12 വിധത്തിൽ പിന്നെ പാദമാനം കണ്ടുപിടിക്കുന്നത്? പാദമാനം ഗ്രഹവിസ്താരത്തിന് സമമായി കൊടുക്കാമെന്നാണ് ഒന്നാമത്തത്. വീടിന്റെ വീതി, വീടിന്റെ നീളവും വീടിന്റെ വീതി എന്ന് പറയുന്നതാണ് വീടിന്റെ വിസ്താരം. ഗ്രഹവിസ്താരം എന്ന് വീടിന്റെ വീതിയാണ്. അപ്പൊ വീടിന്റെ വീതിക്ക് സമമായിട്ട് പാദമാനം കൊടുക്കാം. എത്രയാണോ വീടിന്റെ വീതി, ഇപ്പൊ ഒരു 50 അടി വീതിയുള്ള വീടാണെങ്കിൽ 50 അടി വരെ പാദമാനം കൊടുക്കാം. ഫൗണ്ടേഷന്റെ മുകളിൽ നിന്ന് റൂഫിന്റെ താഴെ വരെ അത്രയും ഹൈറ്റ്. അപ്പൊ വീടിന്റെ വിസ്താരത്തിന് സമമായി ഹൈറ്റ് കൊടുക്കാം, പാദമാനം കൊടുക്കാം. അതാണ് ഒരു മെത്തേഡ്. 12 മെത്തേഡിൽ ഒന്നതാണ്. അത് പാദമാനം ഗ്രഹവിസ്താരത്തിന്റെ സമമായോ ഗ്രഹവിസ്താരത്തിന്റെ 1.5 ഇരട്ടിയോ ആകാന്ന് പറയുന്നത്. അപ്പൊ ഗ്രഹത്തിന്റെ വീതി എത്രയാണ്? ഇപ്പൊ ഗ്രഹത്തിന്റെ വീതി 20 അടിയാണ്, 20 × 10 30, 1.5 ഇരട്ടി. അത് അത്രയും പാദമാനം വരാം. അപ്പൊ ഗ്രഹവിസ്താരത്തിന്റെ സമമായിട്ടും പാദമാനം വരാം, അല്ലെങ്കിൽ ഗ്രഹവിസ്താരത്തിന്റെ 1.5 ഇരട്ടിയായിട്ടും വരാം. അപ്പൊ 2 മെത്തേഡായി പാദമാനം കണ്ടുപിടിക്കാൻ. ഇനി അപ്പൊ 12-ല് 2 ആയി. ഇനി അടുത്ത 10 ഏതൊക്കെ നോക്കുക. കൂടാതെ ഗ്രഹവിസ്താരത്തെ ഈ ചില നമ്പർ വരും, നോക്കാം. ഇപ്പം 6 നമ്പർ 4, 6, 7, 8, 9, 10. ഇപ്പൊ ഈ 6 നമ്പറിൽ ഏതെങ്കിലും ഒന്നുകൊണ്ട് ഡിവൈഡ് ചെയ്യണം, വീതിയെ ഡിവൈഡ് ചെയ്യണം. ഓക്കെ, ഗ്രഹവിസ്താരത്തെ 4, 6, 7, 8, 9, 10 എന്നീ സംഖ്യകളിൽ ഒന്നുകൊണ്ട് ഭാഗിക്കണം. ഏത് നമുക്ക് ഇഷ്ടമുള്ള ഭാഗിക്കാം. നമുക്ക് ആൻസർ കിട്ടുമ്പോൾ നമുക്കറിയാം എത്ര വരുന്നു. അപ്പൊ അത് നമുക്ക് അനുകൂലമായ ഒരു നമ്പർ, ഏതെങ്കിലും നമ്പർ കൊണ്ട് ഭാഗിക്കാം. ഇതിൽ ഏത് നമ്പർ കൊണ്ട് ഭാഗിച്ചാലും ഓക്കെയാണ്. കൂടാതെ ഗ്രഹവിസ്താരത്തെ 4, 6, 7, 8, 9, 10 എന്നീ സംഖ്യകളിൽ ഏതെങ്കിലും ഒന്നുകൊണ്ട് ഭാഗിച്ചിട്ട് അതിന്റെ ഒരു ഭാഗം ഗ്രഹവിസ്താരത്തോട് കൂട്ടിയോ കുറച്ചോ പാദമാനം എടുക്കാവുന്നതാണ്. അപ്പൊ ഇപ്പൊ 4 എടുക്കുന്നെങ്കിൽ വിസ്താരത്തിനെ 4 കൊണ്ട് ഭാഗിച്ചിട്ട് അതിന്റെ ഒരു ഭാഗം എടുക്കണം. ആ ഒരു ഭാഗത്തിനെ അതിന്റെ ഒരംശം ആ ഒരു ഭാഗം ഗ്രഹവിസ്താരത്തോട് കൂടാം. ഗ്രഹവിസ്താരത്തിന് അത് കൂട്ടുകയോ അല്ലെങ്കിൽ അത് കുറയ്ക്കുകയോ ചെയ്യാം. അപ്പൊ ഇതിൽ ഏതാണ് നമുക്ക് ഏറ്റവും ഉത്തമമായിട്ട് വരുന്നത് അതനുസരിച്ച് എടുക്കാം. അപ്പൊ ഇപ്പൊ നമുക്ക് എത്ര വിധത്തിലായി? സമമായിട്ട് ഗ്രഹവിസ്താരത്തിന് സമമായിട്ട് 1, 1.5 ഇരട്ടി 2. പിന്നെ ഗ്രഹവിസ്താരത്തെ പിന്നെ ഇതിൽ ഏതെങ്കിലും ഒന്നുകൊണ്ട് ഭാഗിച്ചിട്ട് ഒരംശം കൂട്ടുകയോ കുറയ്ക്കുകയോ. കൂട്ടുമ്പോൾ 6, കുറയ്ക്കുമ്പോൾ 6. അപ്പൊ 6, 6, 12 ആയി. 12 ആദ്യത്തെ 2 കൂടെ കൂട്ടി 14 വിധം. അപ്പൊ ഇങ്ങനെയാണ് 14 വിധത്തിൽ കണ്ടുപിടിക്കാന്ന് പറഞ്ഞത്. അത് ക്ലിയർ ആയെന്ന് വരുന്നത്. അപ്പൊ ഇങ്ങനെ 14 വിധത്തിൽ നമുക്ക് പാദമാനം കണ്ടുപിടിക്കാം. ഗ്രഹവിസ്താരത്തിൽ നിന്നും 14 വിധത്തിൽ പാദമാനം കണ്ടുപിടിക്കാം. ഇങ്ങനെ 14 വിധത്തിൽ പാദമാനം കാണാം. അപ്പൊ അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അങ്ങനെ പാദമാനം കണ്ടാൽ പിന്നെയാണ് അധിഷ്ഠാനം കാണേണ്ടത്.
പാദമാനത്തിൽ നിന്ന് വേണം പാദമാനത്തിന്റെ അളവിൽ നിന്ന് വേണം അധിഷ്ഠാനം കാണാൻ. അതിന് ശരിക്കും 84 വിധത്തിൽ കണ്ടുപിടിക്കാവുന്നതാണ്. പാദമാനത്തിന്റെ അളവിൽ നിന്ന് പിന്നെ അധിഷ്ഠാനം അല്ലെങ്കിൽ ബേസ്മെന്റിന്റെ ഹൈറ്റ് കണ്ടുപിടിക്കാൻ 84 മെത്തേഡ് ഉണ്ട്. അത് നോക്കാം നമുക്ക്. ഇനി ഇത് നമുക്ക് പാദമാനം വാസ്തുശാസ്ത്രി പറഞ്ഞിരിക്കുന്ന വ്യക്തി ഇത് പറഞ്ഞു. പക്ഷെ അത് പ്രായോഗികമായിട്ട് ഇപ്പൊ അങ്ങനെയല്ല കാണുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു, പ്രായോഗികമായി പാദമാനം കാണേണ്ട വിധം പിന്നീട് വിവരിക്കുന്നതാണ്. പിന്നീട് അത് പറയും. അപ്പൊ ഈ 14 വിധത്തിലുള്ള പാദമാനം നമ്മൾ തിയറിറ്റിക്കലായിട്ട് നമുക്ക് വാസ്തുശാസ്ത്രം ഉള്ളതാണ്. പക്ഷെ അത് അറിഞ്ഞിരിക്കണം. പക്ഷെ അത് പ്രാക്ടിക്കലായിട്ട് നമ്മളിപ്പം വീടുകളുടെ പൊക്കം കണ്ടുപിടിക്കാൻ അത് ഉപയോഗിക്കാറില്ല. അടുത്ത അധിഷ്ഠാനം, ബേസ്മെന്റിന്റെ പൊക്കം. നേരത്തെ ഞാൻ പറഞ്ഞു 84 വിധത്തിൽ, പാദമാനത്തിൽ നിന്നും 84 വിധത്തിൽ അധിഷ്ഠാനത്തിന്റെ പൊക്കം കാണാം. ബേസ്മെന്റ്, അധിഷ്ഠാനം അല്ലെങ്കിൽ ബേസ്മെന്റ്. അധിഷ്ഠാന ഉയരം 84 വിധത്തിൽ കാണാം. ആ 84 വിധം നോക്കാം. പാദമാന ഉയരത്തെ, അത് പാദമാനം നമ്മൾ ആദ്യം കണ്ടു. ആ പാദമാനത്തിന്റെ ആ ഹൈറ്റിന് ഇവിടെ 8 സംഖ്യകളുണ്ട്. 3, 4, 5, 6, 7, 8, 9, 10. ഈ 8 സംഖ്യകൾ എന്നീ സംഖ്യകളിൽ ഏതെങ്കിലും ഒന്നുകൊണ്ട് ഭാഗിക്കണം. ഈ പാദമാനത്തിന്റെ ഉയരത്തെ ഈ 8 സംഖ്യകൾ 3 കൊണ്ടാകാം, 4 കൊണ്ടാകാം, 5 കൊണ്ടാകാം, അല്ലെങ്കിൽ ഈ 8 സംഖ്യകൾ ഏത് സംഖ്യ കൊണ്ടും ഭാഗിക്കാം. ഏതെങ്കിലും ഒരു സംഖ്യ ഉണ്ട്, നമുക്ക് സെലക്ട് ചെയ്യാം ഏത് വേണം. അപ്പൊ ഏതെങ്കിലും ഒന്നുകൊണ്ട് ഭാഗിച്ച് ശരിയായില്ലേ അടുത്ത കൂടിയോ കുറയ്ക്കോ വേണമെങ്കിൽ അതനുസരിച്ച് നമുക്ക് ഡിവൈഡ് ചെയ്യാം. അപ്പൊ പാദമാന ഉയരത്തെ ഈ 8 സംഖ്യകളിൽ ഏതെങ്കിലും ഒന്നുകൊണ്ട് ഭാഗിച്ചിട്ട് അതിന്റെ ഒരു ഭാഗം അധിഷ്ഠാനത്തിന്റെ പൊക്കമായിട്ട് എടുക്കാം. അപ്പൊ നമുക്ക് 3 കൊണ്ട് ഭാഗിക്കുമ്പോൾ 1 കിട്ടും, 4 കൊണ്ട് അപ്പൊ നമുക്ക് ഇതിനകത്ത് ഇപ്പം 4, 4, 8. അപ്പൊ 8 വിധത്തിൽ പാദമാന ഉയരം കാണാനുള്ള മെത്തേഡ് ഇപ്പൊ ഇവിടെയായി. 3 കൊണ്ട് ഭാഗിച്ച ഒരു മെത്തേഡ്, പാദമാന ഉയരത്തെ 3 കൊണ്ട് ഭാഗിക്കുമ്പോൾ അത് അധിഷ്ഠാനമായിട്ട് എടുക്കാം. അല്ലെങ്കിൽ 4 കൊണ്ട് ഭാഗിക്കുമ്പോൾ കിട്ടുന്ന അളവ് അധിഷ്ഠാനമായിട്ട് എടുക്കാം. 6, 7, 8, 9, 10. അപ്പൊ 8 വിധത്തിൽ ഇപ്പൊ പാദമാനം കാണാനുള്ള മെത്തേഡ് അല്ല, പിന്നെ അധിഷ്ഠാനം കാണാനുള്ള മെത്തേഡ് കിട്ടിക്കഴിഞ്ഞു. 84 8 അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തത്, കൂടാതെ പാദമാനത്തെ 7 ഭാഗിച്ച് 2 ഭാഗവും. പാദമാനത്തിന് 7 കൊണ്ട് ഭാഗിച്ചിട്ട്, അതായത് 7ൽ 2. അപ്പൊ നമുക്ക് 8 1 9. 14ഉം 15ഉമായി ഭാഗിച്ച് 6 ഭാഗം. 14 ഭാഗിച്ചാൽ 6 ഭാഗം, അല്ലെങ്കിൽ 15 ഭാഗിച്ചാൽ 6 ഭാഗം. അപ്പൊ നമുക്ക് 11 തോന്നുന്നു അല്ലേ? 11 12 ഇപ്പൊ 14ഉം 15ഉമായി ഭാഗിച്ച് 6 ഭാഗവും. നമുക്ക് നോക്കാം എത്രയായിരുന്നു. അതായത് 1 2 3 1 2 3 4 5 6 7 8. ഇപ്പൊ ഇത് 1 കൊണ്ട് ഭാഗിച്ചില്ല ഒരു അംശം. അപ്പൊ ഇത് 8 ഇപ്പൊ ഇവിടെ 8. ഇത് 9. 7 ഭാഗിച്ച് 2 ഭാഗം 9. 9 2 11. 14ഉം 15 വേണം. 9 2 11 വിധത്തിലായി ഇപ്പൊ ഇതുവരെ. 24 ഭാഗിച്ച് 7 ഭാഗം. 24 7. അപ്പൊ 12 വിധത്തിലായി ഇപ്പൊ. 12 വിധത്തിൽ പാദമാനം കാണാനുള്ള ഇതായി. അല്ല, ബേസ്മെന്റിന്റെ പൊക്കം, പാദമാനത്തിൽ നിന്നും ബേസ്മെന്റിന്റെ പൊക്കം കാണാനുള്ള 12 വിധത്തിലുള്ള ആയിക്കഴിഞ്ഞു. ഇനി ഇതൊക്കെ ഇങ്ങനെയൊക്കെ അധിഷ്ഠാന വിവരമാണ്. ഈ 12 മെത്തേഡിലും അധിഷ്ഠാന വിവരം കാണാം. ഇത് കൂടാതെ പിന്നെയും പറയുന്നുണ്ട്, മേൽ വിവരിച്ച 12 വിധത്തിൽ കാണുന്ന, അങ്ങനെ ഈ 12 വിധത്തിൽ നമ്മൾ അധിഷ്ഠാന വിവരം കാണും. അതിന് ഓരോന്നിനെയും 6 7 8 9 10 11 ഇതിൽ ഏതെങ്കിലും ഒന്നുകൊണ്ട് ഭാഗിക്കണം. എന്നീ സംഖ്യകളിൽ ഏതെങ്കിലും ഒന്നിനെ കൊണ്ട് ഭാഗിച്ചിട്ട് അതിന്റെ ഒരു ഭാഗം കുറയ്ക്കാം. കൂട്ടാൻ പറയുന്നില്ല, കുറയ്ക്കുക. അപ്പൊ നേരത്തെ നമ്മൾ 12 കണ്ടു. ഈ 12ൽ ഓരോന്നിനെയും 1 2 3 6. അപ്പൊ 12 72 വിധമാവും. 12 ഓരോന്നിനെ ഇത് ചെയ്യാം. അപ്പൊ 12 6 72. 72ഉം ആദ്യം ഒരു 12 കൂട്ടുമ്പോൾ 84 ആവും. അപ്പൊ അങ്ങനെയാണ് 84. അങ്ങനെ ആകെ 84 വിധം. പക്ഷെ ഇത് നമ്മൾ തിയറിറ്റിക്കൽ നോളജ് ആയിട്ടാണ് അറിഞ്ഞിരിക്കണം. പക്ഷെ നമ്മൾ പ്രാക്ടിക്കലായിട്ട് ഇന്ന ഒരു വീടിന്റെ പൊക്കം കാണുമ്പോൾ ഈ മെത്തേഡ് നമ്മൾ ഉപയോഗിക്കാറില്ല. ഇനി കാലുയരം ഞാൻ ഭിത്തിപ്പൊക്കം അത് കണ്ടുപിടിക്കുക. ആദ്യം നമ്മൾ പാദമാനം കണ്ടുപിടിച്ചു. പാദമാനത്തിൽ നിന്ന് അധിഷ്ഠാനം കണ്ടുപിടിച്ചു. ആ പാദമാനത്തിന്റെ പൊക്കത്തിൽ നിന്ന് അധിഷ്ഠാനം കുറയ്ക്കുമ്പോൾ ഭിത്തിപ്പൊക്കം കിട്ടും. പാദമാനത്തിൽ നിന്ന് അധിഷ്ഠാനം കുറയ്ക്കുമ്പോഴാണ് ഭിത്തിപ്പൊക്കം കിട്ടുന്നത്. അപ്പം അധിഷ്ഠാനത്തിന്റെ മുകൾ ഭാഗം മുതൽ, അതായത് അധിഷ്ഠാന മുകൾ ഭാഗം മുതൽ റൂഫിന്റെ താഴെ വരെയുള്ളതാണ് കാലുയരം. അധിഷ്ഠാനത്തിന്റെ മുകൾ ഭാഗം മുതൽ ഉത്തരത്തിന്റെ അല്ലെങ്കിൽ കോൺക്രീറ്റ് കെട്ടിടങ്ങളിൽ മേൽക്കൂരയുടെ താഴെ വരെയുള്ള പൊക്കമാണ് കാലുയരം. അതായത് ഭിത്തിപ്പൊക്കം. കാലുയരം എന്ന് പറഞ്ഞാൽ ഭിത്തിപ്പൊക്കമാണ്.
കാലുയരം സമം പാദമാനം മൈനസ് അധിഷ്ഠാനം. പാദമാനം നമ്മൾ കണ്ടുപിടിച്ചു, അതിൽ നിന്ന് 84 വിധത്തിൽ അധിഷ്ഠാനം ഏതെങ്കിലും ഒന്ന് അത് എടുക്കാം. ഇത് പാദമാനത്തിന് അധിഷ്ഠാനം കുറയ്ക്കുമ്പോൾ നമുക്ക് ഭിത്തിപ്പൊക്കം കിട്ടും. കാലുയരത്തിൽ ഇനി ഉത്തരത്തിന്റെയൊക്കെ നമ്മൾ ഉത്തരവൊക്കെ വെച്ച് ഉത്തരവും കഴുകോലും ഒക്കെ വെച്ചിട്ട് വീട് ചെയ്യുമ്പം ഈ കാലുയരം കണ്ടുപിടിച്ചിട്ട് അതിൽ നിന്നാണ് ഉത്തരത്തിന്റെ വിസ്താരമൊക്കെ കണ്ടുപിടിക്കേണ്ടത്. പക്ഷെ അത് നമ്മളിപ്പോ ഇവിടെ പറയുന്നില്ല. അങ്ങനെ ഇപ്പൊ നമുക്ക് ഉത്തരം കഴിക്കോലൊന്നും അങ്ങനെയുള്ള വീട് ഇപ്പൊ ആവശ്യമില്ല. അടുത്ത അസ്ഥിവാരം, ഫൗണ്ടേഷൻ. ഫൗണ്ടേഷൻ നമ്മുടെ വാസ്തുശാസ്ത്രം പറഞ്ഞിരിക്കുന്ന ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ചെയ്യുന്ന ഫൗണ്ടേഷനെക്കാട്ടൊക്കെ വളരെ വളരെ കൂടുതലാണ് ഉള്ള ഫൗണ്ടേഷനാണ്. കാരണം അതിനകത്ത് പ്രത്യേകം പറഞ്ഞത് ഏത് ബുക്കാന്നുള്ള അവസാനം പറയാം. അസ്ഥിവാരം എന്ന കല്ല് കാണുന്നത് വരെ താഴ്ച ഉത്തമമാണെന്നാണ്. നമ്മൾ കുഴിക്കുമ്പോൾ എവിടെയാണോ നല്ല ഉറപ്പുള്ള കല്ല് കാണുന്നത് അതുവരെ കുഴിച്ചിട്ട് അവിടുന്ന് കെട്ടി വരണം. അതാണ് ഏറ്റവും ഉത്തമം. ഈ വെള്ളം കാണുന്നവരെ താഴ്ച മധ്യമമാണ്. ഇത്രയും വെള്ളം കഴിഞ്ഞിട്ട് പിന്നെയും കുറെ കൂടെ എത്തിക്കുമ്പോൾ അതിനാണ് ഈ കല്ലായിരിക്കും. പക്ഷെ അപ്പൊ കല്ല് കാണുന്നവരുള്ള താഴ്ച ഉത്തമം. അപ്പൊ ആ കല്ല് വെയിറ്റിനെ താങ്ങണം. വെള്ളം കാണുന്നവരുള്ള താഴ്ച മധ്യമം. പിന്നെ ഒരാൾ പൊക്കത്തിൽ താഴ്ച അധമം എന്നാണ്. ഒരാളുടെ ഉദ്ദേശം ഒരു 5-5.5 അടി പൊക്കം വരും ഒരാൾക്കെന്ന് വെക്കാം. അപ്പൊ 5.5 അടി താഴ്ത്തി കുഴി എടുത്തിട്ട് അവിടെ അത്രയും ഹൈറ്റ് ഫൗണ്ടേഷൻ കെട്ടിയാലും അധമമാണ്. നമ്മളിപ്പോൾ അറിയാം, ഒരുമാതിരി തീരെ മോശമില്ലാത്ത മണ്ണുണ്ടെങ്കിൽ, ഉറപ്പുള്ള മണ്ണുണ്ടെങ്കിൽ നമ്മളൊരു 3 അടിയൊക്കെ ഇതാക്കാറുള്ളൂ സാധാരണ. ഫൗണ്ടേഷന്റെ കുഴി 3 അടി, ചിലടത്ത് 2.5 അടി 3 അടിയൊക്കെ കുഴിക്കാറുള്ളൂ. അപ്പൊ 2.5 അടി 3 അടിയൊക്കെയാണ് ഇന്ന് നമ്മൾ ഫൗണ്ടേഷന്റെ പൊക്കം എടുക്കുന്നത്. പക്ഷെ ഇവിടെ ഒരാൾ പൊക്കം 5.5 അടി താഴ്ത്തി കുഴിച്ചാലും, ഉറപ്പുള്ള മണ്ണിൽ തന്നെ 5.5 അടി താഴ്ത്തി കുഴിച്ചാലും അത് അധമമാണെന്നാണ് വാസ്തുശാസ്ത്രി പറയുന്നത്. ഈ പറഞ്ഞിരിക്കുന്നത് ശില്പരത്നം എന്നുള്ള ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു വാസ്തു ഗ്രന്ഥമുണ്ട്, ശില്പരത്നം. അത് പിന്നെ പൗരാണിക വാസ്തുശാസ്ത്ര ഗ്രന്ഥമാണ്. അതിൽ പറഞ്ഞിരിക്കുന്നതാണ് ഇത്. കല്ല് കാണുന്നവരെ താഴ്ച ഉത്തമം, വെള്ളം കാണുന്നവരെ താഴ്ച മധ്യമം, ഒരാൾ പൊക്കത്തിൽ താഴ്ച അധമം. ഇത് ശില്പരത്നത്തിൽ പറയുന്ന കാര്യമാണ്. ഇതൊക്കെ പുസ്തകത്തിലുണ്ട്. മണ്ണിന്റെ ഘടന, ഉറപ്പ്, ഗ്രഹത്തിന്റെ ഭാരം എന്നിവയെ അടിസ്ഥാനമാക്കിയാണ് അസ്ഥിവാരം നിശ്ചയിക്കേണ്ടത്. ശരിക്കും ഫൗണ്ടേഷന്റെ ഏത് തരം ഫൗണ്ടേഷൻ വേണം. ഇപ്പോഴാണെങ്കിൽ നമുക്കറിയാം കോൺക്രീറ്റ് കമ്പികളൊക്കെ ആയിട്ട് എത്ര കമ്പി, ഏത് സൈസിലുള്ള കമ്പി, അതൊക്കെ ഇപ്പോൾ ഒരു സ്ട്രക്ചറൽ എഞ്ചിനീയർ അത് ഡിസൈൻ ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെ ഡിസൈൻ ചെയ്യുന്നത് അതിന് നോക്കുന്ന മണ്ണിന്റെ ഘടന എങ്ങനെയാണ്, അതിന്റെ മണ്ണിന് ഉറപ്പുണ്ടോ, എത്ര ഉറപ്പുണ്ട്, ആ വീട് എത്ര ഭാരം എത്രയുണ്ട്, ഇതെല്ലാം നോക്കിയിട്ടാണ് നമ്മൾ അടിസ്ഥാനത്തിനെ പറ്റി നിശ്ചയിക്കുന്നത്. അടിസ്ഥാനം എങ്ങനെ വേണമെന്നുള്ളത് നിശ്ചയിക്കുന്നത്. അപ്പോൾ അസ്ഥിവാരം അല്ലെങ്കിൽ ഫൗണ്ടേഷന്റെ പൊക്കവും, ഫൗണ്ടേഷൻ ഏത് ടൈപ്പ് വേണോ, പൈൽ ഫൗണ്ടേഷൻ വേണോ, അതല്ല റിംഗ് ഫൗണ്ടേഷൻ വേണോ, അല്ലെങ്കിൽ വെൽ ഫൗണ്ടേഷൻ വേണോ, അതും അല്ലെങ്കിൽ കോൺക്രീറ്റ് കൊണ്ടോ അല്ലെങ്കിൽ കരിങ്കല്ല് കൊണ്ടോ, എങ്ങനത്തെ ടൈപ്പ് വേണം, അങ്ങനെ കരിങ്കല്ലോ കോൺക്രീറ്റ് വേണം, എത്ര ആഴത്തിൽ പോകണം, ഇതെല്ലാം തീരുമാനിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ സോയിൽ ടെസ്റ്റിംഗ് നടത്തിയിട്ട് ആ സോയിൽ ടെസ്റ്റിങ്ങിന്റെ റിസൾട്ട് ഒരു സ്ട്രക്ചറൽ എഞ്ചിനീയർ നോക്കിയിട്ട് അവർക്കിപ്പോൾ അതിനുള്ള ടെക്നോളജി ഉണ്ട്, അതനുസരിച്ച് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലതായിട്ടുള്ളത്. ഇപ്പൊ നമ്മൾ പുതിയതായിട്ട് വീട്, ആധുനിക ഗൃഹങ്ങൾ നിർമ്മിക്കുമ്പോൾ, പുതിയതായിട്ട് വീടൊക്കെ നിർമ്മിക്കുമ്പോൾ സോയിൽ ടെസ്റ്റിംഗ് നടത്തണം ആദ്യം. അത് ശരിയായിട്ട് നമ്മൾ ചെയ്യേണ്ടതാണ്. കാരണം നമ്മൾ ഫൗണ്ടേഷനൊക്കെ ശരിക്കും ആ മണ്ണിന്റെ ഇതൊക്കെ അനുസരിച്ച് ശരിയായ ഫൗണ്ടേഷൻ ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ കുറെ നാൾ കഴിയുമ്പോൾ ഇപ്പോൾ ചില വീടുകളൊക്കെ വരുന്നുണ്ട്, വീട് ഇരുന്ന് പോവുക, താഴോട്ടൊക്കെ താന്നു പോവുകയൊക്കെ ചെയ്യുന്നുണ്ട് വീട്, ഇരുന്ന് പോവുക. അങ്ങനെയൊക്കെ വരാതിരിക്കണമെങ്കിൽ നമ്മൾ അവിടുത്തെ സോയിൽ ടെസ്റ്റിംഗ് നടത്തിയിട്ട് ഭൂമിയുടെ ഗുണദോഷങ്ങൾ മനസ്സിലാക്കി ആവശ്യമെങ്കിൽ സ്ട്രക്ചറൽ എഞ്ചിനീയറുടെ ഉപദേശത്തോടു കൂടി അല്ലെങ്കിൽ അവരുടെ സഹായത്തോടു കൂടി അസ്ഥിവാരം നിശ്ചയിക്കേണ്ടതാണ്. അതായത് ഫൗണ്ടേഷൻ എങ്ങനെ വേണമെന്നുള്ളത് സോയിൽ ടെസ്റ്റിംഗ് നടത്തിയിട്ട് അതിന്റെ സോയിൽ ടെസ്റ്റിംഗ് ലാബിൽ സോയിൽ ടെസ്റ്റ് നടത്തും. അതിന്റെ റിസൾട്ട് സ്ട്രക്ചറൽ എഞ്ചിനീയർ കണ്ടിട്ട് അതനുസരിച്ച് ആ സോയിലിന്റെ ഗുണദോഷം മനസ്സിലാക്കി അതനുസരിച്ചുള്ള ഫൗണ്ടേഷൻ മോഡേൺ ടെക്നോളജി ഉണ്ട്, അതനുസരിച്ച് ചെയ്യുന്നതാണ് ഇപ്പൊ ഏറ്റവും നല്ലത്. ഒരിക്കലും മോഡേൺ ടെക്നോളജി ഒക്കെ ഇതാണ് അത് നമ്മൾ ചെയ്തിട്ട് നമ്മൾ അങ്ങനെയൊന്നും കാര്യമില്ല. മോഡേൺ ടെക്നോളജി ഏതൊക്കെ നല്ലതുണ്ടോ അതൊക്കെ നമ്മൾ സഹായത്ത അതും കൂടെ കൂട്ടിക്കലർത്തിയാണ്. ഒരിക്കലും അത് മാത്രമേ ഉള്ളൂ അങ്ങനെ വിചാരിക്കുക. അത് പുതിയ പുതിയ ടെക്നോളജി വന്നുകൊണ്ടിരിക്കുകയാണ്, പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതൊക്കെ നമ്മൾ യൂസ് ചെയ്ത് വേണം പുതിയ കെട്ടിടങ്ങൾ നിർമ്മിക്കാൻ.
അടുത്തതായിട്ട് അതായത് നമ്മളിപ്പം ഒരു പൊക്കത്തിന്റെ കാര്യം പറഞ്ഞു, ബേസ്മെന്റിന്റെയും ഭിത്തിയുടെയൊക്കെ പൊക്കം പറഞ്ഞു. പക്ഷെ നമ്മളൊരു വീടിന്റെ പൊക്കം നിശ്ചയിക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ടതാണ് പഞ്ചഭൂതാത്മകമായ പൊക്കം. പഞ്ചഭൂതങ്ങൾ നമുക്കറിയാം: ജലം, അഗ്നി, ഭൂമി, വായു, ആകാശം. ഇതഞ്ചുമാണ് പഞ്ചഭൂതങ്ങൾ. ഈ പഞ്ചഭൂതങ്ങൾക്കൊരു പൊക്കമുണ്ട്. ആ പൊക്കം നമ്മൾ എടുക്കുമ്പോൾ അഗ്നിയുടെ പൊക്കത്തിൽ വരുന്ന ഇത് നമ്മൾ പാദമാനം എടുക്കുമ്പോൾ വീടിന്റെ നമ്മൾ പാദമാനം എന്ത് വെച്ചു? ബേസ്മെന്റ് പ്ലസ് ഭിത്തി. അത് ചിലപ്പം 5 നില വീടാണെങ്കിൽ ബേസ്മെന്റ് പൊക്കവും ബേസ്മെന്റ് താഴെ നിന്ന്, അതായത് ഫൗണ്ടേഷന്റെ മുകളിൽ നിന്ന് 5 നില വീടാണെങ്കിൽ 5ാമത്തെ ഏറ്റവും മുകളിലുള്ള മേൽക്കൂടെ താഴെ വരെയുള്ള പൊക്കമാണ് പാദമാനം. ആ പാദമാനം അഗ്നിഭൂതത്തിൽ വരാൻ പാടില്ല. പഞ്ചഭൂതങ്ങളിൽ അഗ്നിയുടെ ഭൂതത്തിലുള്ള ഹൈറ്റിൽ വരാൻ പാടില്ല. അഗ്നിഭൂതത്തിലുള്ള ഹൈറ്റിൽ നമ്മളൊരു വീടിന്റെ ഹൈറ്റ് എടുത്തു കഴിഞ്ഞാൽ വാസ്തുശാസ്ത്രി പറയുന്നത് 2 ദോഷം. ഒന്ന്, ആ വീട് അഗ്നിയാൽ നശിക്കുന്നു. ഇവിടുത്തെ ഉണ്ടാവുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിൽ അഗ്നി വരികയോ അങ്ങനെ അഗ്നിയാൽ നശിക്കും. രണ്ടാമത് പറഞ്ഞത്, അഥവാ അങ്ങനെ അഗ്നിയാൽ നശിച്ചില്ല, അവിടെ അഗ്നി നശിക്കാതെ ഇരുന്നാൽ തന്നെയും അവിടെ താമസിക്കുന്നവർക്ക്, അഗ്നി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഏതിനെ ഉരുക്കുന്നതാണ്. അപ്പം അവിടെ താമസിക്കുന്നവരുടെ മനസ്സ് എപ്പോഴും ഉരുകിക്കൊണ്ടിരിക്കും. ഒരിക്കലും അവർക്ക് മനസ്സമാധാനം ഉണ്ടാവില്ല. അവർക്കൊരിക്കലും മനസ്സിനൊരു ശാന്തി സമാധാനം ഉണ്ടാവില്ല. എപ്പോഴും അവരുടെ മനസ്സ് ഉരുകിക്കൊണ്ടേയിരിക്കും. ഒരു മനോവിഷമം കൊണ്ട് അവരെപ്പോഴും ഇങ്ങനെ അവരുടെ മനസ്സ് ഉരുകിയിരിക്കും. അതാണ് ഈ അഗ്നിഭൂതത്തിന്റെ ദോഷം. നമുക്കറിയാം ഈ വാസ്തു വെച്ചാൽ അതിവിടെ നമ്മൾ പ്രൂവ് ചെയ്യും, പറ്റുന്ന അല്ലെങ്കിൽ അടുത്ത ക്ലാസ്സിലേക്ക് നമ്മൾ കാണിച്ചു തരും. അതായത് അഗ്നിഭൂതത്തിൽ സാധാരണ നമ്മൾ ചെയ്യുന്ന വീടുകൾ, അതായത് വാസ്തുശാസ്ത്ര പ്രകാരം അല്ലാതെ, വാസ്തു നിബന്ധനകൾ അനുസരിച്ചല്ലാതെ ചെയ്യുന്ന വീടുകൾ മിക്കവാറും എല്ലാ വീടുകളും അഗ്നിഭൂതത്തിലാണ് ചെയ്യുന്നത്. ഒറ്റനില വീടൊക്കെ മിക്കവാറും ഒറ്റനില വീടുകളെല്ലാം അഗ്നിഭൂതത്തിൽ ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ പല വീടുകളിലും ഇന്ന് മനസ്സമാധാനം ഇല്ലാതിരിക്കുക, മാനസികമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നതിൻ്റെയൊക്കെ ഒരു പ്രധാന കാരണം, മാത്രം എന്ന് പറയുന്നില്ല, ഒരു പ്രധാന കാരണം വീട് അഗ്നിഭൂതത്തിലായതുകൊണ്ടാണ്. അപ്പൊ അത് നമുക്ക് ഈ ഒരു ഇതിൽ മനസ്സിലാക്കാം. ഈ പഞ്ചഭൂതാത്മകമായ പൊക്കം എന്താണ്? പഞ്ചഭൂതങ്ങൾക്ക് ഒരു ഹൈറ്റ് ഉണ്ട്. അത് തുടക്കം ഭൂമിയാണ്. മണ്ണിന്റെ ലെവലിൽ നേരെ മുകളിൽ ആദ്യം വരുന്ന ഭൂമിയാണ്. അപ്പൊ പഞ്ചഭൂതങ്ങളിൽ ഓരോന്നിന്റെയും പൊക്കം താഴെ കൊടുത്തിരിക്കുന്നു. ഇത് വേണമെങ്കിൽ നമുക്ക് എഴുതിയെടുക്കാം. പുസ്തകത്തിൽ കുറച്ചുണ്ട്, എന്നാലും കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. പുസ്തകത്തില് ഈ ഇപ്പോഴത്തെ വീടുകള് പിന്നെ അഗ്നിഭൂതത്തിലാണെന്നുള്ളതിനെ പറ്റി അങ്ങനെ പ്രത്യേകിച്ച് പ്രൂഫായിട്ട് കൊടുത്തിട്ടില്ല. ഇവിടെ അതുകൂടെ കാണിക്കാം. അപ്പൊ അതുകൊണ്ട് എഴുതിയെടുക്കുന്നത് നല്ലതാണ്. പഞ്ചഭൂതാത്മായ പൊക്കം, പഞ്ചഭൂതങ്ങളിൽ ഓരോന്നിന്റെയും പൊക്കം താഴെ കൊടുത്തിരിക്കുന്നു. ഭൂമി ആദ്യം ഏറ്റവും താഴെ, നമ്മുടെ ഭൂമിയുടെ മണ്ണിന്റെ ലെവലിൽ നിന്ന് മേപ്പോട്ട് ആദ്യം വരുന്ന ഭൂമിയാണ്. ഭൂമിയുടെ ഹൈറ്റ് എന്ന് പറയുന്നത്, അതായത് ഭൂമി, ഈ പഞ്ചഭൂതങ്ങളിൽ ഭൂമി എന്നുള്ള ആ പഞ്ചഭൂതത്തിന്റെ പൊക്കം 1 കോൽ 6 അങ്കുലമാണ്. 1 കോൽ 6 അങ്കുലം. അത് കഴിഞ്ഞ് ഭൂമി കഴിഞ്ഞാൽ പിന്നെ ജലത്തിനാണ്. പഞ്ചഭൂതങ്ങളിൽ ജലത്തിനാണ് രണ്ടാമത്. 6 അങ്കുലം കുറയും. 1 കോൽ 6 അങ്കുലത്തിൽ നിന്ന് 6 അങ്കുലം കുറയുമ്പോൾ 1 കോലാണ്. ജലത്തിന് 1 കോലാണ്. ഭൂമി, ജലം, അടുത്ത മൂന്നാമത്തെ അഗ്നിയാണ്. ഭൂമി ഏറ്റവും താഴെ ഭൂമി, അതായത് മണ്ണിന്റെ ലെവലിൽ നിന്ന് ആദ്യം വരുന്ന ഭൂമി 1 കോൽ 6 അങ്കുലം. അതിന്റെ മുകളിൽ ജലം 1 കോല്. അതിന്റെ മുകളിൽ അഗ്നിയാണ്. അഗ്നിക്ക് 1 കോലിൽ നിന്ന് 6 അങ്കുലം കുറയണം. 1 കോലിൽ നിന്ന് 24 അങ്കുലമാണ്. 24 അങ്കുലത്തിൽ നിന്ന് 6 കുറയ്ക്കുമ്പോൾ 18 അങ്കുലം വരും. 18 അങ്കുലം. ഭൂമി, ജലം, അഗ്നി, അടുത്ത വായുവാണ്. അപ്പൊ 18 നിന്ന് 6 പോകുമ്പോൾ 12 അങ്കുലം. അപ്പം പഞ്ചഭൂതങ്ങളിൽ 4 5ാമത്തെ ആകാശം. ആ 12 നിന്ന് 6 പോകുമ്പോൾ 6 അങ്കുലം. ഇതാണ് പഞ്ചഭൂതങ്ങളിൽ ഓരോന്നിന്റെയും പൊക്കം. അപ്പൊ ഇത് ആദ്യത്തെ ഭൂനിരപ്പിന്റെ മുകളിൽ ആദ്യം 1 കോൽ 6 അങ്കുലം ഭൂമിക്ക്, അത് കഴിഞ്ഞ് 1 കോൽ ജലം, അത് കഴിഞ്ഞ് 18 അങ്കുലം അഗ്നി, അത് കഴിഞ്ഞ് 12 അങ്കുലം വായു, അത് കഴിഞ്ഞ് 6 അങ്കുലം ആകാശം. ആകാശം കഴിഞ്ഞാൽ വീണ്ടും ആകാശമാണ്. അപ്പൊ അത് നോക്കാം. ഇപ്പൊ ഭൂമി മുതൽ മുകളിലേക്ക് ക്രമമായിട്ട് ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം. ആകാശം കഴിഞ്ഞാൽ വീണ്ടും ആകാശമാണ്. വീണ്ടും ആകാശം കഴിഞ്ഞാൽ ആ വായു, ആ റിവേഴ്സ് ഓർഡറിൽ വരും. ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി. ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി.
ഈ ഭൂമി കഴിഞ്ഞാൽ വീണ്ടും ഭൂമിയാണ്. വീണ്ടും ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം വരും. ഭൂമി, ജലം, അഗ്നി, ഡാഷ്, വായു, ആകാശം. ആകാശം കഴിഞ്ഞാൽ വീണ്ടും ആകാശം. ഇതിങ്ങനെ ഇതേ ക്രമത്തിൽ ഇങ്ങനെ പൊങ്ങിക്കൊണ്ടേയിരിക്കും. അപ്പൊ അങ്ങനെ പൊങ്ങി മുകളിലോട്ട് പോകുമ്പോൾ എവിടൊക്കെയാണോ അഗ്നിയുടെ ഭാഗം വരുന്നത്, ആ അഗ്നിയുടെ ഭാഗത്തിൽ വീടിന്റെ പൊക്കം പാദമാനം വരാൻ പാടില്ല. അങ്ങനെ പാദമാനം അഗ്നിഭൂതത്തിൽ വന്നാൽ അങ്ങനെയുള്ള വീട് ഒന്നുകിൽ അഗ്നിയാൽ നശിക്കുകയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള വീടുകൾ വീടോ കെട്ടിടോ ഏതായാലും അവിടെ കഴിയുന്നവർക്ക്, അവിടെ താമസിക്കുന്നവർക്ക്, അവിടെ കൂടുതൽ സമയം ചെലവഴിക്കുന്നവർക്ക് ഒരിക്കലും മനസ്സമാധാനം ഉണ്ടാകാതിരിക്കുകയോ ചെയ്യും. മനസ്സ് അവരുടെ എപ്പോഴും മനസ്സ് ഉരുകിക്കൊണ്ടേയിരിക്കും. അപ്പൊ ഭൂമി മുതൽ മുകളിലേക്ക് ക്രമമായി ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം, ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി, വീണ്ടും ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം എന്നിങ്ങനെ ഉയരം കൽപ്പിക്കണം. ഇങ്ങനെ മുകളിലോട്ട് പൊക്കൊണ്ടേയിരിക്കും. എത്ര 100 നിലയോ 100 എത്ര നില വേണമെങ്കിലും നമുക്ക് ഇതുപോലെ എടുക്കാൻ പറ്റും. ഇതിൽ അഗ്നിഭൂതത്തിൽ വരുന്ന ഉയരങ്ങൾ അശുഭമാണ്. അഗ്നിഭൂതത്തിൽ നമ്മൾ പാദമാനം, ഉയർന്ന പാദമാനം ഉദ്ദേശിക്കുന്ന പാദമാനം അഗ്നിഭൂതി വരാൻ പാടില്ല. എഴുതുന്നതായിരിക്കുന്നു. ക്ലിയർ, സംശയമില്ലാന്ന് വിചാരിക്കുന്നു. അടുത്തിലേക്ക് പോവാണ്. ഇതെങ്ങനെ കണ്ടുപിടിക്കുന്നത്? ഏത് ഉയരം? അത് അടുത്ത അതിന് എക്സാമ്പിൾ കാണിച്ചിട്ടുണ്ട്. അതിലേക്ക് വരാം. ഇപ്പൊ ഇത് നോക്കുക. ഭൂമി, ഇത് കൊണ്ട് എഴുതി എടുത്തോളൂ. ഇത് പുസ്തകത്തിലില്ല. ഇപ്പൊ ഞാൻ എഴുതാൻ പറഞ്ഞ പുസ്തകത്തിലില്ല. ഭൂമി, ഒരു കോൽ ആറന്മുലം. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഒരു കോൽ ആറന്മുലം എന്ന് പറയുമ്പോൾ എത്ര സെന്റിമീറ്റർ ആവും നോക്കുക. 90 സെന്റിമീറ്റർ ആവും. ഒരു കോൾ 72, 6 അങ്കുലം 63, 18, 72, 18, 90 സെന്റിമീറ്റർ. അപ്പൊ ഭൂമിയുടെ ഹൈറ്റ് എന്ന് ഞാൻ 90 സെന്റിമീറ്റർ ആണ്. മണ്ണിന്റെ മുകളിൽ 90 സെന്റിമീറ്റർ. അടുത്ത ജലം, ഒരു കോലാണ്. ഒരു കോൾ ഞാൻ നമുക്കറിയാം 72 സെന്റിമീറ്റർ ആണ്. അപ്പൊ ഇത് രണ്ടും കൂടെ, ഭൂമിയും ജലവും കൂടെ 90 + 72, അപ്പൊ 162 വരും. ഇത് ടോട്ടലാണ്. അവസാനം കാണുന്ന ടോട്ടലാണ്. അതായത് മണ്ണിന്റെ മുകളിലോട്ട് ഭൂമിയും ജലവും കൂടി എടുക്കുമ്പോൾ 162 സെന്റിമീറ്റർ, 90 + 72. അടുത്ത അഗ്നി, അത് 18 അങ്കുലമാണ്. 18 അങ്കുലം 54 സെന്റിമീറ്റർ വരും. 18 × 3 = 54. അപ്പം ടോട്ടൽ ഭൂമിയും ജലവും അഗ്നിയും കൂടെ 162 + 54, 216 സെന്റിമീറ്റർ വരും. ഇതെന്നായിരിക്കുന്നു ഭൂമി, ജലം, അഗ്നി. അടുത്ത വായു 12 അങ്കുലമാണ്. 12 അങ്കുലം 12 × 3 = 36 സെന്റിമീറ്റർ. ഇപ്പൊ 216 36 ടോട്ടൽ 216 36 കൂട്ടുമ്പോൾ 252 സെന്റിമീറ്റർ. അടുത്ത ആകാശം. ആകാശം 6 അങ്കുലമാണ്. അതായത് 63 18 സെന്റിമീറ്റർ. 252 18 കൂടെ കൂട്ടുമ്പോൾ 270 സെന്റിമീറ്റർ വരും. ഇത് 5 കൂടെ, ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം ഒരു ആകുമ്പോഴത്തേക്ക് 270 സെന്റിമീറ്റർ വരും. ആകാശം കഴിഞ്ഞാൽ വീണ്ടും ആകാശമാണ്. ആകാശം അത് 6 അങ്കുലമാണ്. അതായത് 18 സെന്റിമീറ്റർ. അത് വീണ്ടും 270 18 288 സെന്റിമീറ്റർ ടോട്ടൽ. അപ്പോൾ ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം കഴിഞ്ഞാൽ പിന്നെ വായു, റിവേഴ്സ് ഓർഡർ. വായുവിന് 12 അങ്കുലമാണ്. 12 × 3 = 36 സെന്റിമീറ്റർ. 288 36 കൂട്ടുമ്പോൾ 324 സെന്റിമീറ്റർ. എഴുതുന്നതായിരിക്കുന്നു. അപ്പം ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം. ആകാശം, വായു. അടുത്ത അഗ്നി. അഗ്നിക്ക് നമുക്ക് 18 അങ്കുലം. അതായത് 18 അങ്കുലം ആകുമ്പോൾ 54 സെന്റിമീറ്റർ. 324 54 കൂട്ടുമ്പോൾ 378 സെന്റിമീറ്റർ അഗ്നി. അപ്പം ആകാശം, വായു, അഗ്നി, ജലം. ജലം എന്ന് പറയുന്നത് ഒരു കോലാണ്. അതായത് ഒരു കോൽ എന്ന് പറയുമ്പോൾ 72 സെന്റിമീറ്റർ. അപ്പോൾ ടോട്ടൽ 378 72 കൂട്ടുമ്പോൾ 450 സെന്റിമീറ്റർ വരും. അടുത്ത ഭൂമി വീണ്ടും ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും, കൂടി വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ വായു, അഗ്നി, ജലം, ഭൂമി, വീണ്ടും ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം ഇങ്ങനെ കൊണ്ടേയിരിക്കും. അപ്പൊ ഇത് നിങ്ങളെല്ലാവരും എഴുതിയെടുത്തല്ലോ അല്ലേ? ഇനി ഇതെങ്ങനെയാണ് നോക്കാം. അടുത്ത നോക്കാം. ഇത് എഴുതി കഴിയാത്ത ആരും ഇല്ലല്ലോ. എല്ലാവരും ആരെങ്കിലും എഴുതി തീർന്നിട്ടില്ലെങ്കിൽ പറയുക. ഓക്കെ. അപ്പം വാസ്തുപ്രകാരം അല്ലാതെ ചെയ്യുന്ന വീടുകൾക്ക് സാധാരണ നമുക്കത് പ്രൂവ് ചെയ്യാൻ പോകണം. അത് വാസ്തുപ്രകാരം അല്ലാതെ ചെയ്യുന്ന വീടുകളുടെ പൊക്കം എന്ന് പറയുന്നത്
അല്ലെങ്കിൽ പാദമാനം എന്ന് പറയുന്നത് അഗ്നിഭൂതത്തിലാണ് എന്ന് നമ്മൾ ഇവിടെ പ്രൂവ് ചെയ്യാൻ പോവാണ്. അതാണ് അത് ഇത് പുസ്തകത്തിൽ കൊടുത്തിട്ടില്ല. വാസ്തുപ്രകാരം അല്ലാതെ ചെയ്യുന്ന വീടുകൾക്ക് സാധാരണ കൊടുക്കാറുള്ള അധിഷ്ഠാന പൊക്കം, അത് ബേസ്മെന്റ് പൊക്കം. ഇവിടെ വീട് പണിയൊക്കെ ചെയ്യുന്നവർ നിങ്ങളുടെ കൂട്ടത്തിൽ കാണും. എത്ര സാധാരണ കൊടുക്കാറുള്ള ആരെങ്കിലും പറയാമോ? ബേസ്മെന്റ് എത്ര പൊക്കം കൊടുക്കും സാധാരണ? ഹലോ, ആരെങ്കിലും പറയാം സാധാരണ കൊടുക്കാറുള്ള പൊക്കം? 2 അടി. 48 സെന്റിമീറ്റർ അല്ലെങ്കിൽ 60 സെന്റിമീറ്റർ. 48ഉം സാധാരണ കൊടുക്കാറുള്ള 1.5 അടിയാണ്, 45 സെന്റിമീറ്റർ ആണ്. അല്ലേ? നിങ്ങൾ സാധാരണ കൊടുക്കാറുള്ള പോലെ സാധാരണ മിക്കവാറും എല്ലാവരും വാസ്തുപ്രകാരം അല്ല ചെയ്യുന്നെങ്കിൽ ബേസ്മെന്റ് ഹൈറ്റ് 45 സാധാരണ കൊടുക്കാറുള്ളത്. പിന്നെ 60 എടുക്കും. 60 സാധാരണ ഇല്ല, കൂടുതലും 45. 60 എന്നൊക്കെ പറഞ്ഞാൽ വലിയ താഴ്ന്ന സ്ഥലത്തൊക്കെ ചിലപ്പോൾ കൊടുക്കുന്നില്ല, ഈ കുഴിയായിട്ടൊക്കെ ഉള്ള സ്ഥലത്ത് ചിലപ്പോൾ കൊടുക്കുന്നില്ല. സാധാരണ നിരപ്പായിട്ടുള്ള സ്ഥലത്ത് അങ്ങനെ കൊടുക്കാറില്ല. 45 വേറെ ഇവിടെ ആരെങ്കിലും സാധാരണ വീട് ചെയ്യുന്നവരുണ്ടെങ്കിൽ പറയാം, നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉള്ളവർ ഉണ്ടെങ്കിൽ പറയാം എത്ര കൊടുക്കാറുള്ളത്. അൺമ്യൂട്ട് ചെയ്ത് പറയുക. ആരുമില്ല? അതെ, സ്ഥലത്തിനനുസരിച്ച് പൊക്കം ക്രമീകരിക്കാറുണ്ട്. താഴ്ചയിലാണെങ്കിൽ 72 സെന്റിമീറ്റർ ഒക്കെ വരെ കൊടുക്കാറുണ്ട്. ബേസ്മെന്റ് ഹൈറ്റ് ആണ് ഞാൻ പറഞ്ഞത്. അതെ അതെ, ബേസ്മെന്റിന്റെ ഫൗണ്ടേഷന്റെ അല്ല. അല്ലല്ല, മനസ്സിലായി. ഫൗണ്ടേഷന്റെ മുകളിൽ ബേസ്മെന്റ്. ബേസ്മെന്റ് 60 സാധാരണ കൊടുക്കാറുണ്ട്, ഹൈറ്റ് കാണിക്കണമെന്നില്ല എന്നുള്ളത് കൊണ്ടേ. അത് മണ്ണിന്റെ മുകളിലോട്ട്, മണ്ണിന്റെ മുകളിലോട്ട്. പക്ഷെ നമ്മളെ ഉറപ്പുള്ള മണ്ണൊക്കെ ആണെങ്കിൽ സാധാരണ എത്രയാണ് കൊടുക്കുന്നത്? 1.5 അടിയല്ലേ കൊടുക്കുന്നത്? ഹലോ, 3 സ്റ്റെപ്പ് കൊടുക്കാറുണ്ടാണ് ഉദ്ദേശിക്കുന്നത്. 1.5 അടി. ആരാ പറഞ്ഞത്? സോൺ ഗംഗാധരൻ. സാധാരണ കൊടുക്കുന്ന 1.5 അടിയല്ലേ കൊടുക്കുന്നത്? ഞാൻ പലതും കണ്ടിട്ടുള്ള അങ്ങനെയാണ്. അത് സാധാരണ 3 സ്റ്റെപ്പ് കൊടുക്കാറുണ്ട് സർ. അപ്പൊ 1.5 അടിയാണ് സാധാരണ വരുന്നത്. അപ്പം പിന്നെ വാസ്തുപ്രകാരം അല്ലാതെ ചെയ്യുന്ന വീടുകൾക്ക് സാധാരണ കൊടുക്കാനുള്ള അധിഷ്ഠാന പക 3 സ്റ്റെപ്പിന്റെ എടുത്തിട്ടാണ്. മറ്റാണെങ്കിൽ കൂടുതൽ സ്റ്റെപ്പ് വരും. ബേസ്മെന്റ് ഹൈറ്റ് കൂടി കഴിഞ്ഞാൽ മണ്ണിൽ നിന്ന് കയറി വരാനായിട്ട് 5 സ്റ്റെപ്പ് ഒക്കെ അങ്ങനെ കൊടുക്കേണ്ടി വരും. സാധാരണ 1ഉം 2ഉം കഴിഞ്ഞ് 3ാമത്തെ ബേസ്മെന്റ് മുകളിൽ കയറണം. അപ്പൊ അതിന് സാധാരണ 1.5 അടിയാണ് പലപ്പോഴും കൊടുക്കാറുള്ളത്. അത് 1.5 ഫീറ്റ് ഇതാണ് യൂഷ്വലായിട്ട് കൊടുക്കാറുള്ളത്. അപ്പൊ അങ്ങനെ 1.5 അടിയാണ് ബേസ്മെന്റ് പൊക്കം കൊടുക്കുന്നതെങ്കിൽ വാസ്തുപ്രകാരം അല്ലാതെ ചെയ്യുന്ന വീടുകൾക്ക് കൊടുക്കാറുള്ള ഭിത്തിപ്പൊക്കം സാധാരണ എത്ര കൊടുക്കാറുണ്ട്? അത് 9.5. 9.5. 10 അടി വെക്കാറുണ്ട്. 10 അടി ചിലപ്പോൾ കൊടുക്കാറുണ്ട്, പലപ്പോഴും 9.5 അടി കൊടുക്കാറുണ്ട്. 1.5 അടി ബേസ്മെന്റും 9.5 അടി ഭിത്തിപ്പൊക്കവും പലപ്പോഴും കൊടുക്കാറുണ്ട്. പല വീടുകൾക്കും ഈ വാസ്തു നോക്കാതെ ചെയ്യുന്ന പല വീടുകളും ഞാൻ കണ്ടിട്ടുള്ളതാണ്. അപ്പൊ അവിടെ വിഷമ നോക്കിയാലും അറിയാം, ബേസ്മെന്റ് പൊക്കം നോക്കിയാൽ മിക്കവാറും 1.5 അടിയായിരിക്കും. അല്ലെ പിന്നെ അതുപോലെ ഭിത്തിയുടെ പൊക്കം ഒരു 9 ചെയ്യുന്ന വീടുകളും ഉണ്ട്, അപൂർവം. പക്ഷെ 9.5 സാധാരണ. ചിലയിടത്തൊക്കെ 10ഉം ചെയ്യുന്നുണ്ട്. അപ്പൊ 10 അടിയും ചെയ്യുന്നുണ്ട്. അപ്പൊ ഇപ്പൊ ഇത് രണ്ടും കൂടെ ബേസ്മെന്റ് പ്ലസ് ഭിത്തിപ്പൊക്കം എത്ര വരും? അപ്പോൾ പാദമാനം എന്ന് പറഞ്ഞാൽ ബേസ്മെന്റ് പ്ലസ് ഭിത്തിയാണ്. 1.5 പ്ലസ് 9.5. അപ്പൊ അത് 11 അടി വരും. 11 അടി എത്ര സെന്റിമീറ്റർ? 30.48 സെന്റിമീറ്ററാണ് ഒരടി. അപ്പൊ 11 അടിഞ്ഞാൽ 11 ഗുണം 30.48. അപ്പൊ 335.28 സെന്റിമീറ്റർ ആണ് പാദമാനം വരുന്നത്. ഒറ്റനില വീടാണെങ്കിലാണിത്. ഒറ്റനില വീടാണെങ്കിൽ പാദമാനം 335.28 സെന്റിമീറ്റർ കിട്ടും. നമ്മൾ നേരത്തെ എഴുതിയ ടേബിൾ നോക്കുക, ഇപ്പൊ തൊട്ട് മുമ്പ് എഴുതിയ അതിനകത്ത് 335.28 ഏത് ഭൂതത്തിലാണ് വരുന്നത് നോക്കൂ. അത് നോക്കുക. നമ്മൾ തൊട്ട് മുമ്പ് എഴുതിയാലും 335.28 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ ഏത് ഭൂതത്തിലാണ് വരുന്നത്? വായു കഴിഞ്ഞ് വരും. വായു കഴിഞ്ഞ് അഗ്നിയിൽ വരും. അപ്പൊ അഗ്നിഭൂതി കറക്റ്റായിട്ട് അഗ്നിഭൂതിലാണ് വരുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് മിക്കവാറും വാസ്തു നോക്കാതെ ചെയ്യുന്ന പല വീടുകളും, എല്ലാം ഞാൻ പറയുന്നില്ല, ചില വീടുകൾ 1.5 അടി അല്ല 2 അടി കൊടുക്കാറുണ്ട്. പക്ഷെ ഒരു മെജോറിറ്റി ഓഫ് ദി ഹൗസസ്, അതായത് ഭൂരിപക്ഷം വീടുകളും ഈ ഇത് കൊടുക്കാറുണ്ട്. അപ്പൊ അത് കറക്റ്റ് അഗ്നിഭൂതത്തിലാണ് അവരുടെ പാദമാനം വരുന്നത്. പാദമാനം അഗ്നിഭൂതത്തിൽ വന്നാൽ ഒന്നുകിൽ അഗ്നിയാൽ നശിക്കും, അല്ലെങ്കിൽ അങ്ങനെയുള്ള വീടുകളിൽ അല്ലെങ്കിൽ കെട്ടിടങ്ങളിൽ കൂടുതൽ സമയം ചെലവഴിക്കുന്നവർക്ക് എപ്പോഴും അവരുടെ മനസ്സ് ഉരുകിക്കൊണ്ടേയിരിക്കും, മനസ്സമാധാനം ഉണ്ടാകില്ല. ഇത് അഗ്നിഭൂതത്തിലാണ്. അതായത് 324 സെന്റിമീറ്റർ മുതൽ 378 സെന്റിമീറ്റർ വരെയുള്ള ഹൈറ്റ് അഗ്നിഭൂതമാണ്. നമ്മൾ ആ ടേബിൾ നോക്കിയാൽ അറിയാം.
അപ്പൊ ഇതാണ് ഇപ്പൊ ഒരു അതായത് അഗ്നിഭൂതിലാണെന്ന് സാധാരണ വാസ്തു നോക്കാതെ ചെയ്യുന്ന വീടുകളുടെ ഒറ്റനില വീടുകളുടെ പാദമാനം അഗ്നിഭൂതിലാണെന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു ഇത് കൊടുത്തിരിക്കുന്നേ ഉള്ളൂ. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് അശുഭമാണ്. അതായത് 324 മുതൽ 378 സെന്റിമീറ്റർ വരെ അഗ്നിഭൂതിലാണ്, അതുകൊണ്ട് അശുഭമാണ്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. വീടിന് ഉയരം നിശ്ചയിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങളുണ്ട്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ തമ്പുറൂടോട്ട് നമ്മൾ വരികയാണ്. സാധാരണ നമ്മൾ ഹൈറ്റ് കാണുമ്പോൾ ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങൾ. ഒന്നാമത്തത്, ഉയരം അഗ്നിഭൂതിലാകാൻ പാടില്ല. അത് പാദമാനം എത്ര നിലയായാലും 5 നില 10 നില എത്ര ആയിക്കോട്ടെ, അതിന്റെ പാദമാനം അഗ്നിഭൂതിൽ വരാൻ പാടില്ല. രണ്ടാമത്, ആ ഉയരത്തെ 4 കൊണ്ട് ഗുണിക്കണം. ഉയരം എത്രയാണെന്ന് വെച്ചാൽ ഉയരത്തെ 4 കൊണ്ട് ഗുണിക്കുമ്പോൾ കിട്ടുന്ന ആ അളവ് ഉത്തമമായ യോനിയായിരിക്കണം. ഉയരത്തെ 4 കൊണ്ട് ഗുണിക്കുമ്പോൾ ഉത്തമമായ ചുറ്റളവിന്റെ അളവായിരിക്കണം. നമുക്ക് ഉയരത്തെ 4 കൊണ്ട് ഗുണിച്ചിട്ട് നമ്മുടെ കൈക്കണക്ക് പട്ടിക എടുത്ത് നോക്കുക. ആ കൈക്കണക്ക് പട്ടികയിൽ ആ അളവെന്ന് പറയുന്നത് ഉത്തമമായ ചുറ്റളവിന്റെ അളവായി. ഉത്തമമാണ് ഏറ്റവും നല്ലത്. ഉത്തമം അല്ലെങ്കിൽ മധ്യമമെങ്കിലും ആകണം. എല്ലാ ഉത്തമത്തിൽ കൊടുക്കാൻ പറ്റിയെന്ന് വരില്ല. ഇപ്പൊ സാധാരണ 2 നില വീടിനൊക്കെ മധ്യമം കൊടുക്കുന്നു, ഉത്തമം എല്ലാத்தைയും കൊടുക്കാൻ ഒക്കില്ല. അപ്പം ഈവൻ ഒറ്റനില വീടായാലും സാധാരണ മധ്യമം കൊടുക്കും. അപ്പം ഉത്തമം കിട്ടുന്നെങ്കിൽ ഏറ്റവും നല്ലത്, ഇല്ലെങ്കിൽ മധ്യമമെങ്കിലും കഴിയുന്നതും മധ്യമമെങ്കിലും കൊടുക്കാൻ നോക്കണം. ചെയ്യാൻ പറ്റും. എത്ര നിലയായാലും അത് ചെയ്യാൻ പറ്റും. ഉത്തമം ചിലപ്പോൾ എല്ലാത്തും കിട്ടില്ല, ഉത്തമം അല്ലെങ്കിൽ മധ്യമത്തിൽ നമുക്ക് കിട്ടും. വീടുകൾക്ക് വാസ്തുപ്രകാരം ഇനി അടുത്ത നമ്മൾ വാസ്തുപ്രകാരം കൊടുക്കാറുള്ള പൊക്കമാണ് അടുത്തായിട്ട് വരുന്നത്. ഇത് പ്രത്യേകിച്ച് പുസ്തകത്തിൽ കാണിച്ചിട്ടില്ല. ഒറ്റനില വീട്, അധിഷ്ഠാന പൊക്കം. സാധാരണ നമ്മൾ നേരത്തെ അധിഷ്ഠാനത്തിൽ വാസ്തുവിലൊരു ഇതൊക്കെ പറഞ്ഞില്ല, അങ്ങനെ കണ്ടുപിടിക്കുമ്പോൾ ഉള്ള ഉത്തമമായ ഒരു പൊക്കമാണ് അടിസ്ഥാനത്തിന്റെ പൊക്കം 54 സെന്റിമീറ്റർ. ബേസ്മെന്റിന്റെ പൊക്കം ഭിത്തിപ്പൊക്കം ഒറ്റനില വീടിന് സാധാരണ കുറച്ച് കൂടുതലാണ്. സാധാരണ 330 സാധാരണ 9 അടി എന്ന് പറഞ്ഞാൽ 200 കഴിഞ്ഞേ ഉള്ളൂ. 10 അടി ആയാലും 300 ഇഷ്ടം വരുള്ളൂ. ഇത് 336 സെന്റിമീറ്റർ കൊടുക്കും ഒറ്റനില. അപ്പൊ സാധാരണ നല്ല പൊക്കം വരെ മുകളിലുള്ള ചൂടൊന്നും അധികമായിട്ട് വരികയില്ല. ഞാൻ കേരള വീടുകളെല്ലാം മിക്കവാറും ഒറ്റനില വീട് കൊടുക്കുന്ന ഹൈറ്റ് ഇതാണ്. അപ്പൊ ഇതിന്റെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 336 സെന്റിമീറ്റർ 11 അടി, 10 അടിയിലെ 11 അടി പൊക്കം വരും. 11 അടി വരുമ്പോഴത്തേക്ക് ഈ ഒരടി കൂടുമ്പോൾ 10 അടി എന്നുള്ള അല്ലെ 9 എന്നുള്ള നമ്മൾ 11 അടി 1.5 അടി നമ്മൾ ഹൈറ്റ് കൂട്ടുകയാണെങ്കിൽ അതിന്റെ കോസ്റ്റ് അതുപോലെ കൂടുതൽ വരും. ബ്രിക്സ് അത്രയും കൂടുതൽ വേണം. ബ്രിക്സ് ലേ ചെയ്യാനുള്ള ലേബർ ചാർജ് കൂടുതൽ വേണം. അപ്പോൾ അത് കോസ്റ്റ് കൂടും. പക്ഷെ ഏറ്റവും നല്ലതാണിത്. വീട് ഒറ്റനില വീട് ചെയ്തു കഴിഞ്ഞാൽ വളരെ സന്തോഷകരമായിട്ടൊരു ജീവിതം നമുക്ക് കിട്ടാൻ, മനസ്സമാധാനത്തോടെ ജീവിതം കിട്ടാൻ ഏറ്റവും നല്ലതാണ്. അപ്പൊ ആദ്യം ഒരു 1-2 ലക്ഷം രൂപ വീട് വയ്ക്കുമ്പോൾ നമ്മൾ അധികം ചെലവാക്കിയാലും ശരി, ഇത് നമുക്ക് മാനസികമായ സൗഖ്യം ഉണ്ടാവുമെങ്കിൽ അതിന് ഈ കൊടുക്കുന്ന പൈസ ഒന്നൊരു കാര്യമല്ല. അപ്പൊ പാദമാനം അധിഷ്ഠാനം പ്ലസ് ഭിത്തിയാണ്. 54 പ്ലസ് 336, 54 അധിഷ്ഠാനം 54 സെന്റിമീറ്റർ, ഭിത്തിപ്പൊക്കം 336. രണ്ടുകൂടെ കൂട്ടുമ്പോൾ 390 സെന്റിമീറ്റർ വരും പാദമാനം. ഇത് നമ്മൾ നോക്കിയാൽ അറിയാം അഗ്നിഭൂതിലല്ല. 390 എന്ന് പറയുന്നത് അഗ്നിഭൂതിലല്ല. നേരത്തെ കണ്ടത് അഗ്നിഭൂതിലായിരുന്നു, ഇപ്പൊ ഇത് അഗ്നിഭൂതിലല്ല ഈ ഹൈറ്റ്. അത് മാത്രമല്ല 390 4 കൊണ്ട് ഗുണിക്കുക. കാരണം പാദമാനത്തെ 4 കൊണ്ട് ഗുണിക്കുമ്പോൾ കിട്ടുന്ന അളവ് ഏറ്റവും ഉത്തമമായ അളവാണ്. ഏറ്റവും നല്ല ഇല്ലെങ്കിൽ മധ്യമമെങ്കിലും ആയിരിക്കണം. 1560 നിങ്ങൾ കൈക്കണക്ക് പട്ടിക എടുത്ത് നോക്കുക. 1560 സെന്റിമീറ്റർ എന്നുള്ളത് കൈക്കണക്ക് പട്ടികയിൽ ഉത്തമമോ മധ്യമോ അധമമോ എന്താണെന്ന് നോക്കാമോ? നോക്കിയിട്ട് പറയും. ഒന്നാമത്തെ പുസ്തകമുള്ളവർ നോക്കിയിട്ട് പറയും 1560 സെന്റിമീറ്റർ എന്താണ്. മധ്യമമാണ്. എല്ലാവർക്കും നോക്കിയോ? എല്ലാവരും നോക്കണോ? മധ്യമമാണ്. അപ്പൊ ഇത് എല്ലാവരും ഞാൻ നേരത്തെ പറഞ്ഞു ഉത്തമത്തിലുള്ള എല്ലാതും കിട്ടിയെന്ന് വരില്ല. മധ്യമം എടുക്കുകയാണെങ്കിൽ ഒന്നീ തീരെ കുറഞ്ഞു, അല്ലെങ്കിൽ ഉത്തമം എടുക്കണമെങ്കിൽ ഒന്നീ തീരെ കുറഞ്ഞു, അല്ലെങ്കിൽ വലിയ പൊക്കമായിരിക്കും.
അപ്പോൾ ഇത് മധ്യമത്തിലുള്ള ഈ പൊക്കം വളരെ ഉത്തമമായിട്ട് മധ്യമാണെങ്കിൽ തന്നെ വീടിന്റെ പൊക്കത്തിന് ഒറ്റനാല വീടിന് സാധനം എപ്പോഴും വാസ്തുപ്രകാരം ചെയ്യുന്ന വീടിന് കൊടുക്കാറുള്ള പൊക്കമാണ് പിന്നെ പാദമാനം. അതായത് പാദമാനത്തിന് 4 കൊണ്ട് കുടിക്കുമ്പോൾ 1560, 390, 54 ബേസ്മെന്റും 11 അടി ഭിത്തിപ്പൊക്കവും. ധ്വജയോനിയിൽ മധ്യമത്തിലുള്ള അളവാണ്. 1560 സെന്റിമീറ്റർ പറഞ്ഞാൽ ധ്വജയോനിയാണ്, മധ്യമത്തിലുള്ള അളവാണ്. എഴുതി കൊടുക്കുന്നു. എഴുതി വിചാരിക്കുന്നു, എഴുതിയിട്ടിലേക്ക് പറയണം. ഓക്കെ. ഇനി 2 നില വീടാണെങ്കിൽ അവിടെ എഴുതിയിട്ട് നമുക്ക് നിർത്താം. അധിഷ്ഠാന പൊക്കം സെയിം തന്നെ, 54 സെന്റിമീറ്റർ തന്നെ. താഴത്തെ നിലയുടെ ഭിത്തിപ്പൊക്കം 312 സെന്റിമീറ്റർ. അപ്പം പിന്നെ അതുപോലെ താഴത്തെ നിലയുടെ അപ്പം പൊക്കം എന്ന് പറയുന്നത് 312 54 കൂട്ടം. മേൽക്കൂയുടെ താഴെ വരെ, താഴത്തെ നിലയുടെ മേൽക്കൂയുടെ താഴെ വരെ 312 + 54 366 സെന്റിമീറ്റർ. ഇത് നമ്മൾ നോക്കിയാൽ അറിയാം ഇത് അഗ്നിഭൂതമാണ്. പക്ഷെ ഇവിടെ ഇത് പ്രശ്നമില്ല. കാരണം ഇത് പാദമാനം, 2 നില വീടിന്റെ പാദമാനമല്ല. 2 നില വീടിന്റെ പാദമാനം എന്ന് പറയുന്നത് ബേസ്മെന്റ് മോളി മുതൽ 2ാമത്തെ നിലയുടെ റൂഫിന്റെ താഴെ വരെയുള്ള ഹൈറ്റാണ്. ഇത് പാദമാനമല്ല. പാദമാനം അഗ്നിഭൂതിലായിക്കൂടെന്നേ പറയുന്നുള്ളൂ. ഇത് പാദമാനം അല്ലാത്തതുകൊണ്ട് താഴത്തെ നിലയുടെ ബേസ്മെന്റും ഭിത്തിയും കൂടെ ഉള്ളത് അഗ്നിഭൂതി വരുന്നതുകൊണ്ട് തെറ്റില്ല, ദോഷമില്ല. 2 നിലയാണെങ്കിൽ. ഒറ്റ നിലയ്ക്ക് പാടില്ല. ഈ 366 4 കൊണ്ട് ഗുണിക്കുക. ഇത് അഗ്നിഭൂതമാണ്. എന്നാൽ ഈ അളവ് 2 നില വീടിന്റെ പാദമാനം അല്ലാത്തത് കൊണ്ട് സ്വീകരിക്കാം. ഇത് പാദമാനമല്ല. പാദമാനം 2ാമത്തെ നിലയുടെ മോളി താഴെ വരെയുള്ള ഹൈറ്റാണ്. ഇതുകൂടെ എഴുതി കൊടുക്കും. എഴുതി കഴിഞ്ഞെന്ന് വിചാരിക്കുന്നു. ആരെങ്കിലും എഴുതി കഴിഞ്ഞിട്ടില്ലെങ്കിൽ പറയുക. ഓക്കെ. അപ്പോൾ ഈ 366 കിട്ടിയാൽ 4 കൊണ്ട് ഗുണിക്കുക. 1464 വരും. അത് കൈക്കണക്ക് പട്ടിയെ നോക്കുക. 1464 എന്തുവാണെന്ന് നോക്കുക. അവസാനം ആ റിസൾട്ട് നോക്കുക. 1967 ഉത്തമമാണ്. അപ്പൊ നമ്മള് ഇവിടെ പിന്നെ അപ്പൊ ആ വീടിന്റെ 1ാമത്തെ നിലയുടെ പൊക്കം 1467 ഉത്തമമായിട്ട് കിട്ടി. 366 കൂടെ 1967 സെന്റിമീറ്റർ. ഇത് വൃഷഭയോനിയിൽ ഉത്തമമായ അളവാണ്. അപ്പം പൊക്കം നമുക്ക് ഉത്തമമായിട്ട് കിട്ടും. 1ാമത്തെ നിലയുടെ പാദമാനം നമ്മൾ നോക്കിയില്ല. പാദമാനം 2ാമത്തെ നിലയോട് എടുത്തിട്ട് വേണം പാദമാനം എടുക്കാൻ. നോക്കുക. അടുത്തത്, അതായത് 2 നില വീടിന്റെ അധിഷ്ഠാനം 54 സെന്റിമീറ്റർ. താഴത്തെ നിലയുടെ ഭിത്തിപ്പൊക്കം 312 സെന്റിമീറ്റർ. താഴത്തെ നിലയുടെ റൂഫ് കോൺക്രീറ്റ്, സാധാരണ റൂഫ് കോൺക്രീറ്റ് ചെല്ല് 10 സെന്റിമീറ്റർ കൊടുക്കും, ചെല്ല് 12 കൊടുക്കാറുണ്ട്. ഇപ്പോൾ 10 സെന്റിമീറ്റർ ആണെന്ന് എടുക്കുക. ആദ്യം മിക്കവാറും പല്ലും കൊടുക്കുന്ന റൂഫിന്റെ കോൺക്രീറ്റിന്റെ ഘനം 10 സെന്റിമീറ്റർ ആണ്. ചിലപ്പോൾ 12 കൊടുക്കും. അപ്പോൾ താഴത്തെ നിലയുടെ റൂഫ് കോൺക്രീറ്റിന്റെ ഘനം 10 സെന്റിമീറ്റർ ആണെങ്കിൽ റൂഫ് കോൺക്രീറ്റിന്റെ മുകളിൽ വരെയുള്ള ഹൈറ്റ് 312 10 54 ബേസ്മെന്റ്, 312 ഭിത്തിപ്പൊക്കം, 10 റൂഫ് കോൺക്രീറ്റ്. അപ്പം 376 സെന്റിമീറ്റർ ആണ് താഴത്തെ നിലയുടെ റൂഫിന്റെ മുകളിൽ വരെയുള്ള ഹൈറ്റ്. പിന്നെ അതിന് 2ാമത്തെ നിലയുടെ ഭിത്തിപ്പൊക്കം അത് നമ്മൾ 302 എന്ന് കൊടുക്കുക. മറ്റേ 314 അതിൽ കുറച്ച് വേണം കൂടെ 302 കൊടുക്കുക. 2ാമത്തെ നിലയുടെ ഭിത്തിപ്പൊക്കം 302 സെന്റിമീറ്റർ ആണെങ്കിൽ പാദമാനത്തെ 376 302 കൂട്ടുന്നതാണ് പാദമാനം. പാദമാനം സമം 376 + 302. അത് 2ാമത്തെ നിലയുടെ റൂഫിന്റെ താഴെ വരെയുള്ള ഹൈറ്റ് 678 സെന്റിമീറ്റർ. ഇത് അഗ്നിഭൂതിലല്ല. നോക്കി അറിയാം. 678 സെന്റിമീറ്റർ എന്ന് പറയുന്നത് അഗ്നിഭൂതിലല്ല. 670 4 കൊണ്ട് ഗുണിക്കുമ്പോൾ 2712 കിട്ടും. അതും നോക്കുക, അത് ഉത്തമമാണ്. ഇത് ധ്വജയോനിയിൽ ഉത്തമമായ അളവാണ്. അപ്പൊ 4 കൊണ്ട് ഗുണിക്കുക. 2 നിലയുടെയും പാദമാറ്റം 4 കൊണ്ട് ഗുണിക്കുമ്പോൾ താഴത്തെ നിലയിലെ ഉത്തമമായി, താഴത്തെ നിലയുടെ മധ്യമമായി, 2ാമത്തെ നിലയുടെ എടുക്കുമ്പോൾ ഉത്തമമായി. 678 സെന്റിമീറ്റർ അഗ്നിഭൂതിലല്ല. അപ്പൊ അഗ്നിഭൂതിലല്ല എന്നും കിട്ടി. 4 കൊണ്ട് ഗുണിക്കുമ്പോൾ ഉത്തമമായ ചുറ്റളവ് അതും കിട്ടി. അപ്പൊ അതായത് നമ്മളൊന്നുകൂടെ എഴുതാം. അതായത് 2 നില വീടിന് ഉത്തമമായ ഉയരം താഴെ കൊടുത്തിരിക്കുന്നു. അധിഷ്ഠാനം, അതായത് ബേസ്മെന്റ് 54 സെന്റിമീറ്റർ.
താഴത്തെ നിലയുടെ ഭിത്തിപ്പൊക്കം 312 സെന്റിമീറ്റർ. താഴത്തെ നിലയുടെ റൂഫ് കോൺക്രീറ്റ് ഘനം 10 സെന്റിമീറ്റർ. രണ്ടാമത്തെ നിലയുടെ ഭിത്തിപ്പൊക്കം 302 സെന്റിമീറ്റർ. ഇനിയിപ്പോ നമ്മൾ ഈ അഥവാ താഴത്തെ നിലയുടെ റൂഫ് കോൺക്രീറ്റ് 12 കൊടുത്തു എന്നിരിക്കട്ടെ, അങ്ങനെയാണ് ഇത് 300 കൊടുക്കാവൂ. ടോട്ടൽ മാറാൻ പാടില്ല. അത് കോൺക്രീറ്റിന്റെ ഘനം 2 സെന്റിമീറ്റർ കൂട്ടിയാൽ രണ്ടാമതുള്ള ഭിത്തിപ്പൊക്കം 2 സെന്റിമീറ്റർ കുറച്ച് 300 ആക്കണം. പാദമാന സമം 54 ബേസ്മെന്റ്, 312 താഴത്തേരുടെ ഭിത്തിപ്പൊക്കം, 10 താഴത്തേരുടെ കോൺക്രീറ്റ്, 302 രണ്ടാമത്തേരുടെ ഭിത്തിപ്പൊക്കം. ഇത് മുത്രയോടെ കൂട്ടുമ്പം 678 സെന്റിമീറ്റർ കിട്ടും. താഴത്തേരുടെ റൂഫ് കോൺക്രീറ്റിന്റെ ഘനം 12 ആണെങ്കിൽ രണ്ടാമത്തെ ഭിത്തിപ്പൊക്കം 300 കുറയ്ക്കണം. ഞാൻ പറഞ്ഞാണ്. അപ്പോൾ 2 സെന്റിമീറ്റർ റൂഫിന് കൂടിയാൽ രണ്ടാമത്തെ ഭിത്തിപ്പൊക്കം 2 സെന്റിമീറ്റർ കുറയ്ക്കണം. അപ്പോൾ ടോട്ടൽ ഈ 678 തന്നെ കിട്ടും. സാറേ 4 കൊണ്ട് ഗുണിക്കണമെന്ന് പറഞ്ഞു, അതെന്താ സംഭവം? അതായത് നമ്മള് എപ്പോഴും പിന്നെ ഈ ചുറ്റളവ് എന്ന് പറയുമ്പോൾ 4 വശങ്ങളുടെ ഇതാണ് വരുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഏത് പൊക്കം എടുത്താലും അതിനെ 4 കൊണ്ട് ഗുണിക്കുമ്പോൾ ഉത്തമമായ അളവ് കിട്ടുന്നത് ഏറ്റവും നല്ലതാണ്. ആ ചുറ്റളവിന്റെ ആ ഒരു കണക്ക് വെച്ചിട്ട് നമ്മൾ നീളവും വീതിയൊക്കെ എടുക്കുമ്പോഴും നീളവും വീതിയും ചുറ്റളവ് എന്ന് പറഞ്ഞാൽ 4 വശം കൂടെ കൊടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് പൊക്കം എടുക്കുമ്പോഴും ഈവൻ നീളവും വീതിയൊക്കെ എടുക്കുമ്പോഴൊക്കെ 4 കൊണ്ട് ഗുണിച്ച ഉത്തമമായ അളവ് കിട്ടുന്നത് നല്ലതാണ്. അത് നോക്കട്ടെ, പൊക്കം എടുക്കുമ്പോൾ എപ്പോഴും 4 കൊണ്ട് ഗുണിക്കുമ്പോൾ ഉത്തമമായ അളവാണെങ്കിൽ, ഉത്തമം കിട്ടിയില്ലെങ്കിൽ മധ്യമമെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ നല്ലതാണ്. അടുത്ത വാതിലെ ജനലിൽ അടുത്ത നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കും. ഇപ്പം എന്തെങ്കിലും ഈ അടുത്തത് സംശയങ്ങളുണ്ടെങ്കിൽ ഇന്ന് പഠിച്ച കാര്യങ്ങൾക്കോ അല്ലെങ്കിൽ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾക്കോ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. സംശയമൊന്നുമില്ല ആർക്കും? പേര് പറഞ്ഞിട്ട് പറയും. എന്റെ പേര് മാത്യു. ആ പറയൂ. ഉയരം 11 അടി ക്ലിയർ അല്ല, ഇടയ്ക്കിടയ്ക്ക്. ഉയരം 11 അടി വരെ. 11 അടി ഉയരം എന്ന് പറയുന്നത് 335.2. 11 അടി 30.48 കൊണ്ട് കുടിക്കണം. 11 അടിയാണ്. മറ്റേ 11 അടി അവിടെ കിട്ടിയത്. അതെ. അപ്പൊ 30.48 കൊണ്ട് കുടിക്കുക. ഇത് കൊടുത്തേക്ക് കിട്ടും. കേട്ടില്ല, ഇടയ്ക്ക് ക്ലിയർ ആവുന്നില്ല പറയുന്നത്. വ്യക്തമാകുന്നില്ല. ഇവിടെ നെറ്റ് കുറവാ. ശരി, ഇപ്പം പറഞ്ഞ കേട്ടു. നെറ്റ് കുറവാണ് കേട്ടു. പറഞ്ഞോളൂ. സാറേ 11 അടി എന്ന് പറയുന്നത് 335.28 സെന്റിമീറ്ററാണ്. 11 അടി അല്ലല്ലോ നമ്മൾ എടുത്തത്. നോക്കൂ ഭിത്തിപ്പൊക്കം 336 സെന്റിമീറ്റർ എന്ന് പറഞ്ഞില്ലേ? 11 അടി അല്ലല്ലോ. നോക്ക് എത്ര എടുത്തത്. ഒന്നും എടുക്കാം, ഒരു സെക്കൻഡ്. സെന്റിമീറ്റർ. അത് എത്ര അടിയാ? അത് 11 അടി കൂടുതലില്ലേ? ഇല്ല, നോക്കാം. അതല്ല, ഒരു സെക്കൻഡ്. ഇവിടെ നോക്കുക. അല്ല, ഒറ്റ നില എഴുതാൻ 2 നിലയിലാണ് കൊടുത്തത്. ഒറ്റ നിലയ്ക്കാണെങ്കിൽ അധിഷ്ഠാനം 54 സെന്റിമീറ്റർ, ഭിത്തിപ്പൊക്കം 336. അതായത് 11 അടി 336 അല്ലേ? അല്ല, 335.28 ഉള്ളൂ. ഓട്ടെ, ഒരു സെക്കൻഡ്.
സാർ അതിൽ 336 ഡിവൈഡഡ് ബൈ 30.48 പറയുമ്പോൾ 11.02 വരുന്നുണ്ട്. പൂജ്യം അടുത്ത നമുക്ക് ഉദ്ദേശം ഒരു 336 ആൾമോസ്റ്റ് കറക്റ്റ് ആണ്. കാൽക്കുലേറ്റർ 336 ഡിവൈഡഡ് ബൈ 30.48 എടുക്കുമ്പോൾ നമുക്ക് 11.02 എന്ന് വരും. 11.02 അടി വരും. അത് 11 അടി. ആ 02 എടുത്താലും ഇത് തന്നെ കിട്ടും. 02 എടുത്താൽ തന്നെയും പാദമാനം 336 54. ഇതിപ്പോ സെന്റിമീറ്ററിലാണ് ചെയ്തേക്കുന്നത്. 336.02 എടുത്താലും ഇത് തന്നെ വരും. 390.02 വരും. 390.02 ആയാലും അത് തന്നെ. അപ്പൊ 53 വെളി വരും. 02 എടുത്താലും 11.02 എടുത്താലും അത് വെളി തന്നെ വരും. അത് ചെക്ക് ചെയ്ത് നോക്കും. അഗ്നിഭൂത്തിലല്ല. 390.02 × 4 എടുത്താലും 1560 വളരെ ചെറിയൊരു ഇതേ ഉള്ളൂ. അത് സജീവമണിയിൽ മധ്യമത്തിലുള്ള അളവാണ്. താങ്ക് യു സാർ. 2 നില വീടിനും അതുപോലെ തന്നെ ഇതുപോലെ എടുക്കാം. 312 അവിടെ എഴുതിയതാണത്. 366 4 കൊണ്ട് കുടിക്കുമ്പോൾ 1467 കിട്ടും. 312 ആ ഹൈറ്റ് അതുപോലെ കിട്ടും. വേറെ എന്തെങ്കിലും സംശയം ഉണ്ടോ സാറേ? സാധാരണ നമ്മള് അധിഷ്ഠാന പൊക്കം 1.5 അടി പറഞ്ഞില്ല. പേരൂടെ പറഞ്ഞിട്ട്. എന്റെ പേര് ബിജു. പറയും. സാധാരണ 1.5 അടി എടുക്കണെന്ന് പറഞ്ഞല്ല, ഈ അധിഷ്ഠാന പൊക്കം, തറയുടെ പൊക്കം, ബേസ്മെന്റ് പൊക്കം. ബേസ്മെന്റ് പൊക്കം. അപ്പൊ ഈ കണക്കൊക്കെ മാറ്റം വരില്ലേ സാർ? ഇപ്പൊ 54 സെന്റിമീറ്റർ ആണല്ലോ പറഞ്ഞത്. 54 ആണല്ലോ ഇതിനകത്ത്. 57 സെന്റിമീറ്റർ ആണ് നമ്മൾ എടുക്കുന്നത് സാധാരണ. അല്ല, 45 എടുക്കുകയാണെങ്കിൽ മാറ്റം വരില്ലേ? 45 അല്ല, അത് വാസ്തുപ്രകാരം അല്ലാതെ ചെയ്യുന്ന വീടുകൾ. വാസ്തുപ്രകാരം ചെയ്യുന്ന വീടുകൾക്ക് 54 എടുക്കാവൂ. ബേസ്മെന്റ് ഹൈറ്റ് നമ്മൾ 54 തന്നെ എടുക്കണം. ചെയ്ത് കഴിഞ്ഞ വീടൊക്കെ നമുക്ക് ചെയ്യാവൂല. അതിന് പിന്നെ വേറെ ഏതെങ്കിലും വിധത്തിലുള്ള കറക്ഷൻ ചെയ്യാനേ ഒക്കുള്ളൂ. പക്ഷെ പുതുതായിട്ട് നമ്മളൊരു വീട് ചെയ്യുകയാണെങ്കിൽ ഞാൻ ചെയ്യുന്ന എല്ലാ വീടുകൾക്കും എന്റെ ഇതിൽ വാസ്തുപ്രകാരം ചെയ്ത വീടുകൾക്ക് എല്ലാം 54 സെന്റിമീറ്റർ ആണ് ബേസ്മെന്റ് ഹൈറ്റ് കൊടുക്കുന്നത്. ഒരു നിലയായാലും 2 നിലയായാലും അതല്ല മുകളിലോട്ടായാലും 54. ബേസ്മെന്റ് ഏറ്റവും ഉത്തമമായിട്ട് ഹൈറ്റ് ആണ് 54 സെന്റിമീറ്റർ. മറ്റെന്തെങ്കിലും സംശയം? സർ, എന്റെ പേര് രമേഷ് കുമാർ. സർ, നമ്മൾ ഈ കണക്ക് നോക്കുമ്പോ അതില് ആയവും വ്യയവും നോക്കാനുണ്ടോ? ഈ 1560 ആയം കുറവും വ്യയം ജാസ്തിയും കാണുന്നുണ്ട്. അല്ല, ഇത് പൊക്കമാണ്. ആയവും വ്യയവും ഒക്കെ നമ്മൾ ചുറ്റളവിനാണ് നോക്കുന്നത്, പൊക്കത്തിനല്ല. അത് ചുറ്റളവിന് ആയവും വ്യയവും ഒക്കെ നോക്കണം. അതിന്റെ യോനി ആയാലും നമ്മൾ നോക്കണ്ട അല്ലേ? ഇല്ല, പൊക്കത്തിന് നമ്മൾ പിന്നെ ആയവും വ്യയവും നോക്കേണ്ട ആവശ്യമില്ല. ശരി സാർ. ചുറ്റളവിന്റെ ഇതാണ് ആയവും വ്യയവും. ഓക്കെ സാർ. ചുറ്റളവിനെ കോലങ്കുലം ആക്കിയിട്ട് പിന്നെ ആയം കാണുക 8 കൊണ്ട് ഗുണിച്ച് 12 കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന ശിഷ്ടമാണ് ആയം. അത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ചുറ്റളവിനെയാണ്, അല്ലെ പൊക്കമല്ല. സോൺ ഗംഗാധരൻ, ഈ 54 ആക്കുമ്പോ നമ്മൾ സ്റ്റെപ്പ് എങ്ങനെ എത്ര എടുക്കും? 54 സെന്റിമീറ്റർ ബേസ്മെന്റ് കൊടുക്കുമ്പോഴേ സ്റ്റെപ്പ് എങ്ങനെ എടുക്കും? 54/3 തന്നെ കൊടുക്കാം. അപ്പൊ 18 സെന്റിമീറ്റർ കുഴപ്പമില്ല. 18 സെന്റിമീറ്റർ വെച്ച് കൊടുക്കുന്നുണ്ട്. 18 സെന്റിമീറ്റർ സുഖമായിട്ട് 18 സെന്റിമീറ്റർ നിൽക്കും. അത് നമ്മള് പിന്നെ ടൈലോ എല്ലാം ഇടുന്നെങ്കിൽ അതിന്റെ പൊക്കം എല്ലാം ഉൾപ്പെടെയാണ്. ടൈൽസോ എല്ലാം ഇടുമെങ്കിൽ ഫിനിഷ്ഡ് ഹൈറ്റ് ആണ് അത് വരുന്നത്. പിന്നെ മറ്റൊന്നൊരു സംശയം? വേറെ സംശയമൊന്നും ഇല്ലാന്ന് വിചാരിക്കുന്നു. സംശയമില്ലേ നമുക്ക് ക്ലാസ് നിർത്താം. സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, സംശയമൊന്നും ഇല്ലെന്ന് വിചാരിക്കുന്നു.